പരിശുദ്ധനായ ദൈവമേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വായിച്ച വചനം അങ്ങേണ്ടത് വചനത്തിൻ്റെ വാതിൽ തുറക്കണമേ. എന്നെ തന്നെ താഴ്ത്തുകയാണ്. ഒന്നുമായില്ല കർത്താവ് ശക്തീകരിക്കണം. ഇവിടേക്കുന്ന അഭിഷിക്തന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു. സഭയ്ക്കായി പ്രാർത്ഥിക്കുകയാണ്. ദൈവജനത്തിനായി സ്തോത്രം. പ്രത്യേകം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകലിൽ അവരുടെ മേൽ ദൈവ സാന്നിധ്യം വെളിപ്പെടുവാൻ കർത്താവ് വീണ്ടും ഇടയാക്കും. അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ ദിവസവും പ്രസംഗിക്കുന്ന എൻ്റെ ശബ്ദത്തിൻ്റെ പകുതി ശബ്ദമെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച് സ്തോത്രങ്ങൾ പറയണമെന്ന് ദൈവനാമത്തെ ഞാൻ അപേക്ഷിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വായിക്കാം, വേഗത്തിൽ വായിക്കാം. ഒരു കാര്യം വെളിപ്പെട്ടു. ആ കാര്യം സത്യവും മഹാ കഷ്ടം ഉള്ളതുമായിരുന്നു. ചിന്തിച്ചു മതി. പ്രാർത്ഥിക്കുന്നവരോട്, ആരാധിക്കുന്നവരോട്, ഈ പകൽക്കാലം വന്നവരോട് ഇരിക്കുന്നത് ശ്രദ്ധയോടെ ഇരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഒരു മണിക്കൂറായിരിക്കും കർത്താവിൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ശ്രദ്ധയോടെ ഇരിക്കാൻ തയ്യാറായാൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ കർത്താവ് ചലിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. കാലഘട്ടങ്ങൾ കൊണ്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നു, കരയുന്നു, ആരാധിക്കുന്നു എങ്കിലും നമ്മുടെ ശ്രദ്ധയെ തിരിച്ചുവിടുന്ന ചില പ്രതികൂലങ്ങളുണ്ട്. ആരാധിക്കാനിരിക്കുമ്പോൾ തന്നെ, അഭിഷേകത്തിൽ ആരാധിക്കുമ്പോൾ തന്നെ ചിന്തകൾ കടത്തിവിട്ട് ഏകാഗ്രത നഷ്ടപ്പെടുത്തി ആരാധിക്കാൻ കഴിയാതെ അജാരഘടകോളിളകുന്നത് പോലെ ഹൃദയത്തിനകത്ത് അലയടിച്ച് വിഷയങ്ങൾ കടത്തിവിടുന്ന പ്രതികൂലത്തിൻ്റെ ശക്തികൾ ഇന്ന് പകൽക്കാലം അഴിയുവാൻ ശക്തിയോടെ പ്രാർത്ഥിച്ചാൽ അന്തരാജനകർസിയ ദർശനങ്ങളെ അടച്ചുപൂട്ടിയ പിശാച് മനുഷ്യരെ നോക്കി നിൽക്കെ 2015 ചില പുത്തൻ വെളിപ്പാടിന്റെ ആഴങ്ങൾ, അന്ധരാജകൽക്കരവശസിയ പുത്തൻ കൃപയുടെ ആഴങ്ങൾ, പുത്തൻ പ്രാർത്ഥനയുടെ ശക്തികൾ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവം പകരാൻ പോകുന്നതോർത്ത് ഈ പകൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അവിടെ വായിച്ചത് കണ്ട കാര്യം മഹാ കഷ്ടമുള്ളത്. 2015 ശക്തമായ പ്രതികൂലങ്ങൾ നടക്കാൻ പോവുകയാണ്. ശക്തമായ പോരാട്ടങ്ങൾ സംഭവിക്കാൻ പോകുന്നു. പ്രതീക്ഷിക്കാത്ത അനർത്ഥങ്ങൾ ചില കുടുംബങ്ങൾക്കകത്ത് വരാൻ പോവുകയാണ്. അജകാരഘടക സംഭവാരകസി, നിനക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് നിനക്ക് തോന്നിയാലും അജാരകസി വിശ്വസിക്ക്. പകൽക്കാലം അനർത്ഥം വരുത്താൻ ശ്രമിക്കുന്ന അനർത്ഥത്തെ മനസ്സിലാക്കിയിട്ട് അതിൽ ശ്രദ്ധ വെച്ച് പ്രാർത്ഥിക്കാനും കരയാനും ഉപവസിക്കാനും തയ്യാറായാൽ ഈ പകൽക്കാലം ഇതിനകത്ത് മുട്ടുകുത്തിയത് പരാജയത്തോടെ എഴുന്നേറ്റ് പോകത്തില്ല. കർത്താവ് നിന്നെ വിടുവിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. എണ്ണിയാൽ തീരാത്ത അനവധി വിഷയങ്ങൾക്ക് മറുപടി തരുന്ന കർത്താവ് ഈ പകൽക്കാലം ഇവിടെയും വന്നിട്ടുണ്ട്. എണ്ണിയാൽ തീരാത്ത. ഞാൻ ആദ്യമായിട്ടാണെങ്കിൽ നിങ്ങൾ ഇഷ്ടം പോലെ പ്രാർത്ഥിച്ച ദൈവത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചവരാണ്. ശക്തമായി പണ്ടത്തെ പ്രാർത്ഥനയുടെ തീ പൊളിഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥന നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പ്രാർത്ഥനയുടെ അധാരഘടകസി തീഷ്ണ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പലരുടെയും അത് ഈ പകൽക്കാലം തിരിച്ചു പ്രാപിപ്പാൻ പ്രാർത്ഥിക്കാൻ തയ്യാറായി. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില ദർശനങ്ങൾ അധരാജനകസി പ്രസംഗിക്കുന്ന ഞാൻ മാത്രമല്ല കാണാൻ പോകുന്നത്, അത് നിങ്ങളും കാണാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അജാലകസി പ്രാർത്ഥിക്കുന്നവരോട് ശക്തിയായി പ്രാർത്ഥിക്കണം. ആ കണ്ട കാര്യം, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, അദ്ദേഹം കണ്ട കാര്യം, സ്തോത്രം, മഹാ കഷ്ടമുള്ളത്, മഹാ പ്രതികൂലമുള്ളത്, പ്രശ്നമുള്ളതാണ്. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യം പോലെയുള്ള ചില വിഷയങ്ങളാണ് പ്രാർത്ഥിച്ച ദാനിയേൽ കണ്ടത്. പ്രാർത്ഥിക്കുന്നവരോട് ചില വെളിപ്പാട് നീ കണ്ടതിൻ്റെ മുമ്പിൽ ഭാരപ്പെടേണ്ട. വിശ്വസിച്ചാൽ ആ പ്രതികൂലത്തിന്റെ ശക്തിയെ മാറ്റിക്കൊണ്ട് അധരജനാരഘടകസിയ നിന്നോടുള്ള വാഴ്ത്തത്വം തമ്പുരാൻ നിവർത്തിയാക്കാൻ പോകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. വാഴ്ത്തത്വം ഉണ്ടെങ്കിൽ, വാഴ്ത്തത്വം ബാലൻസ് വയ്ക്കുന്നവനല്ല സ്വർഗ്ഗത്തിൽ ദൈവം. വാഴ്ത്തത്വം നിവർത്തിയാക്കാൻ എൻ്റെ ദൈവം ശക്തനാണ്. പ്രൈസ് ദി ലോർഡ്. വാഴ്ത്തത്വത്തിന് മുമ്പ് അഥവാ നിന്റെ ഹാർട്ടിനകത്ത് അറ്റാക്ക് ഉണ്ടെങ്കിലും അതിനെ വിടുവിച്ച് വാഴ്ത്തത്വം നിവർത്തി വരെ ആയുസ്സിനെ തരുവാൻ കഴിവുള്ളവൻ പകൽക്കാലം വന്നിട്ടുണ്ട്. അടകാജനഘടക സംഭവാരകസി, നിനക്ക് പ്രശ്നമെന്ന് മനുഷ്യ ഡോക്ടേഴ്സ് പറയട്ടെ, ബന്ധുക്കൾ ചർച്ചക്കാർ പറയട്ടെ, വൈദ്യ ചികിത്സകൾ ചെയ്യുന്നവർ പറയട്ടെ, ബൈ ചാൻസിൽ പ്രവാചകന്മാർ പരിശുദ്ധൻ പ്രവചിച്ച് പറയട്ടെ, എങ്കിലും വാഴ്ത്തത്വം ഉണ്ടെങ്കിൽ അതിനകത്ത് നീ വിശ്വസിച്ച് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ വാഴ്ത്തത്വം നിവർത്തി വെളിപ്പെടുന്നത് വരെ നിന്റെ ആയുസ്സിന്റെ ഉടമസ്ഥൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അത് ബന്ധുക്കളും ചർച്ചക്കാരുമല്ല, അത് അയൽവക്കക്കാരല്ല, അത് പെന്തക്കോസുകാരല്ല, പാസ്റ്റേഴ്സ് അല്ല. ആയുസ്സിന്റെ ഉടമസ്ഥൻ സ്വർഗ്ഗത്തിലെ ദൈവം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വള്ളിക്കും പുള്ളിക്കും മാറ്റം വരത്തില്ല. അത് നിവർത്തിയാകാൻ പോകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. വാഴ്ത്തത്വമുള്ളവരോട് ശക്തമായി പകൽക്കാലം പ്രാർത്ഥിക്കണം. കർത്താവേ,
എൻ്റെ മേലുള്ള വാഴ്ത്തത്വത്തിന് വിരുദ്ധമായി നിൽക്കുന്ന ചില പോരുകൾ ഈ പകൽക്കാലം അഴിക്കണം. വാഴ്ത്തത്വം നിവർത്തിയാകാതിരിപ്പാൻ എൻ്റെ വിദ്യാഭ്യാസത്തോടുള്ള വാഴ്ത്തത്വം, എൻ്റെ കുടുംബത്തോടുള്ള വാഴ്ത്തത്വം, എൻ്റെ ഭർത്താവിനോടുള്ള വാഴ്ത്തത്വം, എൻ്റെ സഭയോടുള്ള വാഴ്ത്തത്വം നിവർത്തിയാകാതെ സഭാജനത്തെ രണ്ട് തട്ടിലാക്കി കലക്കാൻ ശ്രമിക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥന മുഖാന്തരം അഴിയേണ്ടതിന് അതുരമന ശകജൽ ഘടക വൈഡമന ഘടകസിയ ഈ പകൽക്കാലം പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ജനത്തെ ഭിന്നിപ്പിക്കുന്ന, ജനത്തിന്റെ ചിന്തകൾ കടത്തിവിടുന്ന, ജനത്തിന്റെ ഐക്യത തെറ്റിക്കാൻ ശ്രമിക്കുന്ന ആ പ്രതികൂലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം മാറിപ്പോട്ട്. ജനം ഐക്യതപ്പെടട്ടെ, ജനം ഒരു മനസ്സോടെ പ്രാർത്ഥിക്കട്ടെ, ജനം ശക്തിയോടെ ചൂടാബാര ഷാരാബാര വൈഡാബാര ഭീഗാബാര ഹത്തുൽ കടകം ക്ഷാരകരാജൽ വേദകരക്ഷ സൈഡേരകജ. യെസ് യെസ് യെസ്, ആ പോരുകൾ അഴിയട്ടെ. ചൂടബല ജനഘടകരഹസി ജനത്തിലെ ചില സ്പിരിറ്റുകൾ കടത്തിവിട്ട് ജനത്തെ ആരാധിക്കാൻ കഴിയാതെ രണ്ട് തട്ടിലാക്കി മാറ്റാൻ ശ്രമിക്കുന്ന സകല പൈശാചിക വ്യാപാരങ്ങളും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഉടയട്ടെ. ശകരഘടക ജനഘടക ശതാരതരാദിയാര ഘടകൽക്കരാതി യേശുവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യം പകരുകയാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവിക വിടുതലുകൾ വെളിപ്പെടട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ കാലുകുത്തുന്ന ഭവനങ്ങളിൽ, വീടുകളിൽ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദോഷം വരല്ലേ ദൈവം എന്ന മധ്യസ്ഥതയ്ക്ക് മറുപടി കർത്താവ് അയക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. മധ്യസ്ഥതയുണ്ടെങ്കിൽ കർത്താവ് വിടുതലയ്ക്കും. മധ്യസ്ഥമുള്ള സഭയ്ക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. രണ്ട് ചേരിയാക്കി ജനത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന രണ്ട് തട്ട് കുറിച്ചിട്ടോ ശകരഘടക അന്യഭാഷ പറയൊക്കെ ശരി തന്നെ, പ്രാർത്ഥിക്കുന്നു, ചിലരൊക്കെ ഉപവസിക്കുന്നു, കാര്യമൊക്കെ ശരിയാണ്, ദൈവത്തിന് വേണ്ടി ചിലവിടുകയും ചിലവാക്കുകയും ചെയ്യുന്ന ദൈവമക്കളാണ് ഇവിടിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാരും. പക്ഷെ രണ്ട് തട്ടിലാക്കി 2015 പൊട്ടിത്തെറി പോലെ ജുഡമന ഘടകസി ട്രിവാൻഡ്രം പട്ടണം പരാജയത്തിന്റെ നാറ്റം നമ്മുടെ സഭയ്ക്കകത്ത് കേൾപ്പിക്കുമെന്ന് ജനത്തെ രണ്ട് തട്ടിലാക്കി ഒരു ചേരിയെ ഒതുക്കി മാറ്റുന്ന അധാര ഘടകസി മാനുഷ്യ പദ്ധതികളും പൈശാചിക വ്യാപാരങ്ങളും ഈ പകൽക്കാലം അഴിയുവാൻ സഭ ഉപവസിച്ചെന്ന് പേര് മാത്രം പോരെ. നിന്റെ അകത്ത് ഉപവാസം വരട്ടെ, നിന്റെ അകത്ത് സത്യം വരട്ടെ, നിന്റെ അകത്ത് നിഷ്കളങ്കത വരട്ടെ. പാരമ്പര്യം പറച്ചിൽ വച്ചുമതിയാക്കി താഴ്ത്തി പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. അടകാജകൽക്കാന വൈഡമന ഘടകസി അവിടെ ദൈവ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നു. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. പാരമ്പര്യത്തിന്റെ മണ്ഡലം അടിയട്ട്, പാരമ്പര്യത്തിന്റെ പൗരടിയട്ട്. ഉടമൽ പാരമ്പര്യം പറയുന്ന വിശ്വാസികൾ മാനസാന്തരപ്പെടട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സഭ ഉണരട്ടെ. യേശുവിന്റെ നാമത്തിൽ പകൽക്കാലം ദൈവ സാന്നിധ്യം വെളിപ്പെടുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവജനത്തോട് പ്രൈസ് ദി ലോർഡ്. നമ്മളെ എല്ലാവരുടെയും ഹൃദയം ഒരുപോലെയാണോ? പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ എല്ലാവരുടെയും ഹൃദയം ഒരുപോലെയാണോ? ഹല്ലേലൂയ. എന്നെക്കാളും പ്രായമുള്ള പിതാക്കന്മാർ ഇവിടെ ഇരിപ്പുണ്ട്, വിഷമിക്കരുത്. നമ്മളെ ഹൃദയം ഒരുപോലെയാണോ എല്ലാവരുടെയും? സ്തോത്രം. നമ്മുടെ ചിന്ത ഒരുപോലെയാണോ? നമ്മുടെ സംസാരം ഒരുപോലെയാണോ? നമ്മുടെ പ്രവർത്തനം ഒരുപോലെ, നമ്മുടെ സ്വഭാവം ഒരുപോലെയാണോ? കയ്യടി ഒരുപോലെ ആയിരിക്കാം, പാട്ട് ഒരുപോലെ ആയിരിക്കാം, പ്രാർത്ഥന ഒരുപോലെ. പക്ഷെ ഹൃദയത്തിൻ്റെ അകം ഒരുപോലെ അല്ല. ഹൃദയത്തിൻ്റെ അകത്താണ് കിടക്കുന്നത് വിഷയം, പുറമേ അല്ല. അകത്ത് ഭയങ്കര ഒരുക്കവും അഭിനയത്തിൻ്റെ ആരാധന നിന്റെ അകത്തുണ്ടെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്ത് ഒന്നുമില്ലെന്നേ. പാരമ്പര്യമുള്ളൂ. പാരമ്പര്യം മാറ്റിയിട്ട് പ്രാർത്ഥിയെങ്കിലേ കുടുംബത്തിൻ്റെ കെട്ടഴിയൂ, എങ്കിലേ ഭർത്താവ് വിടുവിക്കപ്പെടൂ, എങ്കിലും നിന്റെ മകൻ മടങ്ങി വരൂ, എങ്കിൽ മാത്രമേ വീട്ടിനകത്ത് സ്വസ്ഥതയുണ്ടാകൂ. അതരജനഘടകസി ആ ദൈവദാസനെ പ്രവചിച്ചു എന്ന് ചിന്തിച്ചു വിടുതൽ നടന്നിട്ടില്ല. പ്രവചിക്കുന്ന വിഷയം പരിചയപ്പെടുത്തൽ മാത്രമേ ഉള്ളൂ. പ്രാർത്ഥനയിലാണ് വിടുതൽ നടക്കാൻ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിച്ചാൽ അത്ഭുതം നടക്കും. പ്രാർത്ഥിച്ചാലേ വിടുതലുള്ളൂ. ചിലർ നമുക്കറിയാലോ, പ്രവചിച്ച് നിന്നെ പോക്കി കൊണ്ടുപോകാൻ ചിന്തിച്ചോണം. ആ പ്രവചിക്കുന്ന ആൾ പോകുമ്പോൾ നീ മൂട്ടി വീഴും.
ഉറപ്പ്. ഷബാര ഹദരഘടകസി. കള്ളത്തനം പ്രവചിക്കുന്നത് ചിന്തിക്കണം, ഇതിനകത്ത് വിടുതൽ നടക്കും. കുറവുണ്ടെങ്കിൽ വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം, അവിടെയാണ് വിടുതൽ. പ്രൈസ് ദി ലോർഡ്. അതുരജാല ഘടക സംഭവാചക എൻ്റെ ദൂത് കറക്റ്റാ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കാൻ ഒന്നുമില്ല. അകത്ത് ആത്മീകമുണ്ടെങ്കിൽ മാത്രമേ വിടുതൽ ഉണ്ടാകൂ. അകത്ത് കൃപ പ്രാപിച്ച ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അകത്ത് അഭിഷേകം പ്രാപിച്ചവർക്കായി അകത്തൊരു പ്രത്യേക ദർശനം. ദാനിയേലിനെ പോലെ നിന്നെ തന്നെ ഒന്ന് കാണേണ്ടതിന് ഒരു ദർശനം ഈ പകൽക്കാലം പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ചിലരുടെ പരിപാടി അവരവരുടെ ദർശനം കാണത്തില്ല, മറ്റുള്ളവരുടെ വെളിപ്പാട് കണ്ടുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവരുടെ കള്ളത്തരം അവർ കണ്ടുപിടിക്കത്തില്ല, അവരുടെ പിന്മാറ്റം അവർ കണ്ടുപിടിക്കത്തില്ല, അവരുടെ ചീത്തവിളി അവർ കണ്ടുപിടിക്കത്തില്ല, അവർ മൊബൈലിലും നെറ്റിലും കയറി അർദ്ധരാത്രി കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടുപിടിക്കത്തില്ല. അവർ തന്നെ മറ്റുള്ളവർക്ക് പ്രവചനം പറഞ്ഞുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതൊരു പ്രവചനമല്ല, അതാണ് കുറ്റം പറയുന്ന പരിപാടി എന്ന് പറയുന്ന സാധനം. പ്രൈസ് ദി ലോർഡ്. അവരവർ ദാനിയേൽ പറഞ്ഞു, ഈ ദർശനം ഞാൻ മാത്രമേ കണ്ടുള്ളൂ, മറ്റാരും കണ്ടില്ല. ആ വേദപുസ്തകത്തിൽ ബൈബിൾ വായിക്കുന്ന അങ്ങനെയാണ്. ഞാൻ മാത്രമേ ഇത് കണ്ടുള്ളൂ. കണ്ടവർക്ക് മാത്രമേ പറയാൻ പറ്റൂ, കാണാത്തവർക്ക് പറയാൻ പറ്റുന്നതല്ല. കാണാതെ എന്തെങ്കിലും നീ കൈയിട്ട് പറഞ്ഞാൽ, കൈന്നിട്ട് പറഞ്ഞാൽ 2015 ന്യായവിധി ഉറപ്പായിട്ടുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുരജാനഘടക സംഭവാരകൾക്കര വൈക്ഷസി. അപ്പൊ അതുകൊണ്ട് ശക്തമായി ഈ പകൽക്കാലം പ്രാർത്ഥിക്കണം. നമ്മുടെ ഹൃദയം, ഞാൻ രാവിലെ ചോദിക്കുന്നു, എല്ലാവരുടെയും ഹൃദയം ഒരുപോലെയാണോ? വചനത്തിൽ വളരെ ശ്രദ്ധ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഒന്നും വേണ്ട, പെന്തക്കോസുകാരായ പല ഡിനോമിനേഷനിൽപ്പെട്ട എല്ലാവരെയും ഹൃദയം ഒന്നുപോലാണ്. യേശു പച്ച എന്നേ വന്നനെ. നമ്മുടെ ഹൃദയം മാത്രം ചൂടഹദരജനകസി. ഈ പകൽക്കാലം ഹൃദയത്തിന്റെ ആഴത്തിൽ, ഹൃദയത്തിന്റെ ഉള്ളറകൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ കരയുന്ന ചിലരുടെ വിഷയത്തിന്റെ മേൽ, എല്ലാവരുടെയും അല്ല, ചിലരുടെ വിഷയത്തിന്റെ മേൽ, നിഷ്കളങ്കതയുള്ളവരുടെ മേലും സഭയോട് ചേർന്ന് നിൽക്കുന്നവരുടെ മേലും കർത്താവ് ചലിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഞാൻ വന്നത് കൊണ്ടല്ല, ഇനിയൊരു ദൈവദാസൻ വരുന്നത് കൊണ്ടല്ല, സഭയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയേ പറ്റൂ. അവിടെയാണ് വിടുതൽ. സഭയുടെ പ്രാർത്ഥനയ്ക്കാണ് മറുപടി. അപ്പൊ ശ്രദ്ധിക്കണമേ, അദ്ദേഹം കണ്ട ദർശനം മഹാ കഷ്ടമുള്ളത്. ഞാൻ എൻ്റെ ഒരു സാക്ഷ്യത്തിന്റെ ഒരു 1-2 വാക്കൂടെ പറഞ്ഞിട്ട് പോകാൻ പോവുക. ഞാൻ 15 വർഷത്തിന് മുമ്പ് മസ്കറ്റിൽ ജോലിയോടുള്ള ബന്ധത്തിലായിരുന്ന ഒരാളാണ്. ജോലി 15 വർഷത്തിന് മുമ്പേ. അന്ന് വളരെയധികം കഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്കൊരാഗ്രഹമുണ്ട്, ഫ്ലൈറ്റിനകം സ്വർഗമെന്ന് എല്ലാവരും പറയുന്നുണ്ട്, ആ സ്വർഗത്തിനകത്തേക്ക് എനിക്കൊന്ന് കയറണം. കയറിയവർക്ക് അറിയാം, അത് സ്വർഗമൊന്നുമല്ല, അതിനെപ്പോലെ പേടിച്ചൊരു പോക്ക് വേറെ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അത് സ്വർഗമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഞാൻ കയറിയതാണ് 15 വർഷത്തിന് മുന്നേ. അതിനകത്തോ കയറി ഒന്ന് കൊണ്ടങ്ങോട്ട് പൊങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇത് സ്വർഗമല്ല, ഇതൊരു പേടിച്ചുള്ള യാത്രയാണ്. ഭയങ്കര ഭയാനകമായ പേടിച്ചുള്ള യാത്ര. പോയിട്ടുള്ളവരിവിടെ ഇരിപ്പുണ്ടല്ലോ, ഇനി പോകാൻ പോകുന്നവരുണ്ട്, പോയിട്ട് വന്നതിന് ശേഷം പോകാൻ പറ്റാതിരിക്കുന്നവരുണ്ട്. ചിലർക്കൊക്കെ കർത്താവ് വഴികൾ തുറക്കാൻ പോകുക. അവിടെ ചെന്നിറങ്ങി. സ്തോത്രം. അപ്പോൾ എനിക്ക് പ്രസംഗം ഒട്ടും ഇഷ്ടമല്ല, ഉപദേശിയാകാൻ താല്പര്യമില്ല. ഉപദേശിമാരുടെ കള്ളത്തനം കണ്ടപ്പോൾ ഉപദേശിയാകാൻ താല്പര്യമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, ഞാൻ വിദേശത്ത് പോയി. സ്നാനപ്പെട്ടതിന് ശേഷം പോകുന്നത്. സ്നാനപ്പെട്ടതിന് ശേഷം ഞാൻ വിദേശത്ത് പോയെങ്കിലും സ്നാനപ്പെട്ടിട്ടും എനിക്കൊരു 3 വർഷം ഭയങ്കര കള്ളത്തനമായിരുന്നു. നിങ്ങളൊക്കെ നല്ലവരാണ്, നിങ്ങൾ നല്ലവരെന്ന് പറഞ്ഞെങ്കിൽ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റൂ. പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്നാനപ്പെട്ടതാണ്. സ്നാനപ്പെട്ടിട്ട് ഒരു 3 വർഷം തുടരെ കള്ളത്തനം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. എൻ്റെ കാര്യം ഞാൻ പറയാം. ചിലർ പറയില്ല, ചിലർ പറയും ഞാൻ ഭയങ്കര വിശുദ്ധനാണ്. അത് ഏറ്റവും കുഴപ്പമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വേറെ ഒരു കള്ളത്തരമൊന്നുമില്ല എനിക്ക്. ഞാൻ പ്രാർത്ഥിക്കും, ഞാൻ ഉപവസിക്കും. ഞങ്ങളുടെ ദൈവസഭയിൽ പാസ്റ്റർ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉള്ള ദശാംശം കറക്റ്റ് ആ ചർച്ചയിൽ കൊടുക്കണം, വേറെ ആർക്കും കൊടുക്കരുത്. വേറെ ആർക്കും കൊടുക്കരുത്. ഞങ്ങളുടെ മാതൃസഭയിലെ പാസ്റ്റർ സ്നാനപ്പെടുത്തിൻ്റെ അന്ന് ഞങ്ങളെ പഠിപ്പിക്കുന്ന ഒരു ക്ലാസ്സാണ്. നിങ്ങളെയൊക്കെ അങ്ങനെ ആയിരിക്കും. വേറെ ആർക്കും കൊടുക്കരുത്, വേറെ ഒരിടത്തും കൊടുക്കരുത്, ഇങ്ങനെയൊക്കെ അദ്ദേഹം പറയും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പം എനിക്ക് ഈ പൈസയിലെ വിഷയത്തിലാണ് കള്ളത്തരം, ബാക്കിയൊക്കെ ഓക്കെ. അന്യഭാഷ പറയും, ഉപവസിക്കും, എല്ലാവരും ചാടുമെങ്കിൽ ഞാനും ഒന്ന് ചാടി അഭിനയിച്ചൊക്കെ നോക്കും. പിന്നെ കൈ പിടിച്ച് നൃത്തം ചെയ്യുള്ളൂ, അങ്ങനെ ഞാൻ വേണമെങ്കിൽ ചെയ്യുമായിരുന്നു. പക്ഷെ പൈസ വിഷയം വരും കൂട്ട കള്ളത്തനം. നിങ്ങളെല്ലാവരും നല്ലവരാണ്. കള്ളത്തനം ഉള്ളവരുണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരപ്പെട്ടോ. പ്രൈസ് ദി ലോർഡ്. ചിന്തിക്കും, കഷ്ടാലത്തിന് ഇയാളെ എവിടെ നിന്ന് കൊണ്ടുപോകും. ചിലരൊക്കെ ഒന്ന് നോക്കി പേടിപ്പിച്ചുകൊണ്ടിരുന്നു ഈ പയ്യന്മാരൊക്കെ. സ്വപ്പ കഴിയുമ്പോൾ എന്തൊക്കെയാണെന്ന് അറിയാൻ പോവുക. ഹല്ലേലൂയ. സ്തോത്രം. അപ്പോൾ ഈ കാശിൻ്റെ വിഷയം വന്നപ്പോൾ എനിക്കന്ന് 15 വർഷം മുമ്പ് ഇന്ത്യൻ രൂപ 6000 രൂപ ശമ്പളം കിട്ടുമായിരുന്നു മസ്കറ്റിൽ, ഒമാനിൽ. ഈ 6000 രൂപ 100 രൂപ നോട്ട് ചർച്ചയിൽ കൊടുക്കുന്ന കളിച്ച കളിയാണ്. 100 ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം. അഡ്ജസ്റ്റ്മെൻ്റ് ആണ് വിടുതലിന് തടസ്സം.
പ്രൈസ് ദി ലോർഡ്. എവിടെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടുണ്ടോ അവിടെ പരാജയം ഉണ്ടായിട്ടുണ്ട്, അവിടെ തകർന്നിട്ടുണ്ട്. ഇനിയെങ്കിലും അഭിഷേകം പ്രാപിച്ച അഡ്ജസ്റ്റ്മെന്റ് മാറ്റിയിട്ട് സത്യം പറയാൻ പ്രാർത്ഥിക്കുക. അതിനകത്താണ് കർത്താവ് അത്ഭുതം ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ചൂടഭാരഘടകസി ഈ 6000 രൂപ 600 രൂപ നോട്ട് കൊടുക്കാൻ മടിച്ച് സ്വത്രം ഒന്നും കൊടുക്കാതെ ആയി. അദ്ദേഹത്തെ വിളിയില്ല, ഫോൺ ചെയ്തോലെ ഒന്നുമില്ല. 15 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരാഗ്രഹം, ചത്തു പോണതിന് മുമ്പ് എൻ്റെ പാസ്റ്ററെ ഒന്ന് വിളിക്കണം, മരിക്കുന്നതിന് മുമ്പ്. കാരണം സഹിക്കാൻ പറ്റാത്തൊരു വേദന എൻ്റെ ലിവറിനകത്ത് വന്നു. അതാണ് ഞാൻ ഈ ഉപദേശമാകാൻ കാരണം. സ്തോത്രം. ലിവറിനകത്ത് വേദന കൂടിയപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞു, എനിക്ക് ഇത്തിരി അസ്വസ്ഥയൊക്കെ ഉണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണം, പ്രൈസ് ദി ലോർഡ്, ശക്തമായി പ്രാർത്ഥിക്കണം. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നീ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും പോയ അന്ന് മുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് പെന്തക്കോസ്തുകാരുടെ നമ്മുടെ പ്രത്യേകത. വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും സഭ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. പ്രവാചകനെ വിളിച്ചാലേ അദ്ദേഹം പ്രാർത്ഥിക്കൂ, സഭ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും പ്രാർത്ഥിക്കും. പ്രവാചകൻ അടിക്കടി മിസ് കോൾ അടിച്ചാലേ അയാൾ വിളിച്ച് എന്തെങ്കിലും നിന്റെ ആശ്വാസവാക്ക് പറയും. പക്ഷേ സഭ മാത്രമേ പ്രാർത്ഥിക്കാറുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സഭ പ്രാർത്ഥിച്ചാൽ ചിലരെന്ന് വെച്ചാൽ പ്രവാചകനെ ഇടത്തോട്ടും വലത്തും അങ്ങേക്ക് ഉറക്കം പോലും കൊടുക്കില്ല. നിങ്ങളെല്ലാം നല്ലവരാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഈ കാശിന് വേണ്ടി പ്രസംഗിക്കാറില്ല. സൈക്കിൾ പോലും ഇല്ലാത്ത എൻ്റെ ജീവിതം ഇഷ്ടം പോലെ കാശ് കർത്താവ് എനിക്ക് തന്നു കഴിഞ്ഞു. പ്രൈസ്. അപ്പോൾ അതുകൊണ്ട് ആരും സൂപ്പിക്കുന്നതിന് താല്പര്യമൊന്നുമില്ല. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അധാരഘടകസി. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ തോന്നുന്നതും വന്നതും പെയ്യതും നിന്നതും ബുദ്ധിക്കകത്ത് കിടക്കുന്നതും പിന്നെ നിന്നെ കണ്ട ആ രീതിയൊക്കെ കൂടെ വെച്ച് 2 കാച്ച് പ്രവചനം. ഒരാളെ കാണുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലാവും ചില ആൾക്കാർക്ക്, ഇന്നയാളാണ്. പിന്നെ ഏതെങ്കിലും അവരെ കുറിച്ച് ഒരു വാക്ക് കിട്ടിയ ബാക്കി ചകഞ്ഞ് കയ്യിൽ നിന്നും കൂടെ ഇട്ടുകൊണ്ട് പറയും. പ്രൈസ് ദി ലോർഡ്. വിഷയം അറിയാൻ വേണ്ടി വിളിക്കുന്നവർ. പക്ഷെ സഭ അങ്ങനെയല്ല. പാസ്റ്റർ പറഞ്ഞ ഇങ്ങനെയാണ്, നീ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും നീ പോയതിന് അന്ന് മുതൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ പാസ്റ്ററും വിശ്വാസികളും. അങ്ങനെ ഈ പകൽക്കാലം പ്രാർത്ഥിക്കുന്നവരോട് നീ വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും കൊടുത്താലും കൊടുത്തില്ലെങ്കിലും ഈ സഭ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് ജീവിച്ചിരിക്കുന്നത്. പ്രൈസ്. മരണം വരുമെന്ന് പറഞ്ഞിട്ടും അനർത്ഥം വരുമെന്ന് പറഞ്ഞിട്ടും അപകടം പാഞ്ഞു കയറിയപ്പോഴും വാഹനത്തെയും എന്നെയും നിങ്ങളെയും ആരോ എടുത്തു മാറ്റുന്ന പോലെ വിടുവിച്ചത് നമ്മുടെ മിടുക്കല്ല, നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിഫിക്കേഷൻ അല്ല, നമുക്ക് സൂപ്പർ വീടുള്ളത് കൊണ്ടല്ല, സൂപ്പർ സൗന്ദര്യമുള്ളത് കൊണ്ടല്ല, ഈ സഭയുടെ പ്രാർത്ഥനയാ. പ്രൈസ് ദി ലോർഡ്. ശിബല ഹജന ഹദുരമന ഘടക ശംദരാദരാദി. യേശുവിന്റെ രക്തം ചെയ്യാം ദൈവ സാന്നിധ്യത്തിനായി പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപ വെളിപ്പെട്ടുകൊണ്ടിരിക്കട്ടെ. അതുരജാനഘടകം സഭയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവിക വിടുതൽ ഈ പകൽക്കാലം വെളിപ്പെട്ട് വരുവാൻ ശക്തിയോടെ സഭ ഉണർന്ന് പ്രാർത്ഥിക്കണം. പ്രൈസ് ദി ലോർഡ്. ചൂടാപാരാപാര. എനിക്കൊരാഗ്രഹം, സ്തോത്രം, ഈ മരിക്കുന്നതിന് മുമ്പ് ദൈവദാസനെയും സഭയും ബന്ധുക്കളെയും ചർച്ചക്കാരെയും ഒന്ന് കാണണം. അപ്പോൾ എനിക്ക് വിദേശത്തിൽ അത്യാഗ്രഹപ്പെട്ട് പോയി ഞാനന്ന് ഫ്ലൈറ്റിൽ കയറാൻ കൊതിച്ചു പോയപ്പോൾ കിട്ടിയ ജോലിയും കൂടെ ഒന്ന് പറയാം. ചിലരൊക്കെ പറഞ്ഞു എനിക്ക് ഓഫീസിലാണ് പണി, എനിക്ക് AC-ലാണെന്ന്. ഞാൻ പനയിലാണ് കയറിയത് 2.5 വർഷം. ഗൾഫിൽ പോയിട്ടുള്ളവർക്ക് അറിയാവും. 2.5 വർഷം അവിടുത്തെ ഈന്തപ്പനയെ കയറ്റവരുത് എൻ്റെ ജോലി. എന്നെ വന്ന് കണ്ട പാസ്റ്റേഴ്സ് ഒത്തിരി ആൾക്കാരുണ്ട്. ഒത്തിരി കറണ്ടില്ലാത്ത റൂമിലാണ് ഞാൻ 2.5 വർഷവും താമസിച്ചത് ഒമാനിൽ. അതോടുകൂടി എൻ്റെ ഫ്ലൈറ്റിൽ സ്വർഗ്ഗ യാത്ര എന്നുള്ള മനസ്സിലാക്കി മതിയാക്കാറായപ്പോഴാണ് ലിവറിൽ പ്രശ്നം ഉണ്ടായത്. 2.5 വർഷത്തോളമായപ്പോൾ അവിടെ നിന്ന് നാട്ടിലേക്ക് കടത്തിവിട്ട് ശരീരം മൊത്തം നീരായി. നീര് കൊണ്ട് മൂടി, കണ്ണൊക്കെ വല്ലാതെ ഉന്തി, ലബ്ലനാകാത്തത് കൊണ്ട് ശരീരം മൊത്തം നീരായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഒരു ദിവസം അഡ്മിറ്റായി, വീട്ടിലായിരുന്നു. 2ാമത്തെ ദിവസം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അഡ്മിറ്റ് ആയപ്പോൾ 4 ഡോക്ടേഴ്സ് മാറി നോക്കി. അവരൊക്കെ പറഞ്ഞ് ലിവറിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റ് കേട് പിടിച്ച് ദ്രവിച്ച് നശിച്ചിരിക്കാൻ ഒരു ഓപ്പറേഷൻ ഉണ്ട്. ഓപ്പറേഷൻ നടക്കുമ്പോൾ തന്നെ ഇദ്ദേഹം ലോകം വിട്ട് മാറ്റപ്പെടും, അതല്ലെങ്കിൽ മരിച്ചു പോകും. മനുഷ്യ ഡോക്ടർ വിധിയെഴുതിയ സ്ഥാനത്ത് ദൈവസഭയും ദൈവദാസനും ശക്തമായി പ്രാർത്ഥിച്ചു. ശക്തമായി അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ വാക്ക് എന്നും എൻ്റെ ഹൃദയത്തിൽ, കർത്താവേ ഇദ്ദേഹത്തിന്റെ ജീവനാപത്ത് വരരുത്. കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, ജീവനാപത്ത് വരല്ലേ ദൈവമേ, വിടുവിച്ചേ പറ്റൂ. ഇവന്റെ കുറവ് ഇവനോട് ക്ഷമിച്ചിട്ട്, ഇവന്റെ കള്ളത്തനം ഇവനോട് ക്ഷമിച്ചിട്ട്, ഇവൻ പോയ റൂട്ടുകൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുള്ള ഇവനോട് ക്ഷമിച്ചിട്ട് ഇവനെ വിടുവിച്ചേ പറ്റത്തുള്ള സഭ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ തീ എൻ്റെ ലിവറിനകത്തേക്ക് ഇറങ്ങാനിടയായി. പ്രൈസ് ദി ലോർഡ്. ഓപ്പറേഷൻ വിധി എഴുതി എന്നെ മനുഷ്യ ഡോക്ടർ അതിശയം കുറത്തക്ക നിലവാരത്തിൽ ഇന്ന് വരെ കത്തിവെക്കാൻ അനുവാദം കൊടുക്കാതെ കൊച്ചു ലിവർ പോലെ ആക്കി മാറ്റി. ചൂടമാന നീണ്ട 15 വർഷം കൊണ്ട് പ്രസംഗിക്കാൻ അവസരം തന്നത് എൻ്റെ കഴിവല്ല, പ്രാർത്ഥിച്ച സഭയുടെ പ്രാർത്ഥനയാ. ലിവറിനകത്ത് നിനക്ക് ഇന്ന് ഈ പകലിൽ മുഴയുണ്ടെങ്കിൽ, വയറിനകത്ത് മുഴയുണ്ടെങ്കിൽ, ഹാർട്ടിനകത്ത് ബ്ലോക്ക് ഉണ്ടെങ്കിൽ,
പകൽ ഞാൻ വിശ്വസിക്കുന്നു, എനിക്ക് മാത്രമല്ല വിടുതൽ, നിന്നെ വിടുവിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഈ പകൽക്കാലം വന്നിട്ടുണ്ടെന്ന് നീ വിശ്വസിക്കുക. കഴിക്കുന്ന മെഡിസിൻ നീ വിശ്വസിക്കണ്ട, അന്തരാജകര പറഞ്ഞ ഡോക്ടറുടെ വാക്ക് നീ വിശ്വസിക്കണ്ട, ആ കർത്താവിനെ വിശ്വസിക്കുക. അവന്റെ ശക്തി ഈ പകൽക്കാലം നിന്റെ രോഗമിരിക്കുന്ന ഭാഗത്തേക്ക് ഇറങ്ങി ചെല്ലട്ടെ. രോഗങ്ങൾ മാറട്ടെ, അധരജനകടകസി മുഴകൾ മാറട്ടെ, ലിവറിനകത്തുള്ള വീർക്കം മാറട്ടെ. ഹാർട്ടിന്റെ ഒരു ഭാഗം സൂചിയിട്ട് കുത്തുമല കുത്തലിടുന്ന ആ പോരുകൾ യേശുവിന്റെ നാമത്തിൽ അഴിയട്ടെ. ശ്രദ്ധിക്കണമേ, ഈ കണ്ട കാര്യം വെളിപ്പെട്ട സമയം മുതൽ പ്രാർത്ഥന ആരംഭിച്ചു. വാക്യം അങ്ങനെയാ, ഹല്ലേലൂയ. വെളിപ്പെട്ട സമയം മുതൽ ശക്തമായി പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥന ആരംഭിച്ചു. പ്രാർത്ഥനകൾ വെളിപ്പെടുന്ന പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധ വെച്ചു. പ്രാർത്ഥിക്കുന്നവരോട്, ഈ പകൽക്കാലം വന്നിരിക്കുന്ന യൗവനക്കാരായ സഹോദരങ്ങളോട്, പഠിക്കുന്നവരോട്, നിന്റെ ശ്രദ്ധ ഇവിടെയാണെങ്കിൽ ഈ പകൽക്കാലം വിടുതൽ നടക്കും. നിന്റെ ശ്രദ്ധ വീട്ടിലാണോ, അതേ മെസ്സേജിനാണോ, മിസ് കോളിനാണോ, ഇന്റർനെറ്റാണോ ശ്രദ്ധയാണെങ്കിൽ ദൈവപ്രവൃത്തി വെളിപ്പെടത്തില്ല. വിടേണ്ടത് വിട്ടിട്ട് മടങ്ങി വന്നിരിക്കാൻ തയ്യാറായാൽ ഈ പകൽക്കാലം മുട്ടുകുത്തിയത് പരാജയമല്ല, കർത്താവ് ചലിക്കാൻ പോകുകയാണ്. പൈസലോ, ശ്രദ്ധ ഒരു ഭയങ്കര വിഷയമാണ്. പ്രാർത്ഥിക്കുന്നവർക്ക് ശ്രദ്ധ വേണം, അശ്രദ്ധ മാറ്റണം. നമുക്കറിയാം, വാഹനം ഓടിക്കുന്ന ഡ്രൈവേഴ്സ് വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നാശകാലമാണ്. ഞാനിപ്പോൾ ഇങ്ങോട്ട് നെയ്യാറ്റുകര ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ റോഡ് പണി നടക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. അവിടെ റോഡ് പണി നടക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രൈസലോട് പാപ്പനം കൊണ്ട് അപ്പുറം തിരിച്ചിങ്ങനെ കറക്കിയാ വണ്ടി വിട്ടെ. അപ്പൊ ശ്രദ്ധിച്ചില്ലെങ്കിൽ ആക്സിഡന്റ് ഉണ്ടാകും. പ്രാർത്ഥിക്കുന്നവരോട് ആത്മീക കോളം എങ്ങനെയെങ്കിലും പോകേണ്ടതല്ല, ശ്രദ്ധിക്കേണ്ടതാ. പ്രൈസലോട് ആത്മീക കോളത്തെ ശ്രദ്ധിക്കണം. നിത്യത വരെ എത്തുന്ന സമയം വരെ, ദൈവം നിന്നോട് പറഞ്ഞ വാഴ്ത്തത്വം നിറവേറുന്ന സമയം വരെ ഇത് എങ്ങനെയെങ്കിലും വണ്ടി ഓട്ടിക്കാമെന്ന് ചിന്തിക്കരുത്, എങ്ങനെയെങ്കിലും ഓടാമെന്ന് ചിന്തിക്കരുത്, എങ്ങനെയെങ്കിലും പ്രാർത്ഥിച്ചു പോകാമെന്നല്ല. ശ്രദ്ധിക്കാൻ തയ്യാറായാൽ നിനക്ക് മാത്രമല്ല വിടുതൽ, നിന്റെ കുടുംബത്തിന് ഇവിടെ വെളിപ്പെടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് മണിക്കൂറുകൾ സമയം വേറിട്ടിരുന്ന് പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നവരുടെ മേൽ വിടുതൽ നടക്കും. ചില അമ്മമാരുടെ കണ്ണുനീരുകൾ തലമുറകളെ പണിയുന്ന വർഷമാണ് 2015. റീഗാബ ശബ്ദരാജകന് ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ, കർത്താവേ, വന്യരാജ്യത്തിനായി എൻ്റെ കുഞ്ഞിൻ്റെ മേലൊരു അത്ഭുതം നടക്കും ചോദിക്കുന്നതിൽ അമ്മമാർ ഈ പകൽക്കാലം വന്നിട്ടുണ്ട്. നിന്റെ കരച്ചിലിനകത്ത് സത്യമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ചലിക്കാൻ പോകുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കുകയാണ്. ശ്രദ്ധിച്ചു, ആ വിഷയത്തേക്ക് ശ്രദ്ധിച്ചു. പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ച് പഠിച്ച്, ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ച്, യാത്രയിൽ ശ്രദ്ധിച്ച്, ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ വീഴാതെ ഞാനൊരു പെന്തക്കോസ്തുകാരനൊരു ശ്രദ്ധയുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. സ്നാനപ്പെട്ടവരോട് അഭിഷേകം പ്രാപിച്ച എനിക്കൊരു ഒരു അപേക്ഷയോടൊപ്പം ഉണ്ട്. ദൂത ആത്മീയരായിരിക്കും ഞാനും നിങ്ങളൊരു ശ്രദ്ധയുണ്ടായിരിക്കണം. നമ്മൾ ആരാധിക്കുന്നവരാണ്, നമ്മൾ സ്നാനപ്പെട്ടവരാണ്, നമ്മൾ ദൈവഗീതമില്ലാത്ത വാക്കുകളും റൂട്ടുകളിൽ പോകേണ്ടവരല്ല. തികച്ചും ഞാനൊരു പെന്തക്കോസായ വ്യക്തിയാണ്. ഞാൻ പെന്തക്കോസിലായത് മുഖാന്തരം എന്നെ നിന്ദിച്ചവിടെ നടുവിൽ ഞാൻ ശ്രദ്ധിച്ച് തന്നെ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. നീ ഏത് റൂട്ടിൽ പോകുന്നു, ഏതൊക്കെ രീതിയിൽ പോകുന്നു, നിന്നെ ശ്രദ്ധിക്കുന്ന ദേശമുണ്ട്, നിന്നെ ശ്രദ്ധിക്കുന്ന ബന്ധുക്കളുണ്ട്, നിന്നെ ശ്രദ്ധിക്കുന്ന ചാർച്ചക്കാരുണ്ട്. സ്നാനപ്പെടാതെ സ്നാനപ്പെട്ട നിന്നെ കുറ്റം പറഞ്ഞ പിന്മാറ്റക്കാരനും അഹങ്കാരികളും കിടപ്പുണ്ട്. അവൻ നിന്നെ ശ്രദ്ധിക്കുമ്പോൾ നീ ശരിക്കൊരു ആത്മീകമുള്ള വ്യക്തിയാണെന്ന് അവർ പറയത്തക്ക നിലവാരത്തിൽ നിന്റെ മേലൊരു ശ്രദ്ധ വെളിപ്പെട്ട് വരട്ടെ. പ്രൈസ് ദി ലോർഡ്. അവൻ ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദാനിയേൽ എന്ന ഞാൻ മാത്രം. 7-ാമത്തെ വാക്യം പെട്ടെന്ന് വായിച്ച വിഷയത്തിലേക്ക് മടങ്ങി വരാം. എന്നോടുകൂടെ ഉണ്ടായിരുന്ന ആളുകൾ ദർശനം കണ്ടില്ല, പിടിച്ചിട്ട് ഓടി ഒളിച്ചു. അടുത്ത വാക്യം കൂടെ ശ്രദ്ധിക്കണമേ. ദർശനം കണ്ട ദാനിയേൽ പറയുന്നു, ദാനിയേൽ എന്ന ഞാൻ മാത്രം. ഇവിടെ ഇരിക്കുന്ന സഹോദരിമാരോ കുഞ്ഞുങ്ങളോ ഒരു ദർശനം കണ്ടാൽ അജാനക ചിലരൊക്കെ ഒരു പരിപാടി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ദർശനം കാണുന്ന ഒരാള് ആളിടെ കേട്ട് മനസ്സിലാക്കി കേൾക്കുന്ന വ്യക്തി ഞാൻ കണ്ടെന്ന് പറഞ്ഞ് അടിച്ച് പൂശി വിടുന്നവരുണ്ട്. ചരിത്രത്തിൽ പ്രവചനമില്ലാത്ത പ്രവചിക്കാത്ത വ്യക്തികൾ വിദേശത്ത് വന്ന് മറ്റുള്ളവരുടെ പ്രവചനം കേട്ട് ഞാൻ കണ്ടെന്ന് പറഞ്ഞ് പ്രവചിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ വെളിപ്പാടില്ലാത്ത, ദർശനമില്ലാത്ത, അചാരകസി കൃപയില്ലാത്ത ദൈവവേദന എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞ് അഭിനയിക്കരുത്. ദൈവത്തിന്ന് പ്രാപിച്ചു പറയണം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്ന് പ്രാപിക്കുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അജാലകസ് ദാനിയേൽ എന്ന ഞാൻ മാത്രം സത്യമുള്ള, നിഷ്കളങ്കതയുള്ള, നിർമ്മലതയുള്ള, കള്ളത്തരമില്ലാത്ത,
അജാലഘടകസി. ശരിക്കും മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്ന ദാനിയേലും മാത്രം വെളിപ്പാട് കണ്ടെങ്കിൽ പ്രാർത്ഥിക്കുന്നവരോട് ആരൊക്കെ തടഞ്ഞാലും നിനക്കുള്ള വെളിപ്പാട് കർത്താവ് നിനക്ക് തന്നെ തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. നിന്റെ വീട്ടിനകത്ത് വരേണ്ടത്, നിന്റെ കുടുംബത്തിനകത്ത് വരേണ്ടത്, നിന്റെ തലമുറയ്ക്ക് വരേണ്ടത്, ആരൊക്കെ ആഭിചാരം ചെയ്താലും ചെയ്തവനും ചെയ്യിച്ചവനും നോക്കി നിൽക്കേ കർത്താവ് നിനക്കൊരു വഴിയൊരുക്കും. അടകജനാദി സ്വസ്ഥതയോടെ വീട്ടിൽ പാർക്കാൻ അനുവദിക്കത്തില്ലെന്ന് പ്രാർത്ഥനയ്ക്ക് വിരുദ്ധമായി എഴുന്നേൽക്കുന്ന ചില അന്ധകാര ജനഘടകസി ആഭിചാരകരെ 2015 കർത്താവ് തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നവരെ പണിയാൻ പോകുന്ന വർഷമാകെ ഓർത്ത് അതുരാജകൽക്കര വൈഡമന ഘടകസി ഈ പൽക്കം ദൈവത്തെ സ്തുതിക്കുകയാണ്. ഈ പൽക്കലെ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ ദർശനത്തെ ബന്ധിച്ച ചില ആഭിചാരത്തിന്റെ വ്യാപാരങ്ങൾ ഈ പൽക്കാലം അഴിയുകയാണ്. ധീരജാല ഘടകജാല ഘടകസി വൈഡമാരഹം കണ്ട ദർശനത്തിന്റെ കലവറകൾ തുറക്കട്ടെ. നഷ്ടപ്പെട്ട ദർശനങ്ങൾ തിരിച്ചു പ്രാപിക്കട്ടെ. നഷ്ടപ്പെട്ട വെളിപ്പാട് തിരിച്ചു പ്രാപിക്കട്ടെ. നഷ്ടപ്പെട്ട ആരാധനയുടെ തീ ഈ പൽക്കല ഹോളിനകത്ത് മുഴങ്ങട്ടെ. ചീരാമ ഹത്തന വൈഡമന ഹത്തുനി വികാര അന്തരാജകൽക്കന വൈഡമന ഘടകസി. യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. യൗവനക്കാരുടെ അഭിഷേകത്തിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. അവരെ വിദ്യാഭ്യാസ തടസ്സം ഈ പകൽക്കാലം മാറട്ടെ. യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ആലയത്തിന്റെ മേൽ വെളിപ്പെട്ടു വരട്ടെ. വെളിപ്പാടുകൾ കാണുകയാണ്, ദർശനങ്ങൾ കാണട്ടെ. ദാനിയേൽ മാത്രം കണ്ടതുപോലെ ഈ സഭ ചിലതൊക്കെ കാണട്ടെ. ഈ സഭ ഉയരട്ടെ. സഭയുടെ പേര് നശിപ്പിക്കാൻ ശ്രമിക്കുന്ന സകല പോരുകളും അഴിയട്ടെ. സ്തോത്രം. അപ്പോൾ തന്നെ ശക്തമായി പ്രാർത്ഥി. 2015 പിന്മാറ്റക്കാരെ തൊടാൻ പോവുകയാണ്. പ്രാർത്ഥിച്ചാൽ പോലും വിടുതൽ കിട്ടാത്ത രോഗത്തിന്റെ മണ്ഡലത്തിലേക്ക് ഷിമന ഹജന കുറിച്ചിട്ടോ വൈഷമന ഹതരജന ഘടകം 2015 പിന്മാറ്റക്കാരെ തൊടാൻ പോകുന്നു. സഭ കേട്ടോ, അതുരജാല ഘടകരഗതി. പ്രാർത്ഥിച്ചാൽ പോലും വിടുതൽ കിട്ടാത്ത ചില രോഗവിവരങ്ങളിലേക്കും ചില പ്രതികൂലത്തിന്റെ കാറ്റിലേക്കും പിന്മാറ്റക്കാരെ പിശാചല്ല അടിക്കുന്ന ദൈവം അടിക്കുമെന്ന് പരിശുദ്ധ പോൽക്കലം ദൂത് അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്മാറ്റക്കാരെ അടിക്കും. ആത്മീക ഉണ്ടായിരുന്നതിനെ തകർത്തിട്ട് അഹങ്കാരത്തോടെ ഞാൻ പ്രധാന പുള്ളിയെന്ന് പറയുന്നവനെ കർത്താവ് ഈ വർഷം അടിക്കും. ചൂടാര ഹത്തുനി ജഗൽക്കര ഞാൻ ചർച്ചിന്റെ പ്രധാന പുള്ളിയാണെന്ന് ആത്മീകമില്ലാതെ പറയുന്ന ചില തലകളെ, അത് ചില വ്യക്തികളെ അജാനകസി സിംബിതി പിടിച്ചു പറ്റിക്കൊണ്ട് അതുരജനകസി പ്രസ്ഥാനത്തിനകത്ത് ചിലതൊക്കെ കയറിപ്പറ്റാൻ ശ്രമിക്കുന്ന പിന്മാറ്റക്കാരാനായ ചില വ്യക്തികളെ, പിന്മാറ്റക്കാരികളെ ചിലതിനൊക്കെ 2015 തീരുന്നതിന് മുമ്പ് കർത്താവ് അടിക്കുമെന്ന് ദൈവാത്മാവ് അറിയിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. പിന്മാറ്റക്കാരെ ചികിത്സിക്കാൻ ഡോക്ടറെ കൊണ്ട് പറ്റത്തില്ല, കർത്താവ് ചികിത്സിച്ചാലേ പറ്റൂ. എത്ര മരുന്ന് കഴിച്ചാലും വിടുതലുണ്ടാകത്തില്ല, ചത്തുപോന്നി. കർത്താവ് വിടുവിച്ചാൽ വിടുതലാവും. കർത്താവ് വിടുവിച്ചാൽ സെക്കൻഡുകൾ മതി, വർഷങ്ങൾ വേണ്ട. എൻ്റെ ലിവറിൽ കത്തിവെക്കാൻ അനുവാദം കൊടുക്കാതെ സെക്കൻഡുകൾ കൊണ്ടാണ് തമ്പുരാൻ സൗഖ്യമാക്കിയത്. സെക്കൻഡുകൾ. അതുരജാനഘടകസി. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം പ്രാർത്ഥന പൊളിഞ്ഞ് ആത്മീകം നഷ്ടപ്പെട്ട് പണ്ടത്തെ ഒരു ആത്മീക തീഷ്ണത ഇല്ലാതെ ആത്മീകത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ഈ പകൽ കരഞ്ഞു മടങ്ങി വരാൻ തയ്യാറായാൽ വിടുതലുണ്ടോ, അല്ലെങ്കിൽ പരാജയം സംഭവിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വായിച്ചറിയാം, ഞാൻ മാത്രം ഈ ദർശനം കണ്ടു, മറ്റാരും എന്ത് ചെയ്തില്ല, കണ്ടില്ല. കണ്ടപ്പോൾ വീണ്ടും പറഞ്ഞു, ഞാൻ തനിച്ചായി, ഒറ്റയ്ക്ക്. രാത്രികളിൽ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്ന ചിലർ ഇവിടെ ഇരിപ്പുണ്ട്. ഒറ്റയ്ക്ക് ശുശ്രൂഷയുടെ വളർച്ചയ്ക്കായി, കൃപാവരത്തിന്റെ വളർച്ചയ്ക്കായി, വെളിപ്പാടിന്റെ വളർച്ചയ്ക്കായി, ഭർത്താവിന്റെ മടങ്ങിവരവിനായി, ഭാര്യയുടെ വിടുതലിനായി, കുഞ്ഞുങ്ങളുടെ ഭാവിക്കായി തനിച്ച് അർദ്ധരാത്രികളിൽ സമയങ്ങൾ വേറിട്ടിരുന്ന് ദൈവത്തോട് നീ തനിച്ചിരിക്കുമ്പോൾ നീ തനിച്ചല്ല, നിങ്ങൾ രണ്ടുപേരായിരിക്കും. തനിച്ചല്ലെന്ന് ആരൊറ്റയ്ക്ക് എവിടെ ഇരുന്നാലും ദൈവകൃപ പ്രാപിച്ചവർ, സ്നാനപ്പെട്ടവർ, ദൈവത്തോട് പ്രയോജനപ്പെടുന്ന പിതാക്കന്മാരെ, സഹോദരിമാരെ, അഭിഷുദ്ധന്മാരെ, മനുഷ്യർ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, സഭ നിന്നെ ഒറ്റപ്പെടുത്തിയാലും, ചുടമരകടകരകസി ദേശം നിന്നെ ഒറ്റപ്പെടുത്തിയാലും, ഞാനും നിങ്ങൾ ഓമനിച്ചു വളർത്തുന്ന കുഞ്ഞുങ്ങൾ ഒറ്റപ്പെടുത്തിയാലും നീ തനിച്ചല്ല. നിനക്ക് സത്യമുണ്ടെങ്കിൽ ദൈവം നിന്നോട് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. തനിച്ചിരുന്നു.
തനിച്ചാകേണ്ട സാഹചര്യങ്ങളുണ്ട്, ഒറ്റപ്പെടുന്ന അനുഭവങ്ങളുണ്ട്. കൂടെ കൃപ എന്ന് പറഞ്ഞ് നീ നല്ല വ്യക്തി നിന്നെ കൊണ്ടു നടക്കുന്ന പെന്തക്കോസുകാർ നിന്നെ ഒറ്റപ്പെടുത്തും, സഹോദരിമാർ നിന്നെ ഒറ്റപ്പെടുത്തും, നിന്റെ കൂടെ സൈഡിൽ നിന്ന് വെളിപ്പാട് പറയുന്ന വെളിച്ചപ്പാടത്തിൽ നിന്നെ ഒറ്റപ്പെടുത്തും. വെളിപ്പാടുമുണ്ട് വെളിച്ചപ്പാടുമുണ്ട്, ഇത് രണ്ടും തിരിച്ചറിയണം. ദാനിയേൽ തിരിച്ചറിഞ്ഞു. വെളിപ്പാടുമുണ്ട്, എന്തുണ്ട്? വെളിച്ചപ്പാടും. ഇത് രണ്ടും തിരിച്ചറിയുന്ന സഭയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീ വെളിച്ചപ്പാടിൽ വീഴും, ആ നിന്നെ കൊണ്ടേ പോകൂ. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടാകുന്ന വചനത്തിൽ നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. ഈ വെളിപ്പാടുള്ളവരെ തകർക്കാൻ ഒരു പിശാചിനും കഴിയത്തില്ല. വേദപുസ്തകത്തിലെ ദൈവമാകുന്ന വെളിപ്പാട് പ്രാപിച്ച ചിലരോ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവരോടൊക്കെ എന്ത് കോമാളിത്തനം പറഞ്ഞാലും അവർക്കൊന്നറിയാം, ഈ വചന വെളിപ്പാടിനെ നിർത്തും. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാടുമുണ്ട് വെളിച്ചപ്പാടുമുണ്ട്. വെളിപ്പാട് പ്രാപിച്ച ദൈവമക്കൾക്ക് ആ ദൈവത്തെ സ്തുതിക്കുക. വെളിപ്പാട് പറയണം. വെളിവുകേട് നീ പറയരുത്, വെളിവുകേട് നീ സംസാരിക്കരുത്, വെളിവുകേട് ദൈവത്തിന് ഹിതമില്ലാത്ത വാക്കുകൾ ഉച്ചരിക്കരുത്. ദൈവഹിത പ്രകാരം വെളിപ്പാട് പ്രാപിച്ചവർ തന്നെത്താൻ താഴും, അവർ എടുത്തിയാടത്തില്ല. പ്രൈസ് ദി ലോർഡ്. തിരിച്ചറിയണം ദൈവസഭ. ചുടപരകടകസി വെളിപ്പാട് ഏതെന്ന്, ദർശനം ഏതെന്ന് തിരിച്ചറിഞ്ഞ സമയത്ത് ദാനിയേൽ പ്രാർത്ഥനയ്ക്ക് ശ്രദ്ധ വച്ചു, ശക്തമായി പ്രാർത്ഥിച്ചു. 3 ആഴ്ചവട്ടക്കാലം 21 ദിവസം ഉപവസിച്ചെന്നാണ് അവിടെ വായിച്ചത്. ആഹാര പദാർത്ഥങ്ങൾ ഭക്ഷിച്ചില്ല, മാംസങ്ങൾ ഭക്ഷിച്ചില്ല, സാധു ഭോജനങ്ങൾ ഭക്ഷിച്ചില്ല. അവൻ തനിച്ചിരുന്ന് തമ്പുരാന്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനിടയായി. ഉപവാസ പ്രാർത്ഥന 5-ാമത്തെ ദിവസം പകൽക്കാലം. പ്രിയപ്പെട്ടവരെ, ഉപവാസമാണെങ്കിലും ഇന്നത്തെ കാലഘട്ടം സുഖവാസമല്ലേ? അല്ലേ? സുഖവാസമല്ലേ ഇന്ന് ആരാ ഉപവസിക്കുന്നത്? വളരെ കുറവാണ്. പ്രൈസ് ദി ലോർഡ്. പണ്ട് എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്, എൻ്റെ അപ്പച്ചനും അമ്മയും ചൂട്ടുമിന്നി ഇടവഴി കൂടെ വയലിൻ്റെ വരമ്പത്ത് കൂടെ ഒക്കെ പോകുമ്പോൾ സമയം വിഷയമല്ല, മണിക്കൂർ വിഷയമല്ല, ഡ്യൂട്ടി വിഷയമല്ല, ഉപവാസം തന്നെ വിടുതലും കൊണ്ട് എഴുന്നേറ്റിട്ടുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്കും നിങ്ങൾക്ക് ഉപവാസമല്ലെന്ന് സുഖവാസമാണ്. അദ്ദേഹം 3 ആഴ്ചവട്ടക്കാലം 21 ദിവസം പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ വചനത്തിൽ താഴോട്ട് വായിക്കൽ പറഞ്ഞു, ദാനിയേലേ, നീ പ്രാർത്ഥിക്കാൻ തിരിച്ചറിഞ്ഞിരുന്ന ആദ്യത്തെ ദിവസം മുതൽ തന്നെ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ആയിട്ടാണ് ഞാനിത് അയക്കപ്പെട്ടിരിക്കുന്നത്. പ്രാർത്ഥിക്കുന്നവരോട് 2015 പ്രാരംഭ മാസം മുതൽ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ മേൽ കർത്താവ് ചലിക്കുകയാണ്. അതുമാത്രമല്ല, സ്നാനപ്പെട്ടതിന് ശേഷം പ്രാർത്ഥിച്ചിട്ട് ഇതുവരെയും പ്രാർത്ഥിച്ചിട്ട് വിടുതൽ കിട്ടാതിരിക്കുന്ന വിഷയം ഈ വർഷം വിടുതൽ നടക്കാൻ പോവുക. സഭാതലത്തിനകത്ത് ചില അഴിച്ചുപണികൾ നടക്കും. നമ്മുടെ പ്രസ്ഥാനത്തിന്റെ പേരിന് വിരുദ്ധമായി നിൽക്കുന്ന പ്രതികൂലങ്ങളെ കർത്താവ് അഴിച്ചുകൊണ്ട് ഒരു വിശാലയുടെ മണ്ഡലത്തിൽ നയിക്കാൻ പദ്ധതിയുണ്ട്. പ്രസ്ഥാനത്തിനകത്ത് നിൽക്കുന്ന വ്യക്തി തന്നെ പ്രസ്ഥാനത്തെ കലക്കാൻ നിൽക്കുന്ന ഉപദേശമാരെ കർത്താവ് അടിക്കാൻ പോവുക. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വളരെ കഷ്ടപ്പെട്ടാണ് ഇത് ഇതുവരെ വന്നത്. ഇതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ചുടമര ജഗരഘടക സത്യമില്ലാത്ത ചിലതിന്റെ മേൽ ദൈവത്തിന്റെ ന്യായവിധി ഉണ്ട് എന്ന് പരിശുദ്ധൻ ആവർത്തിച്ച് പറയുന്നു. സഭ ഒരുമിച്ച് പ്രാർത്ഥിച്ചാൽ അതരജാരകസി കർത്താവിന്റെ വരവ് വരെ സഭ വളർന്നുകൊണ്ടിരിക്കും. അത് തലമുറ തലമുറ കൈമാറാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. യെസ്. യേശുവിന്റെ രക്തം ചെയ്യും. പ്രസ്ഥാനത്തിന് വിരുദ്ധമായി നിൽക്കുന്ന പോരുകൾ, പ്രസ്ഥാനത്തിന് വിരുദ്ധമായ എതിരുകൾ, ആ ശാപങ്ങൾ, ആ അസൂയയുടെ വ്യാപാരങ്ങൾ ഈ പകൽക്കാലം അഴിയട്ടെ. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ വിദേശ രാജ്യങ്ങളിൽ ഈ പ്രസ്ഥാനത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ദർശനത്തിന് ശ്രദ്ധ വച്ചു. ദർശനത്തിന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 12-ാം അധ്യായം നമുക്കറിയാന്നുള്ള വാക്യമാണ്. അവിടെ വായിക്കുന്നു, പ്രാർത്ഥിച്ചു ശ്രദ്ധിച്ചു. വേഗത്തിൽ 12:5-6 വാക്യം പെട്ടെന്ന് വായിക്കും. പത്രോസിനെ തടവിൽ സൂക്ഷിച്ചു വരുമ്പോൾ സഭ ശ്രദ്ധയോടെ അവനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരോട്, ബന്ധിക്കപ്പെട്ടവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ നിനക്കൊരു ശ്രദ്ധയുണ്ടായിരിക്കണം. ചിലർക്ക് ഒരു ശ്രദ്ധയില്ലാതെ ആഭിചാരത്തിന്റെ കൂട്ടിനകത്തോട്ട് കയറിയ ശാസനയുണ്ട്. അവന്റെ കഷ്ടകാലം അവരെയും കഷ്ടകാലം. ചിലരൊക്കെ നമുക്കറിയാലോ, ഭയങ്കര കൃപയുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു മാനസാന്തരം ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. സുവിശേഷം പോലും പറയില്ല, പൈസയ്ക്ക് വേണ്ടി. വചനം പറയില്ല, മാനസാന്തരപ്പെട്ട് മടങ്ങി വരാൻ പറയത്തില്ല, എങ്ങനെയെങ്കിലും മാറസാത്താനെ മാറത്തില്ല. അത് പ്രാർത്ഥിക്കുന്ന നിനക്കും പ്രശ്നമാണ്. അതോട് ശ്രദ്ധിക്കണമെന്ന് ചുടപരജന കണ്ടകസി
പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ബന്ധിച്ച പത്രോസിന് വേണ്ടി ചൂടബാല ഹപ്തുര ജഗലക്കടകസി കൊലപാതകം നടത്തുവാൻ, കൊന്നുകളയാൻ ഗൂഢാലോചന ഹേരോദാവിന്റെ കൂട്ടരുടെയും ഗൂഢാലോചന നടക്കുമ്പോൾ സഭ ശ്രദ്ധിച്ച് അവന്റെ പേര് വെച്ച് പ്രാർത്ഥിക്കാനിടയായി. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കുന്നവരോട് ശ്രദ്ധിച്ചാണ് പ്രാർത്ഥിക്കാൻ. ദൈവഹിതമില്ലാത്ത റൂട്ടിൽ നീ പ്രവാചകൻ എന്ന് പറഞ്ഞ് ഇറങ്ങി ചെല്ലരുത്, അത് നിനക്ക് ദോഷമാവും. വീടുകളിൽ ചെന്ന് പ്രവചനം പറയണത് സൂക്ഷിച്ചാൽ പറയാവും. ഒടുക്കം വെളിച്ചപ്പാട് നിനക്ക് കയറും, ആകെ പ്രശ്നം ഉണ്ടാവും. ഹല്ലേലൂയ. ദൈവം ആക്കിയിരിക്കുന്നത് ചെയ്യാവൂ. ആവശ്യമില്ലാത്ത റൂട്ടിൽ ഞാനും നിങ്ങളും പോകാൻ പാടില്ല. നമ്മൾ ഓക്കെ ആണോ എന്ന് ആദ്യം നമ്മൾ നോക്ക്, ബാക്കി കാര്യം ദൈവം നോക്കിക്കോളും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ശരിയാണോ, നിത്യതയുടെ അവകാശിയാണോ? ട്രിവാൻഡ്രം പട്ടണം കൊണ്ട് തീരേണ്ടവരല്ല നമ്മൾ. ഈ കട്ടതയും ബുദ്ധിമുട്ടും ഞെരുക്കവും രോഗവും ഒക്കെ നിത്യത വരെ ഉണ്ടാകും. പക്ഷെ വിശുദ്ധി അകത്തുണ്ടെങ്കിൽ അവിടെ ഒരു സീറ്റ് ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ചില കുറച്ച് അന്യഭാഷയും ഏതോ പണ്ട് ഒരു 10 വർഷത്തിന് മുമ്പ് എന്തോ ഒരു വെളിപ്പാട് കിട്ടി. അതിന്ന് ബിസിനസ്സായിട്ട് ഇന്ന് വീടുകളിൽ കൊണ്ട് നടക്കുന്നവരുണ്ട്. കയറി ഇറങ്ങി പിന്നെ ഫോൺ വരി ഒരു ദൂത്, ഒരു പോര് നിനക്ക് വിരുദ്ധമായിട്ട് പുതിയതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. ആ പിശാചൻ നീ ആദ്യം ശാസീര്. പ്രൈസ് ദി ലോർഡ്. ചുമ്മാ സ്വസ്ഥതയായിരിക്കുന്ന വീട്ടുകാരോട് ചിലർ വിളിച്ചു പറയാറുണ്ട്, നിനക്കൊരു പോരുണ്ടെന്ന് ഞാൻ കണ്ടു. ആ കണ്ടവരല്ലേ കണ്ടു, നിങ്ങൾ കണ്ടില്ലല്ലോ. നിങ്ങൾ ശരിയാണെങ്കിൽ പോര് വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. പോര് വിഷയമല്ല, പോരിനെ നീ വലുതാക്കണ്ടെന്ന്. നമുക്കറിയാം, എവിടെയെങ്കിലും ഒരു ക്ഷേത്രമോ ഒരു പൈശാചിയോ ഒരു ആന എഴുന്നള്ളത്തോ കണ്ടു കഴിഞ്ഞാൽ, പെന്തക്കോസുകാരൻ സംശയരോഗി കണ്ടു കഴിഞ്ഞാൽ അവൻ പറയും ഇന്ന് വീട്ടിൽ കിടക്കാൻ പറ്റൂല, ഇതാ പോണ്, ഇതാ എന്ത് ചെയ്യുന്നുണ്ട് പോണ്. ഇത് കേട്ട് പേടിക്കാൻ വേണ്ടി കുറെ വിശ്വാസികളും. അത് തന്നെയാ ഇന്നലെ എനിക്ക് ഉറക്കമില്ലായിരുന്നു. ആ പോര് പോയ ശേഷം അത് മാറ്റ്. ഉറക്കം തരണവനും തരാത്തവനും കർത്താവ് തന്നെയാ. ഹല്ലേലൂയ. അവന്റെ സാന്നിധ്യം നമ്മുടെ മേൽ വെളിപ്പെടുവാൻ പത്രോസിനു വേണ്ടി സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കും പ്രാർത്ഥിക്കുന്ന വിഷയത്തെയും ശ്രദ്ധിക്കണം. ആദ്യം ആ വ്യക്തി ആരാ, ആ വ്യക്തിയുടെ സ്വഭാവം എന്താ, ആ വ്യക്തി ആരായിരുന്നു, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു. പത്രോസിനെ പോലെയുള്ള ആർക്കെങ്കിലും പ്രാർത്ഥിക്കാൻ ഞാനും നിങ്ങളും പോയാൽ അവനെ കുറിച്ച് ആദ്യം ഒന്ന് പഠിക്കണം. അദ്ദേഹത്തെ കള്ളുകൂടിയനാണെന്ന് പഠിച്ചു നോക്കണ്ടേ? പിന്മാറ്റക്കാരനാണെന്ന് നോക്കണമെങ്കിൽ അവനെ ശ്രദ്ധിക്കണം. അവനിനി ഏതെങ്കിലും വശീകരണത്തിലോ ഏതെങ്കിലും വ്യഭിചാരത്തിലോ വീണവനാണെങ്കിൽ അത് ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചു മനസ്സിലാക്കണം. പിന്നീടാണ് അവന് വേണ്ടി ശാസിക്കാൻ. ശ്രദ്ധിക്കാത്ത ശാസനയ്ക്ക് വിടുതലില്ല. ശ്രദ്ധിച്ചാൽ അപകടം ഒഴിവാകും, ശ്രദ്ധിച്ചാൽ മരണം ഒഴിവാകും, ശ്രദ്ധിച്ചാൽ വിദ്യാഭ്യാസം വിടുവിക്കപ്പെടും, ശ്രദ്ധിച്ചാൽ ഭാവി അനുഗ്രഹിക്കപ്പെടും, ശ്രദ്ധിച്ചാൽ സഭ വളരും, ശ്രദ്ധിച്ചാൽ ശുശ്രൂഷ മണ്ഡലം കയറി പോകും. എത്ര വലിയ ആഭിചാരം നിനക്കെങ്കിൽ കർത്താവ് നിന്നെ മാനിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. വിളിച്ചവരും ഉണ്ട്, ഇറങ്ങി വരുന്നവരും ഉണ്ട്. എനിക്കും ഉദ്ദേശിയാകണമെന്ന്, അത് പകുതി വഴക്കുമ്പോൾ മൂട്ടിക്കിടക്കും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ശക്തമായി പ്രാർത്ഥന. 10 പരം വ്യക്തികളോട് വ്യക്തിപരമായി കർത്താവിന് സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് വളരെ പ്രാർത്ഥിച്ചുകൊണ്ട് 10 പരം വ്യക്തികളോട് ചില മിനിറ്റുകളുണ്ട്, ശക്തമായി പ്രാർത്ഥിക്കണം. ശബലഹജന ഘടകജനാദി. പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്ക് ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചു. ഇവിടെ പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോൾ അധാരഘടകസി കാരാഗ്രഹത്തിന്റെ ഉള്ളറകളിൽ ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടവന്റെ ബന്ധന വഴിയുകയാണ്, അവൻ പോലും അറിയാതെ. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ കുവൈറ്റിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വിടുതൽ നടക്കും, സൗദിയിലായിരിക്കുന്നവർക്ക് വിടുതൽ നടക്കും, അമേരിക്കയിലായിരിക്കുന്നവർക്കും വിടുതൽ നടക്കും. അത് നടക്കണമെങ്കിൽ അബ്ദുരാരകസി പ്രാർത്ഥിക നിനക്കും മാനസാന്തരം ഉണ്ടാകണം, അത് അനുഭവിക്കുന്നവർക്കും അതുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ചിലരൊക്കെ നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ട് വിടുതലില്ല. നമ്മൾ പ്രാർത്ഥിക്കാത്തോണ്ടല്ല, ആ വ്യക്തി ശരിയായാലേ വിടുതൽ നടക്കും. ചില ഭർത്താക്കന്മാർക്ക് സഹോദരിമാർ 21, 7, 3, പിന്നെ ചിലർ വെള്ളിയാഴ്ച മാത്രം. ആ വെള്ളിയാഴ്ചയാണ് ചിലർക്ക് ഭയങ്കര വിഷയം. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ആഹാരം പച്ചവെള്ളം പോലും കുടിക്കാത്തവരുണ്ട്. ഇത് എവിടുന്ന് പഠിച്ച ന്യായമെന്ന് അറിഞ്ഞൂടാ, ഭയങ്കര വാസം. പക്ഷെ വിടുതൽ നടക്കുന്നില്ല. അയാൾ ശരിയായാലേ വിടുതൽ നടക്കൂ. അദ്ദേഹം മാനസാന്തരപ്പെട്ടാലേ വിടുതൽ നടക്കൂ. മാനസാന്തരപ്പെടാൻ മനസ്സ് കൊടുക്കാൻ വേണ്ടി നീ പ്രാർത്ഥിര്, അതിനകത്ത് കർത്താവ് ചലിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചു. സഭ ശ്രദ്ധിച്ചു. പത്രോസിന് ശുശ്രൂഷ ഉള്ള മനുഷ്യനാകുണ്ട്, ദൈവത്താൽ വിളിക്കപ്പെട്ടവനാകുണ്ട്. അവന്റെ കഴുത്തിൽ കത്തി വയ്ക്കാതിരിപ്പാൻ, അവനെ പിറ്റേ ദിവസം കൊലപാതകം നടക്കാതിരിപ്പാൻ, അതരജാന ഘടക സംഭവാരകസി അവന്റെ പച്ച ചോര അബ്ദുരാജകൽക്കര വൈറ്റസി നാട്ടുകാരുടെ വീട്ടുകാരുടെ രാജ്യത്തിന്റെ പ്രമുഖന്മാരുടെ മുമ്പിൽ അത് ഒഴുകാതിരിപ്പാൻ സഭ പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആക്സിഡന്റ് വരുമെന്ന് സഭയെക്കുറിച്ച് ദൂത് വിളിച്ച് പറയുമ്പോൾ വരാത്തത് നിന്റെ മിടുക്കല്ല, സഭയുടെ പ്രാർത്ഥന.
ആത്മഹത്യ വരുമെന്ന് കഴിഞ്ഞ ആഴ്ചയിലും കഴിഞ്ഞ മാസത്തും അഭിഷിക്തൻ പ്രവചിച്ചപ്പോൾ നിനക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു, വന്നില്ലല്ലോ എന്ന്. വരാത്തത് നിന്റെ മിടുക്കും സാമർത്ഥ്യം ക്വാളിഫിക്കേഷനുമല്ല, സഭയുടെ മധ്യസ്ഥതയാണ്. ദുരജാലഘടക സംഭവ ഈ പകൽക്കാലം നിനക്ക് രോഗിയായിരുന്നു, പക്ഷെ വിടുവിക്കപ്പെട്ടത് നീ കരഞ്ഞുകൊണ്ടല്ലെന്ന്. ഈ സഭ മധ്യസ്ഥ വെച്ചത് കൊണ്ട് മധ്യസ്ഥതയുള്ള സഭയ്ക്കായി, മധ്യസ്ഥതയുള്ള അഭിഷിക്തന്മാർക്കായി, മധ്യസ്ഥതയുള്ള പിതാക്കന്മാർക്കായി, മധ്യസ്ഥതയുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇവിടെ വെളിപ്പെടട്ട് വരട്ടെ. തീകൾ ഘടകജനക ചലിക്കാത്തത് ചലിക്കട്ടെ. ചൂടാപാര വൈടാപാര ഭീകാപാര അന്തൽ ഘടകം വൈടകരക്ഷ പ്രൗഢവരാതി അർക്കലവൈടം ചൂടാപരക ശകൽക്കരാതി. യേശുവിന്റെ രക്തം ക്ഷയം. മധ്യസ്ഥത വെളിപ്പെടട്ടെ. ഈ പകൽ വിടുതൽ വ്യാപരിക്കട്ടെ. ചൂടാപാല ജഗന ഖദര ജനഘടക ഷൈഡവാരകം അർക്കമനഘടകരകരി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തമേറിയ തീ ഈ പകൽക്കട് വെളിപ്പെട്ട് വരട്ടെ. പത്രോസിന്റെ കയ്യിൽ ബന്ധിച്ചിരുന്ന ചങ്ങലകൾ അതര പ്രാർത്ഥന മുഖാന്തരം അഴിഞ്ഞതുപോലെ ഈ പകൽ രോഗമാകുന്ന കെട്ടുകൾ ശരീരം വിട്ട് അഴിയട്ടെ. ചൂടവാ രഗജ ഹജഗ മനയ ജഗനാഥി അർക്കലഗസ്തല വൈക്ഷവരഗദിഗ ഉടബല ബിഗബ ശബരബരബലബ ഹീഗലഗടഗ രഗജേ 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 യേസസ് ഓക്ഷാധാര ബൗഠാരാജ അർക്കൽ ഖടഗജ രഗജര അംധരാജകൾ കവന ബൗഷസിയാരം. പരിശുദ്ധാത്മാവി പകൽക്കാലം പ്രിയമോനോട് ശകനം ഘടകം പ്രൗഷമനം ചുടാരഘടകരഗതനി. ഒരു കാലഘട്ടത്തിലായിരുന്ന അവസ്ഥകൾ ഇന്നായിരിക്കുന്ന വിഷയങ്ങൾ മുൻപിൽ വെളിപ്പെടാൻ പോകുന്നത് പരിശുദ്ധാത്മ ഉണർത്തുകയാണ്. ക്ഷാരജാര ഘടക ജനഘടക ജനകസിയാരം. ജനിച്ചപ്പോൾ തന്നെ നിന്നെ നശിപ്പിക്കാൻ പിശാച് പദ്ധതിയിട്ടപ്പോഴും നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ കണ്ണുനീരുകളാണ് അടകജനാദി ദോഷത്തിന് എത്തിക്കാതെ ഇതുവരെ എത്തിച്ചത്. വിദ്യാഭ്യാസ മണ്ഡലങ്ങളിൽ പരാജയത്തിൻ്റെ വക്കിലെത്തിച്ച് താറുമാറാക്കി തകർക്കുവാൻ ഉടമന ജനഘടകരകതന വൈഷസിയാരഘടകം ചൂടാമാനും ഒരുപോലെ പോരാടിയ സ്ഥാനത്തും അപകടത്തെ ഒഴിവാക്കി ആയുസ്സിന് ദോഷം വരുത്താതിനെ ഇതുവരെ എത്തിച്ചതും മറക്കരുതെന്ന് പരിശുദ്ധാത്മദൂത് അറിയിക്കുന്നു. യാത്രകളിൽ നിന്ന് ശ്രദ്ധിച്ചാണ് മുൻപോട്ട് പോകേണ്ടത്. ക്ഷാരഘടകം ചൂടപാരഘടകസി വാഹനത്തെ നിന്നെ ആരോ എടുത്തു മാറ്റുന്നത് പോലെ പലവട്ടം വിടുവിച്ചത് ഷുഡപരഘടകം തകർത്ത് കളയാനുള്ള നിന്നിലൂടെ ചില വാഴ്ത്തത്വങ്ങൾ നിവർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. നാളുകൾക്ക് മുമ്പ് നിന്നോട് പറഞ്ഞ ചില ദൂതുകളും വാഴ്ത്തത്വങ്ങളും നിറവേറേണ്ടതിനും അടകാജകൽക്കമനഭൂഷ് നിന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു പ്രാർത്ഥനാ കുറവ് ഏറ്റുപറഞ്ഞ് ഷുഡപരജനഘടക സംഭവ ഇവിടെ നീ പ്രാർത്ഥിക്കുന്നു ആരാധിക്കുന്നെങ്കിലും ഭവനത്തിനകത്ത് വേണ്ടും പോലെ പ്രാർത്ഥിക്കാൻ കഴിയാതെ അധാര ചിന്തകൾ കടത്തിവിട്ട് ലോകമാകുന്ന പടകൾ നിന്നെ ഇറക്കി വിടാൻ ശ്രമിക്കുന്ന പോരാട്ടത്തിൽ നീ അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് നിന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ആത്മീക തലത്തിലേക്ക് കയറി വരാൻ തയ്യാറായാൽ കർത്താവെ ഈ സഭയ്ക്കകത്ത് മുട്ടുകുത്തുന്ന ആർക്കും ദോഷം വരാൻ പാടില്ല എന്ന ദൈവദാസന്റെ മധ്യസ്ഥതയ്ക്ക് മറുപടി നിന്റെ മേലും വെളിപ്പെടുത്തി. അടകാരഹസി നീ പഠിച്ചതും അതരഹസിയാരെ മുൻപിലോട്ട് പോകുന്നതും അനുസരിച്ചാൽ എൻ്റെ പ്രവൃത്തി നിന്റെ സർട്ടിഫിക്കറ്റിനകത്ത് അധികാരികളെ കൊണ്ട് വീണ്ടും സൈൻ ചെയ്യപ്പെട്ട നിലവാരത്തിൽ അർക്കമാനഘടക രഗതര വക്ഷസി ഒരു വിശാലത നിന്റെ മേൽ വെളിപ്പെടുത്താനുണ്ടെന്ന് പരിശുദ്ധാത്മാവ്. ഈ പകൽക്കാലം മനുഷ്യ വാക്കിൽ നീ കുരുങ്ങിപ്പോകരുത്. ഊടാബാ സംധര ജഗനഘടകം കുരുക്കിനകത്ത് നീ വീണു പോകാതിരിപ്പാൻ ഒന്നുകൂടെ ആത്മീക തലത്തിൽ മടങ്ങി വരാൻ തയ്യാറായാൽ അധരജന പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലരൊക്കെ ഉണ്ട്. അവരുടെ കണ്ണുനീരിന് വിടുതൽ 2015 വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവും. നിന്നൊരു വ്യത്യസ്തമായ നിലവാരത്തിൽ മാനിക്കുമെന്നും ചുടപാരകജന ഘടകസി നിനക്കൊരു ചില യാത്രകളും അനുഗ്രഹങ്ങളും ഉണ്ടെന്നും ഒക്കെ പറഞ്ഞ വാഴ്ത്തത്വം നിറവേറ്റാൻ പദ്ധതിയുണ്ട്. പക്ഷേ ആത്മീക മണ്ഡലം പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നു. കുരുക്കൾ നീ അകപ്പെട്ടു പോകാതിരിപ്പാൻ കുറിച്ചിട്ടോ മറ്റൊരുവൻ തെറ്റിയെന്ന തെറ്റ് നിന്റെ മേൽ വരുത്തി അധരാജനഘടകസി നിന്നെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്ന കുരുക്കിനകത്ത് നീ അകപ്പെട്ടു പോകാതിരിക്കേണ്ടതിന് ഈ പകൽക്കാലം മുതൽ വീണ്ടും കരയാനും പ്രാർത്ഥിക്കാനും തയ്യാറായാൽ പരാജയപ്പെടുത്താതെ ഷൂടപാരഘടകരകരി അർക്കമാനകസി നിന്റെ മാതാപിതാക്കളുടെ കുടുംബത്തിനകത്ത് പലരും അതിശയം കുറത്തക്ക നിലവാരത്തിൽ നിന്നെ പണിതെടുക്കാൻ എനിക്ക് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ്. യെശയ്യാ പ്രവചനം 60-ാം അധ്യായം 10-ാമത്തെ വാക്യം നിന്നെ പണിയാൻ ഞാൻ പദ്ധതി ഇട്ടിട്ടുണ്ട്,
പൊളിഞ്ഞു കിടക്കുന്ന ആത്മീക മണ്ഡലം തിരിച്ചു വരേണ്ടതിന് ഏതൊക്കെ ജീവിതത്തിൽ മേഖല കുറവുണ്ടോ അത് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച് പാത വീട്ടിൽ അടുത്ത് വരാമെങ്കിൽ നിന്റെ സർട്ടിഫിക്കറ്റിനെ ചികഞ്ഞെടുത്ത് ഞാൻ അത്ഭുതങ്ങളെ ചെയ്യിക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പകൽക്കാലം ദൂതറിയിക്കുന്നു. ഉണരുക, കരയുക, അനുഗ്രഹം പ്രാപിക്കുക. ഹല്ലേലൂയ. എന്താ മോനെ പേര് നിന്റെ? ഈ മോൻ്റെ ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇവിടെ? ഉണ്ടോ? ഇല്ല. ഓക്കെ, പ്രാർത്ഥന കഴിഞ്ഞിട്ട് എന്നെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ടേ പോവാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഉദ്ദേശിക്കുന്നവരല്ല കർത്താവ് സംസാരിക്കുന്നത്. നമ്മളൊക്കെ ചിന്ത മാനട്രിയോടോ സെക്രട്ടറിയോടോ ഖജാഞ്ചിയോടോ ദൂത് പറയുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, വിഷയമുള്ളവരും ഉണ്ട്. അവരോടൊക്കെ ആയിരിക്കും ഇടപെടാൻ പോകുന്നത്. അതല്ല ദൈവത്തിന് വിഷയം. ദൈവത്തിന് ആവശ്യമുള്ളവരോട് ദൈവം സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഈ മോനെ പണിയാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. സ്തോത്രം. അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലരുടെ കണ്ണുനീരുകൾ കർത്താവിൻ്റെ ദുരിതത്തിൽ എത്തിയിട്ടുണ്ട്. ഈ വർഷത്തെ കർത്താവ് മാനിക്കാൻ പോകുന്നുണ്ട്. ദാനിയേലിനെ കുരിക്കകത്തിട്ടതുപോലെ കുഴിക്കകത്ത് ഇടാൻ ശ്രമിക്കുന്ന ഗൂഢാലോചന നടുവിൽ ദൈവപ്രവൃത്തി വെളുപ്പാൻ ഒന്ന് മടങ്ങി വന്നാൽ കർത്താവ് ചലിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് വേണം. അപ്പൊ ശ്രദ്ധിക്കണമേ, ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒരു സാധാരണ പ്രാർത്ഥനയല്ല. സാധാരണ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവെ എന്നെ അനുഗ്രഹിക്കണം, എൻ്റെ അപ്പനെ അമ്മയെ അനുഗ്രഹിക്കണം, എൻ്റെ ഭർത്താവിനെ ഭാര്യ അനുഗ്രഹിക്കണം, സഭാവിശ്വാസികളും കുടുംബത്തെയും സഭാപാർശ്വം അനുഗ്രഹിക്കണം, യേശു നാമത്തിൽ ആമേൻ. ഈ പ്രാർത്ഥന അല്ല. മണിക്കൂറുകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയെങ്കിലും ദൈവദാസൻ പുറത്തു വരണം. പ്രാർത്ഥിക്കുന്ന സഭയോട് നമ്മുടെ ദൈവദാസന്മാർക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം. ഈ പ്രസ്ഥാനത്തെ പ്രധാനമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ചുടവര ജനഘടകസി ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രസിഡന്റ് ആയിരിക്കുന്ന പ്രസ്ഥാനത്തിലെ ദൈവദാസനെ പൊളിച്ച് തകർത്ത് രോഗിയാക്കി മാറ്റി മരണപ്പെടുത്തി കളയാൻ ശ്രമിക്കുന്ന രോഗാത്മാവിന്റെ ബന്ധനം അഴിയുവാൻ അടയാമനയാ രഗനി അദ്ദേഹം കഷ്ടപ്പെട്ട കഷ്ടപ്പാട് അതുരജാനഘടകസി പറഞ്ഞാൽ തീരാത്ത, പക്ഷെ അദ്ദേഹത്തോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില പ്രതികൂലങ്ങൾ അഴിയേണ്ടതിന് സഭ പ്രാർത്ഥിച്ചാൽ അദ്ദേഹത്തെ പിടിപ്പിക്കാൻ പോവുകയാണ്. മനസ്സിലായല്ലോ ആർക്കെന്ന്? ക്ഷാരജാരഘടകം സഭാ ശുശ്രൂഷകനായിരിക്കുന്ന സഭാപ്പെട്ട ദൈവദാസന്മാർക്ക് പ്രാർത്ഥിക്കണം. ഈ പ്രസ്ഥാനത്തിന്റെ പ്രധാന അധികാരി ഇരിക്കുന്ന അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പെട്ടെന്നുള്ള അനർത്ഥം വരാതിരിപ്പാൻ കുറിച്ചു വെച്ച് പ്രാർത്ഥിക്കും. ശബല ഘടക ജനഘടകം പെട്ടെന്ന് ആ പ്രസ്ഥാനത്തിന്റെ മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹത്തെ നീക്കി മറ്റൊരു സൈഡിലോട്ടാക്കി ശുകാരഘടകം ഇരിക്കുന്ന സീറ്റിനകത്തുനിന്ന് പറിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന മാനുഷ്യമായ തന്ത്രത്തെ മാറ്റിക്കൊണ്ട് അദ്ദേഹത്തോട് ദൈവം പറഞ്ഞ വാഴ്ത്തത്വമായിരിക്കുന്ന രാജ്യത്തിൽ നിറവേറുവാൻ അജഗാമനയ ജഗൽക്കര മൗഡസി സഭ ഒന്ന് കരഞ്ഞാൽ ഇന്ന് പകൽക്കല പോരുകളും ആ ചങ്ങലകളെ വഹിച്ചുകൊണ്ട് പത്രോസ് പുറത്തു വന്നതുപോലെ വീണ്ടും ഒരു അവസരം കൂടെ കർത്താവ് ഒരുക്കുന്നത് സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. നമുക്ക് മാത്രമല്ല പ്രശ്നം എല്ലാവർക്കും ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രസംഗിക്കുന്ന എനിക്കും വിഷയമുണ്ട്. ആർക്കെങ്കിലും വെളിപ്പാട് കിട്ടണമെങ്കിൽ പറയണം. കൊച്ചു കുഞ്ഞു പറഞ്ഞാൽ ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ്. എനിക്ക് പ്രശ്നമുണ്ട്. പ്രശ്നമില്ലാത്ത ആരുമില്ല, എല്ലാവരും പ്രശ്നമുള്ളവരാ. പ്രൈസ് ദി ലോർഡ്. കാണുമ്പോൾ ഒന്നും അറിയാൻ പറ്റുന്ന അകത്തന്നെ വിഷയങ്ങൾ, അകത്ത വേദനകൾ. അദ്ദേഹത്തോട് നിങ്ങൾ ശക്തമായി പ്രാർത്ഥിക്കണം. തകർന്നിട്ടല്ല കരയേണ്ടത്. ഇന്ന് മുതൽ പ്രാർത്ഥിച്ച് തുടങ്ങണം. അടക മനയ ജഗൽക്കന മൗഢമന പെട്ടെന്നുള്ള അസ്വസ്ഥ വരുത്തി തളർന്ന് തകർത്തി ശരീരത്തെ പരാജയപ്പെടുത്തി അതാരെ ഇരിക്കുന്ന സീറ്റിൽ നിന്ന് താഴോട്ടിറക്കാൻ ശ്രമിക്കുന്ന പ്രതികൂലങ്ങൾ ഈ പകൽ കാലം അടിയുവാൻ അന്തരാജകന ഘടകസി അതുരാജകൽക്കന വൈഡമനകസി അത്തുൽക്കമന ദൈവപ്രവൃത്തി വെളിപ്പെടുത്തി പത്രോസിന് വിടുതൽ വെളിപ്പെട്ടതുപോലെ ചൂടബാല ഹാദരാദ വേദരാദ അർക്കലാര ചൂടബാല ഷൈഡരേഖ വീഗബാലം അപ്തുരകക്ഷം വേദികരക്ഷം വാദിക്കട്ടം ചൂടാമാനം വീഗംബാരം വേദംബാരം ചൂടാബാല വീഗബാര ഷാരാബാല വീഗൽ കടക ജഗരാരകര. യെസ്, മരണത്തിന്റെ കണികൾ അദ്ദേഹത്തെ വിട്ട് അഴിയട്ടെ. മരണകടിയാകുന്ന രോഗം അദ്ദേഹത്തെ വിട്ട് അഴിയട്ടെ. അദ്ദേഹത്തിന്റെ ശരീരത്തെ ബന്ധിക്കുന്ന അന്ധകാര രോഗാത്മാവിനോട് അജാല ഘടക ജഗന ശരീരം വിടുവാൻ കൽപ്പിക്കുകയാണ്. ശിബലബര ഹദരജന ഘടകസ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പത്രോസിന് വേണ്ടി പത്രോസ് ദൈവദാസനാകൊണ്ട് ധൈര്യമായിട്ടും ആർക്കും പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്.
ആഭിചാരം ചെയ്തിട്ട് വർണ്ണവന് പ്രാർത്ഥിക്കുന്നതിനേക്കാളും സത്യമുള്ള ദൈവദാസന്മാർ അസ്വസ്ഥയാൽ ഭാരപ്പെട്ടാൽ വിശ്വാസികൾ ശക്തമായി കരയണം. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വാസികളായ നമ്മുടെ ഒരു പ്രത്യേകതയാണ്. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിരിക്കണം. അതുകൊണ്ട് പ്രാർത്ഥിക്കണം. സഭാ ശുശ്രൂഷകന്മാർക്കും പ്രത്യേകിച്ച് നമ്മുടെ പ്രസിഡന്റ് സ്ഥാനം വഹിക്കുന്ന ആവശ്യത്തിന് വേണ്ടി കരയണം. പരാജയത്തിൻ്റെ വക്കിൽ അദ്ദേഹത്തെ നീക്കി മാറ്റിക്കൊണ്ടിരിക്കുക. സുഖനകട കുറിച്ചിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ പറഞ്ഞത് ഒരിടത്തും നടക്കുന്ന വിഷയം അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ ഈ വിഷയം ഇങ്ങനെ കയറും നിങ്ങൾക്കൊരു ചിന്താഗതി അങ്ങനെ പ്രസിഡന്റ് എന്നൊക്കെ പറയാൻ ഒരു ചിന്തിക്കുന്ന ചിലർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ ഈ കഴിഞ്ഞ ഒക്ടോബറിൽ കുവൈറ്റിൽ പ്രസംഗിക്കാൻ പോയി. ഒക്ടോബർ മാസം, കഴിഞ്ഞ 2014 ഒക്ടോബർ മാസം. ഞാനവിടെ താമസിച്ച മംഗഫിലാണ്, കുവൈറ്റ് മംഗഫിൽ, ഭാഗയിൽ IPC ചർച്ചിൻ്റെ അടുത്ത്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു സഹോദരനെ വാഹനം ഒരു വണ്ടി വേണമല്ലോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു വാഹനം അത്യാവശ്യമാണ് മീറ്റിങ്ങിന് എല്ലായിടത്തും കൊണ്ടുപോകാൻ വേണ്ടി. അവിടുത്തെ IPC ചർച്ചിലെ ഒരു സഹോദരനാണ് എന്നെ വണ്ടിയിൽ അബ്ബാസിയിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ശുശ്രൂഷയ്ക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ ഞാൻ പോയി മൂന്നാമത്തെ ദിവസം അദ്ദേഹം എന്നെ മീറ്റിങ്ങിന് കൊണ്ടുപോകാൻ വേണ്ടി ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വീട് വെണ്ണിക്കുളം തിരുവല്ലായിൽ നിന്ന് റാന്നിക്ക് പോകുന്ന വഴിയാണ് വെണ്ണിക്കുളം. വാഹനത്തിൽ കയറി ചില സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ഒരാളിന് വേണ്ടി, ഒരു വ്യക്തിക്ക് വേണ്ടി, ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ഒന്നും മിണ്ടിയില്ല. വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു, ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നടന്ന സംഭവമായിട്ടാണ് ഞാൻ പബ്ലിക്കായിട്ട് പറയുന്നത്. അതാണ് ആളും പേരും ഊരും ഒക്കെ പറയുക. ചിലർ കള്ളത്തനുള്ളവർ ഒരു വാലും തുമ്പൂല്ലാതെ പറഞ്ഞിട്ട് അങ്ങ് ഒരു പിടിയും കിട്ടത്തില്ല. സ്തോത്രം. കള്ളത്തനുള്ളവർ തുടങ്ങുമ്പോൾ അറിയാമല്ലോ, ഇടയ്ക്കൊന്നും പറയാതെ അടിച്ചൊരു പൂശലുണ്ട്. ഞാൻ ആ സഹോദരനോട് പറഞ്ഞു, സഹോദര, ഞാൻ ആ വിഷയം പ്രാർത്ഥിക്കത്തില്ല, 2 ദിവസത്തിനകത്ത് പുള്ളി മരിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞു, 21 പരം ദൈവദാസന്മാർ, അനവധി അഭിഷിക്തന്മാർ ദൂതുകൾ പറഞ്ഞിട്ടുണ്ട്. സ്റ്റേജുകളിൽ പ്രസംഗിക്കും. ദൈവവേലയ്ക്ക് പ്രയോജനപ്പെടുന്ന സഹോദരനാണ്, മിഷണറി ആകേണ്ട കുടുംബമാണ്. ഇങ്ങനെയൊക്കെ അദ്ദേഹം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അതെനിക്കറിയത്തില്ല, ഓരോരുത്തർക്കും ഓരോ വെളിപ്പാടാണ്. ചിലപ്പോൾ ദൈവാത്മാവായിരിക്കും അതും പറഞ്ഞത്. കാരണം ഹിസ്കിയാ രാജാവ് മരിക്കുമെന്ന് പറഞ്ഞു, പക്ഷേ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തില്ല, മരിച്ചില്ല എന്ന് നമുക്കറിയാം. അപ്പം മരിക്കത്തില്ല എന്ന് ഒരുപാട് അഭിഷിക്തന്മാർ പറഞ്ഞപ്പോൾ എല്ലാവരും അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഈ വാഹനത്തിൽ പോകുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കത്തില്ല, 2 ദിവസത്തിനകത്ത് മരിച്ചു പോകും, മരിച്ചു കഴിയുമ്പോൾ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞു. 2ാമത്തെ ദിവസം രാത്രി ആയപ്പോൾ കോട്ടയം ഹാരിത്താസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുണ്ട്. അവിടെയാണ് യൗവനക്കാരൻ കിടന്നത്. 27 വയസ്സ് പ്രായമുണ്ട്, കല്യാണം കഴിഞ്ഞ് 8 മാസമായി. അദ്ദേഹത്തിൻ്റെ വീട് വെണ്ണിക്കുളത്തുനിന്ന് മല്ലപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് ചർച്ച് വയ്ക്കാൻ സ്ഥലം കൊടുത്ത അച്ചായൻ്റെ മകനാണ്. അദ്ദേഹം അവർ കുടുംബമായിട്ട് സൗദിയിലായിരുന്നു. ആ മോനൊരു ഡൽഹിയിൽ ഒരു ഇൻ്റർവ്യൂ എല്ലാം കഴിഞ്ഞു. ഭാര്യയുടെ വീട്ടിൽ വന്ന് പാട്ടുപാടി സാക്ഷിക്കാൻ പാട്ടുപാടി എഴുന്നേൽപ്പോൾ തലചുറ്റി ഒരു അച്ചായൻ്റെ മടിയിൽ കൂടെ വീണതാ സംഭവം. പിന്നെ കണ്ണു തുറന്നിട്ടില്ല. ഈ കണ്ണു തുറക്കാത്ത ആളിനാണ് ഈ പ്രാർത്ഥനകളും. അപ്പം തന്നെ കുവൈറ്റ് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ് പ്രൈസ് ദി ലോർഡ് ഒരു ദിവസത്തെ ഉപവാസം നടത്തിയിട്ടുണ്ട് അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി. ഞാൻ അവിടെയും പ്രസംഗിക്കാൻ പോയിട്ടുണ്ട്. 2ാമത്തെ ദിവസം ആള് ലോകം വിട്ട് മാറ്റപ്പെട്ടു. അപ്പോൾ ആ അച്ചായൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവേ, നീ അല്ലേ പറയിപ്പിച്ചത് എൻ്റെ മോൻ ജീവിപ്പിക്കുമെന്ന്? ചോദ്യം കിടക്കുക, ഭയങ്കര ചോദ്യമാണ്. അതിന് മറുപടി ആർക്കും പറയാൻ പറ്റും. നീ അല്ലേ ഈ ദൈവദാസന്മാരെയൊക്കെ കൊണ്ട് പറയിപ്പിച്ചത്? ചുടവരകടകസി, ഭയങ്കരമായ കരച്ചിലായി. സത്യമുള്ള ഒരു അച്ചായൻ കുടുംബമാണ് ആ കുടുംബം. ആ മോൻ അതിനേക്കാളും സത്യമുള്ളവൻ. അവന് കള്ളത്തനുള്ളവനൊന്നുമല്ല, പക്ഷെ ദൈവത്തിൻ്റെ പ്രവൃത്തി നോക്കണമേ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ പ്രധാനപ്പെട്ട ഈ നമ്മുടെ സെൻറ്ററിൻ്റെ സംഘടനയുടെ ചുമതല വഹിക്കുന്ന അഭിഷിക്തന് വേണ്ടി നിങ്ങൾ കരയണം. സംഭവിച്ചിട്ടല്ല കരയേണ്ടത്. അദ്ദേഹത്തിൻ്റെ ആരെങ്കിലും ഇരിക്കുമ്പോഴേ കരഞ്ഞു തുടങ്ങും. പരാജയപ്പെട്ടിട്ടല്ല കരയേണ്ടത്. അതിനു മുമ്പ് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ദൈവത്തിൻ്റെ പത്രോസിനെ വിടുവിച്ചത് വിടുവിക്കും. ചിലത് കൂടെ ചെയ്യിക്കാമെന്ന വാഴ്ത്തത്വം അദ്ദേഹത്തിൽ കിടപ്പുണ്ട്. അതുകൂടെ കർത്താവ് ചെയ്യിക്കാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു, സഭ പ്രാർത്ഥിച്ചു. നമുക്കറിയാം വിഷയം നല്ലതുപോലെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ചില വിടുതൽ നടക്കാൻ പോവുക. നീണ്ട നാളുകൾ പ്രാർത്ഥിച്ച, വർഷങ്ങൾ പ്രാർത്ഥിച്ച, മാസങ്ങൾ പ്രാർത്ഥിച്ച, ഈ മാസം തുടക്ക ദിവസം മുതൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ തലമുറയുടെ വിഷയത്തിന് മറുപടി കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് കരയുന്ന പിതാക്കന്മാരുടെ, അമ്മമാരുടെ കണ്ണുനീരിന് 2015 ഏപ്രിൽ മാസം പെട്ടെന്ന് ചില മറുപടി വെളിപ്പെടാൻ പോകുന്നവർ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ.
ദൈവം മാസങ്ങളിട്ടാൽ സെക്കൻഡ് സമയമാകുമ്പോൾ വിടുതൽ പെട്ടെന്ന് അയച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഡേറ്റ് പറഞ്ഞ് വല്ല നൂത് പറഞ്ഞാലും ദൈവത്തിന്റെ സമയം ഡേറ്റും കാലാവധിയും മാറ്റിമറിച്ചുകൊണ്ട് നിന്റെ ഹിസ്കിയാ രാജാവിനെ കുറിച്ച് പഠിക്കുമ്പോൾ അറിയാൻ ദൈവം പറഞ്ഞവരാവും മരിച്ചു പോകുന്നു. പക്ഷേ പ്രാർത്ഥിച്ച പ്രാർത്ഥന ദൈവത്തിന്റെ വാക്കിനെ തിരുത്തി കുറിച്ചു. കാരണം ദൈവത്തെ തോൽപ്പിക്കുകയല്ല, ദൈവം കരുണയുള്ളവനാകൊണ്ട് വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ തോൽപ്പിക്കുകയല്ല, അവിടെ ദൈവം കരുണയുള്ളവനാകൊണ്ട് പ്രാർത്ഥന മനസ്സിലായി. അചാലഘടക സംഭവാരകസി രാജാവാണെങ്കിലും രാജസ്ഥാനത്താണെങ്കിലും സത്യമുള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ കരച്ചിലിന് ദൈവത്തിന്റെ വാക്ക് പോലും തിരുത്തി കുറിച്ചു. പ്രൈസ് ദി ലോർഡ്. പകൽക്കാലം ദൈവം നമ്മളോട് തകർച്ചയെന്ന് പറഞ്ഞാലും പ്രാർത്ഥിച്ചാൽ ആ വാക്കിനെ ദൈവത്തെ കൊണ്ട് തിരുത്തി കുറിപ്പിക്കാൻ നമ്മെ കൊണ്ട് പറ്റും. കാരണം ദൈവത്തെ തോൽപ്പിക്കുകയല്ല, ദൈവം കരുണയുള്ളവനാകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അതല്ലേ നമ്മളൊക്കെ എത്ര കള്ളത്തനം പറഞ്ഞിട്ടുണ്ട്. ജീവിക്കുന്ന കാര്യം എന്താ? സ്നാനപ്പെട്ടതിന് ശേഷം പറഞ്ഞ കള്ളത്തനത്തിന് കൈയും കണക്കുണ്ടോ? പ്രൈസ് ദി ലോർഡ്. തക്ക സമയത്ത് ഏത് വേർഡ് ഉപയോഗിക്കണമെന്ന് പെന്തക്കോസ്ത് വിശ്വാസിക്കറിയാം. അവിടെ അത് ഉച്ചരിച്ചിരിക്കും. മറ്റുള്ള ആരും ശ്രദ്ധിച്ച് എന്ത് പറഞ്ഞ് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ അഭിഷേകം പ്രാപിച്ച് എവിടെ ഏത് കള്ളത്തനം പറയുന്നത് അവർക്കറിയാം. അവർ പറഞ്ഞിട്ട് അവിടെ രക്ഷപ്പെട്ടു പോകും. പ്രൈസ് ദി ലോർഡ്. എന്നിട്ടും കരുണയുള്ളവനാകൊണ്ട്, കൃപയുള്ളവനാകൊണ്ട്, അവൻ നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് നമ്മെ വിടുവിച്ചിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കണമേ, പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു സഭ സത്തയോടെ. വേഗത്തിൽ ആ താഴെ വാക്യം കൂടെ വായിക്കാം. നാളെ പ്രശ്നമെങ്കിൽ ഇന്ന് വിടുവിക്കുന്നവരാണ് നമ്മുടെ ദൈവം. വാക്ക് മാത്രം പറഞ്ഞ് ഞാൻ നിർത്താൻ പോകുകയാണ്. നാളെയാണ് പ്രശ്നം, നാളെയാണ് കേസിന്റെ വിധിയെഴുത്ത്. വസ്തു സംബന്ധമായ ചില കുരുക്കുകൾ ഈ പ്രാർത്ഥനയിൽ കർത്താവ് അഴിക്കുകയാണ്. വസ്തു സംബന്ധമായി വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആരുണ്ടെങ്കിലും ഈ പകൽക്കാലം കരഞ്ഞോ? ശത്രു നോക്കി നിൽക്കുക. ദൈവമകത്തിന്റെ വസ്തുവിന്റെ പേര് വെളിപ്പെടാൻ പോകുക. ചൂടബാലഘടകം നിന്റെ അതിരിനകത്തിന്റെ സ്വസ്ഥതയോടെ പാർപ്പിക്കാൻ വിടത്തില്ലെന്ന് മന്ത്രങ്ങൾ ചെയ്തവൻ നോക്കി നിൽക്കേ, ആഭിചാരകൻ ചെയ്തവൻ നോക്കി നിൽക്കേ, ഇന്നും വെല്ലുവിളിക്കുന്നത് നോക്കി നിൽക്കേ. പ്രാർത്ഥനയുടെ തീ നിന്റെ ഭൂമിക്കകത്ത് ഇറങ്ങി ചെല്ലുകയാണ്. ഇവിടെ പ്രാർത്ഥന ഇവിടെ മാത്രമല്ല, വിടുതൽ പല സ്ഥലങ്ങളും നടക്കുന്നു. അതും അതിന്റെ വീട്ടിനകത്ത് വിടുതൽ നടക്കുകയാണ്. ഭവനത്തിന്റെ അകത്ത് വിടുതൽ നടക്കട്ടെ, വസ്തുവിനകത്ത് വിടുതൽ നടക്കട്ടെ. കടഭാരമിട്ട് പോരാടിയ ആ കടബാധ്യതയുടെ കെട്ട് ഈ പോൽക്കാലം അഴിയട്ടെ. ഇടത്തും വലത്തും മുമ്പും പിറകിലും ആവിചാരം ചെയ്യുന്നവനാണെങ്കിലും ഇതിന്റെ നടുക്കാണ് നിന്റെ വീടെങ്കിലും ദൈവം ഇറങ്ങി വരുന്നത് മേളുന്ന. പ്രൈസ് ദി ലോർഡ്. ഇടത്തും വലത്തും നിനക്ക് വിരുദ്ധമായി പൂജ ചെയ്യുന്നവനാ, മുൻപും ബാക്കും അതിനേക്കാളും എതിരാ. പക്ഷേ ഇവിടെ കൂടെ ഒന്നുമല്ല വരുന്നത്, ഇറങ്ങി വരുന്ന മേളുന്ന. പിശാചിന്റെ നടുവിലാണ് നിന്റെ വീടെങ്കിലും പേടിക്കരുത്. ആകാശം തുറന്ന് ഇറങ്ങി വന്ന് നിന്നെ വിടുവിക്കാൻ കഴിവുള്ള ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. ദീപാരഭ സന്തരാധകര ആകാശ മണ്ഡലങ്ങൾ ഇറങ്ങി വന്ന് നിന്റെ കണ്ണുനീര് കണ്ട്, നിന്റെ എത്ര വലിയ കോൺക്രീറ്റ് ഇട്ട വീടായാലും അതിന്റെ അകത്ത് ആരോടും ചോദിക്കാതെ ഇറങ്ങി വന്ന് വിടുവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം. അക്കര നിന്റെ ശിശൂട്ടയോട് എതിർക്കുന്ന എതിർപ്പുണ്ടല്ലോ, അത് ഈ പകൽക്കാലം വഴിയട്ടെ. സഭയോട് എതിർക്കുന്ന എതിർപ്പുണ്ടല്ലോ, ആ പോരുകൾ പകൽക്കാലം വഴിയുകയാണ്. കാരണം ഇറങ്ങി വരുന്നത് തെക്കുന്നല്ല, വടക്കുന്നല്ല, കിഴക്കുന്നല്ല, പടിഞ്ഞാറുന്നല്ല, സ്വർഗത്തിൽ നിന്ന് തന്നെയാണ്. ഹാമന ഹജഗന ഘടകമന മൗഢപരാതി. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ദൈവസാന്നിധ്യവും ദൈവിക വിടുതലും ദൈവിക അനുഗ്രഹങ്ങളും ക്ഷമാന ഘടകം നിങ്ങളുടെ ഭവനത്തിൽ ഇറങ്ങി വരാൻ പോവുകയാണ്. സ്വർഗത്തിൽ ഇറങ്ങി വരുന്ന വിടുതൽ ഭവനത്തിൽ ഇറങ്ങി വരുന്നതോടൊപ്പം നിങ്ങളുടെ ശാരീരിക മണ്ഡലങ്ങളിൽ ഈ പകൽക്കാലം ഇറങ്ങി വരാൻ പോവുകയാണ്. അർക്കമന ഘടകരകജൽ ഘടകരകസി. ഒരിക്കലും ചിന്തിക്കാത്ത സ്ഥാനത്ത് ഈ പെന്തക്കോസ് അനുഭവത്തിലേക്ക് തമ്പുരാൻ കൊണ്ടുവന്നെങ്കിൽ പരാജയപ്പെടുത്തുവാനല്ല, പ്രാർത്ഥനയ്ക്ക് മറുപടി അർഹതയില്ലാത്ത സ്ഥാനത്ത് അർഹനാക്കി
അടകജനാദി വൈക്ഷസി ഒന്നുമില്ലായിരുന്ന കാലഘട്ടത്തിൽ വൈശാരകനം കിലോമീറ്ററോളം നടന്ന് സഞ്ചരിച്ച കാലഘട്ടത്തിലും അർക്കമാന ഘടകം അതിരുകൾക്ക് വിശാലത വരുത്തി ട്രിവാൻഡ്രം പട്ടണത്തിൽ ഇന്നും നിൽക്കാൻ അവസരം തന്നെങ്കിൽ ഈ പട്ടണത്തിൽ ഓട്ടിക്കുമെന്ന് പറഞ്ഞവൻ്റെ മടുവിൽ വീണ്ടും മാനിക്കാൻ ദൈവശക്തൻ എൻ്റെ ദാസനെ ശക്തിയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ റീകബാല ഷൗഡമാന ഹത്തുന ജഗനഘടകസിയ രക്തത്തിനകത്ത് രോഗമിട്ട് നിങ്ങളെ ഒതുക്കാൻ ശ്രമിക്കുന്ന ബലഹീനതയുടെ വ്യാപാരം ശരീരത്തിനകത്തുനിന്ന് എടുത്തു മാറ്റി വിടുവിക്കുന്ന യേശുവിൻ്റെ കരം പകൽക്കാലം വന്നിട്ടുണ്ട്. ചികിത്സകൾ ശരീരത്തിൽ നടത്തിക്കാൻ ശ്രമിക്കുന്ന അസ്വസ്ഥത ഈ പകൽക്കാലം അഴിയുവാൻ ഉണരാൻ തയ്യാറായാൽ ധീര ഹംസ വൈക്ഷസി ജൂഗൽ കനാദി വന്നത് പരാജയമല്ല. പിറകിലോട്ടങ്ങി ചിന്തിച്ചാൽ ഒരിക്കലും ഇങ്ങനെ വരുമെന്ന് ചിന്തിച്ചയാളല്ല. ധീരജാല ഘടക രഹസി അതൽ കമന ഘടക ജനകട പള്ളി കെട്ടുകളെ പൊട്ടിച്ചുകൊണ്ട് ആത്മീക തലത്തിൽ കൊണ്ടുവന്ന് ഇതിനകത്ത് ഒരുക്കി ഇരുത്തിയത് തകർത്ത് കളയാനല്ല. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പാർക്കുന്ന ഭവനത്തോട് എതിർക്കുന്ന എതിർപ്പുകളെ അഴിച്ചു മാറ്റി ദൈവദാസന്റെ മധ്യസ്ഥതയ്ക്ക് മറുപടി ഉണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവാലോചന അറിയിക്കുക. പ്രൈസ് ദി ലോർഡ്. അച്ഛാ, ആ ശരീരത്തിൽ വിടുതൽ നടക്കുന്ന വിശ്വാസമുണ്ടോ? കർത്താവ് വിടുവിക്കാൻ പോവുക. ഞാൻ വന്നതുകൊണ്ടല്ല, പ്രാർത്ഥനയ്ക്കാണ് മറുപടി. പ്രൈസ് ദി ലോർഡ്. ആ വീട്ടിൽ കൂടെ ചില വിടുതൽ നടക്കാൻ പോവുക. വീട്ടിൽ അപകട മേഖല മുക്കിക്കളയേണ്ട സ്ഥാനത്ത് ആക്സിഡൻ്റ് ഒഴിവാക്കി പല അത്ഭുതം ചെയ്തു. വാഹനത്തെ നിങ്ങളെ ആരും എടുത്തു മാറ്റും പോലെ അപകടം പോലെ ഒഴിവാക്കി ശരീരത്തിൽ കേടുപാട് കൂടാതെ വിടുവിച്ച ദൈവത്തിന് സ്തോത്രമെങ്കിലും പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ദൈവത്തിന് ആവശ്യമുള്ള കുടുംബമാണ്. നിങ്ങൾ മാത്രമല്ല, ബന്ധുക്കളിൽപ്പെട്ട ചിലതിനെ കർത്താവ് തൊടാൻ പോവുക. പെന്തക്കോസ് ഇഷ്ടമില്ലാത്ത ബന്ധുക്കളിൽപ്പെട്ട ചിലതിനെ 2015 കർത്താവ് തൊടാൻ പോകുന്നു. നിങ്ങളോടുകൂടി ആരാധിപ്പാൻ കൊണ്ടുവരാൻ സമയമായി. പ്രാർത്ഥന പരാജയമല്ല. പ്രൈസ് ദി ലോർഡ്. ശക്തമായ പ്രാർത്ഥന ദൈവദാസന് പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ പത്രോസിന്റെ കയ്യിൽ കിടന്ന ചങ്ങലകൾ, ദൈവദാസനാണെങ്കിലും ചില ചങ്ങലകളൊക്കെ വരും. എനിക്ക് നിങ്ങൾക്കൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടാകും. എനിക്ക് ഒരു പ്രശ്നവും ഇല്ലെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നവരുണ്ട്. അവർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം കാണും. അത് നമ്മൾ ചിന്തിക്കുമ്പോഴേ അറിയാം. നമുക്കൊക്കെ പ്രശ്നമുണ്ട് അല്ലേ? പ്രശ്നങ്ങളുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പെട്ടെന്ന് 2015 പെട്ടെന്ന് ഇവിടെ നടക്കുമെന്ന് പ്രാർത്ഥിക്കുന്നവർ വിശ്വസിക്കണം. ഇവിടെ മാത്രമേ വിടുതൽ. നിന്റെ ജോലിയോടുള്ള ചില കെട്ടുകളും ജോലിക്കകത്ത് പുറത്താക്കാൻ നോക്കുന്ന അസൂയയുടെ വ്യാപാരം കൂടെ അഴിച്ച് കർത്താവ് ചില വിടുതലുകൾ ജോലി മണ്ഡലങ്ങളുടെ മേൽ വെളിപ്പെടുത്താൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന ആവശ്യപ്പെടും, പ്രാർത്ഥനയ്ക്ക് വരും. പ്രാർത്ഥിക്കുന്ന ജീവനുള്ള ദൈവമെന്ന് അവൻ അറിയേണ്ടതിന് നന്മയ്ക്ക് അടയാളം കർത്താവ് ചെയ്യാൻ പോകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന കുറയ്ക്കേണ്ട. ആ വീട്ടിൽ ശക്തിയോടെ പ്രാർത്ഥിച്ചാട്ടെ. ഒറ്റ വാക്യം കൂടെ വായിച്ച് ഞാൻ പ്രാർത്ഥിച്ചിരിക്കാൻ പോവുക. അപ്പോസ്തല പ്രവൃത്തി 16-ാം അധ്യായം 14-15 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിക്കുന്നത് ശ്രദ്ധിക്കണം. മതി. പൗലോസ് സംസാരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതിന്. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വായിക്കുന്ന വാക്കുകളെല്ലാം ശ്രദ്ധയെക്കുറിച്ചാണ്. ഈ സഹോദരങ്ങൾ ഒരു പാട്ടുപാടി കയ്യടിച്ച് ആരാധിച്ചു നൃത്തം ചെയ്തു വെച്ചോ. ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ വീട്ടിൽ പോയാൽ പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. ദൂത് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ ചിലർ പറയും അയാൾ എന്തോ കൊല വിളിച്ച് എനിക്കൊരു പിടിയും കിട്ടിയില്ല. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ശ്രദ്ധിച്ചു. ലുദിയായുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് പൗലോസ് പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്നവരോട് ഈ വചനം നല്ലതുപോലെ ശ്രദ്ധിക്കുന്നവർക്ക് അപ്പോൾ തന്നെ വിടുതൽ നടക്കും. വേറെ ബഹളത്തിന്റെ കാര്യമൊന്നുമില്ല. അപ്പോൾ വിടുതൽ നടക്കും വചനത്തിൽ കൂടെ. വചനത്തിൽ കൂടെ ഉള്ള വിടുതലിനെ തടയാൻ ഒരു പിശാചിനും കഴിയത്തില്ല. വചനത്തിൽ കൂടെ ഉള്ള വിടുതലാണ് നിലനിൽക്കുന്ന വിടുതൽ. അതാണ് പുത്തരിക്കണ്ടത്ത് 50,000 പേര് കൂടുമ്പോൾ ശ്വാസാമെന്ന് വിളിക്കുന്ന അല്ല വിടുതൽ. അതാണ് ഒരു ലീലാമെന്ന് വിളിക്കുന്ന അല്ല വിടുതൽ. തോമച്ചാന്ന് വിളിക്കുന്ന അല്ല വിടുതൽ. 50 തോമച്ച ഉള്ളപ്പോഴാണ് ഒരാളിന്ന് തോമച്ചാന്ന് വിളിക്കുന്നത്. അതല്ല വിടുതൽ. വചനത്തിൽ കൂടെയാണ് വിടുതൽ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഇരിപ്പുണ്ട് തോമച്ചനും ലീലാച്ചനും തങ്കച്ചനും ബിജുവും അക്ക പണിക്കരും ആചാര്യയും ഒക്കെ ഇരിപ്പുണ്ട്. ആക്കും വിളിക്കാം. അതിലല്ല വിടുതൽ. വചനത്തിൽ കൂടെയാണ് വിടുതൽ. പ്രൈസ് ദി ലോർഡ്.
ചിലർ ഞാൻ കേട്ടിട്ടുണ്ട്, ചർച്ചിൽ മധ്യസ്ഥ പ്രാർത്ഥന നടക്കുമ്പോൾ വന്നിരിക്കും, ആരെയൊക്കെ പേര് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് കേൾക്കാൻ. പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലൊരാളെ പേര് വിളിക്കും. അപ്പോൾ കേൾക്കുന്ന വിശ്വാസം കണ്ട അയാളും പേര് വിളിക്കാൻ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, ഏത് കള്ളനായാലും പേര് വിളിക്കുമല്ലോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിക്കേണ്ടതിന് ദൈവവചനം ശ്രദ്ധിച്ചാൽ ആ വ്യക്തിയെ എത്ര വലിയ വ്യക്തികൾ തകർക്കാമെന്നാലും തകരത്തില്ല. അവർ വചനത്തിൽ നമുക്കറിയാം, കർത്താവിനെ പോലും പരാജയപ്പെടുത്താൻ പിശാച് വന്നപ്പോൾ കർത്താവ് ജയിച്ചത് ദൈവവചനത്തിൽ കൂടെയാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവരോട് നിന്നെ തകർക്കാൻ കൗശല ബുദ്ധിയുമായിട്ട് ചിലരൊക്കെ വരുമ്പോൾ നീ അതിനെ തകർക്കുന്നത് വചനത്തിൽ കൂടെ ആയിരിക്കണം. പ്രൈസ് ദി ലോർഡ്. വചനമുണ്ടെങ്കിൽ വിടുതൽ നടക്കും. വചനമുണ്ടെങ്കിൽ വെന്റിലേറ്ററിനകത്ത് കയറിയാലും വിടുതലോടെ ഇറങ്ങി വരും. വചനമുണ്ടെങ്കിൽ ഉടമനെ കാണേണ്ടവരൊക്കെ കണ്ടാലും, വെന്റിലേറ്ററിനകത്ത് കയറേണ്ട സാഹചര്യമായാലും വചനം കിടപ്പുണ്ടെങ്കിൽ ആ വചനത്തിൽ വാഴ്ത്തത്വമുള്ളതാകൊണ്ട്, വചനത്തിൽ ശക്തിയുള്ളതാകൊണ്ട്, വചനത്തിൽ ദൈവശക്തി ഉള്ളതാകൊണ്ട് ചുടബല ഘടക ശ്രദ്ധിക്കുമ്പോൾ അന്തരാജകര വചനത്തിൽ കൂടെയുള്ള വിടുതലുകൾ നിന്റെ ശരീരത്തിനകത്ത് ഇറങ്ങിച്ചല്ലോ. യെസ് 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 യെസ്. വചനത്തിന്റെ വിടുതൽ വെളിപ്പെടട്ടെ. വചനത്തിന്റെ വിടുതൽ ഗർഭാശയ സംബന്ധമായി അതര രക്തസ്രാവം എന്ന രോഗമിടുന്ന ആ രോഗത്തിന്റെ കെട്ട് ഈ പൽക്കാലം ഉദരം വിട്ട് അഴിയട്ടെ. ഓ ഷാരാബാര വൈഡാബാര ചൂടാബാര അർക്കലാദനാദി ബൗഡകൽക്കര തീയുടെ വ്യാപാരം പരിശുദ്ധാത്മന്റെ തീ ഈ പൽക്കാലം വചനത്തിൽ കൂടെ ശബരബ ഹദരജന അജലഘടകരകരി അർക്കബരബൗഷസിയാരഘടകം അന്തരാജകരഘടക. യേശുവിന്റെ രക്തം ജയം, വചനത്തിന്റെ ശക്തി പകൽക്കാലം വെളിപ്പെട്ടു വരട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. പൗലോസ് പറയുന്ന വാക്ക് ഭയങ്കര വാക്ക്, ആരുടെയും ഹൃദയത്തിൽ തുളച്ചു കയറുന്ന വാക്ക്. ചുടാരഘടകസി, കുത്തിപ്പറിക്കുന്ന വാക്കല്ല, തകർക്കുന്ന വാക്കല്ല, പൊളിക്കുന്ന വാക്കല്ല, ഉടയ്ക്കുന്ന വാക്കല്ല, ബിസിനസ്സുകാരിയെ മാനസാന്തരപ്പെടുത്തുന്ന വാക്ക്. പ്രൈസ് ദി ലോർഡ്. വാക്കുകൾക്കകത്ത് വിടുതൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ യേശുവിൻ്റെ നാമത്തിൽ രോഗത്തിൻ്റെ കെട്ട് അഴിയട്ടെന്ന് പറഞ്ഞാൽ വിശ്വാസമുണ്ടെങ്കിൽ അത് അതുപോലെ സംഭവിക്കും. അതുകൊണ്ടാണ് എൻ്റെ ലിവറിൽ ഓപ്പറേഷൻ വരാതെ കർത്താവ് വിടുവിച്ചത്. ദൈവദാസന്മാരുടെ പ്രാർത്ഥന. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന ഉണ്ടെങ്കിൽ വിടുതൽ. അവളുടെ ഹൃദയത്തെ ശ്രദ്ധിക്കണമേ, പ്രാർത്ഥിക്കുന്നവരുടെ ഹൃദയത്തിൻ്റെ അകത്ത് ചൂടാപാര ഹൃദയമാണ് പ്രധാന വിഷയം. ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ എല്ലാവരും ഒന്നുപോലെയല്ല, ഒന്നുപോലെയുള്ള ഹൃദയവുമല്ല. പ്രാർത്ഥനയൊക്കെ ഓക്കെയാ, കയ്യടി ഓക്കെ, അന്യഭാഷ മിക്കവാറും ചിലരൊക്കെ ഒന്നുപോലെ തന്നെ പറയും. ചില കേട്ട് പറയുന്നവരും ഉണ്ട്, പഠിച്ചു പറയുന്നവരും ഉണ്ട്. ചില ഭാഷമാർ നമുക്കറിയാം, കൈ വെച്ച് തലയെ കുലിക്കിട്ട് പറയും പറ പറ, അവന് കിട്ടിയാലേ പറയാൻ പറ്റൂ. നീരെ നടത്തില്ലേ പറയും, ഞാൻ പറയും പോലെ നീ പറ, ഞാൻ പറയും പോലെ നീ പറ. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറയും പോലെ പറയാൻ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് പറഞ്ഞ വാക്ക് ശ്രദ്ധിക്കേണ്ടതിന്, ഈ ഞാൻ പറയും പോലെ പറയുമ്പോഴാണ് ഇയാളെ കുലുക്കിയിട്ട് അങ്ങ് പോകാൻ ചെയ്യുക, പിന്നെ ഒരിക്കലും കുലുങ്ങയില്ല. കർത്താവ് കൊടുത്താൽ അവൻ കുലുങ്ങിക്കൊണ്ടേയിരിക്കും. ആരും കുലുക്കണ്ട, അവൻ കുലുങ്ങും. ഇത് ചുമ്മാ കുലുക്കുന്നവരുണ്ടെന്നേ, പാസ്റ്റർമാർ കൈ വെക്കുമ്പോൾ ചുമ്മാ ഇങ്ങനെ ഇങ്ങനെ കാണിച്ചു കൊടുക്കും. അദ്ദേഹം നിന്ന് ഇങ്ങനെ ആവും. പിന്നെ തീരെ പറയുന്ന പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയും പോലെ നീ പറഞ്ഞ് തോലയെന്നേ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്ന് പ്രാപിച്ചു പറയുന്നവർക്കാണ് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിന്ന് പ്രാപിച്ച് പറയുന്നവർ ഒരുപാട് ആഡംബരം അഭിനയമൊന്നും ഇല്ലെങ്കിലും ഒരു അന്യഭാഷയായിരിക്കും അതിൽ വിടുതൽ നടക്കും. ശിബല ഘടകസ് ഒരുപാട് ബഹളമില്ലെങ്കിലും അകത്തുനിന്ന് ദൈവത്തിന്ന് പ്രാപിച്ചു പറയാൻ തയ്യാറായാൽ അത് സ്ഥിരതയുണ്ടാകും. അത് ശരീരത്തിന്റെ അകത്ത് വിടുതൽ നടക്കും. ഹാർട്ടിനകം തുറക്കുക മാത്രമല്ല, ഹാർട്ടിനകത്തിന്റെ ബ്ലോക്ക് അത് മാറ്റും. ലുദിയായുടെ ഹൃദയമാകുന്ന ഹാർട്ടിനെ തുറന്നു എന്നാൽ അങ്ങനെയെങ്കിൽ ഈ പകൽക്കാലം ഹാർട്ടിനകത്ത് വേദനയുടുന്ന, ഹാർട്ടിനകത്ത് ബ്ലോക്ക് വരുത്താൻ ശ്രമിക്കുന്ന, ഹാർട്ടിന്റെ പ്രശ്നം മാറുവാൻ നടക്കുന്ന പ്രിയപ്പെട്ടവരോട് നടക്കാൻ പറ്റിയില്ല എങ്കിലും നടത്തുമാറാക്കുന്ന ദൈവത്തെ അനുസരിച്ച് നീ പ്രാർത്ഥിക്കാൻ തയ്യാറാകുക. നിന്റെ ഹാർട്ടിന്റെ വേദന പകൽക്കാലം മാറാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്. നടന്ന് 45 മിനിറ്റ് 50 മിനിറ്റ് നടന്നിട്ട് പോലും അറ്റാക്ക് മാറാത്ത പലരും ചത്തുപോകുമ്പോൾ ചാകുമെന്ന് വിധി എഴുതിയ പലരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പ്രാർത്ഥന. ആയുസ് ആരേല, തമ്പുരാൻ്റെ ആയുസ്.
ഹാർട്ടിനെ സൃഷ്ടിച്ച തമ്പുരാനെ നമ്മുടെ ആയുസ്സോടെ അങ്ങനെ ഷുഗറിൻ്റെ കെട്ടും ഈ പകൽക്കാലം കർത്താവ് വഴിക്കട്ടെ. നിന്റെ ശരീരത്തെ കാർന്ന് തിന്നുകൊണ്ടിരിക്കുന്ന രോഗമാകുന്ന ഷുഗർ ഈ പകൽക്കാലം ശരീരം വിട്ടഴിയുവാൻ രോഗമുള്ളവർ പ്രാർത്ഥിച്ചു. എനിക്കില്ലെന്ന് പറഞ്ഞ് ഇരിക്കണ്ട, ഉണ്ടെങ്കിൽ പ്രാർത്ഥീര്. കർത്താവിന്റെ ശക്തി നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. അതുരമാന ജനഘടകസി ആ ദൈവത്തിന്റെ സാന്നിധ്യം പകൽക്കാലം വെളിപ്പെടുവാൻ ശരീരത്തെ ഊതി വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന, ശരീരത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന അബ്ദുരാരകന ആ ഷുഗറിന്റെ വ്യാപാരം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ പകൽക്കാലം മാറട്ടെ. രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം, യേശുവിന്റെ രക്തം ജയം, യേശുവിന്റെ രക്തം ജയം. രോഗം മാറട്ടെ. പരിശുദ്ധാത്മാവേ നിന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കട്ടെ. യേശുപ്പച്ച നിന്റെ കൃപ വ്യാപരിക്കട്ടെ. യേശുവേ ഓ യേശുവിന്റെ നാമത്തിൽ ആ രോഗബാധ അഴിയുകയോ. പൗലോസ് പറയുന്നത് ശ്രദ്ധിക്കേണ്ടതിന് അവളുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. ശ്രദ്ധിച്ചപ്പോൾ സംഭവിച്ചത് ബോധ്യമായി. ദൈവപ്രവൃത്തി പൗലോസിന്റെ മേൽ ഉണ്ടെന്നും വചനം ശരിയായെന്നും ബോധ്യമായിട്ട് ഉള്ളിൻ്റെ ഉള്ളറ കൊണ്ട് ഒരു തീരുമാനമെടുത്തു, ഞാൻ സ്നാനപ്പെടും. ഒരു മെസ്സേജ് കഴിഞ്ഞാൽ അതിൻ്റെ അവസാനം സ്നാനമായിരിക്കണമെങ്കിൽ വിടുതൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. അല്ല യേശു തൊട്ടു, യേശു അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് ബഹളം കാണിച്ചിട്ട് വിടുതൽ നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. അവക്ക് ബോധ്യമായി സ്നാനം എന്നല്ല. ഞാൻ എൻ്റെ സ്നാനത്തെക്കുറിച്ച് ഒരു വാക്കൂടെ പറഞ്ഞ് നിർത്താൻ പോയി. എത്ര മണിയാ ബസ്? 1:30. ഈ വാച്ച് കറക്റ്റാണോ? ഓക്കെ. ചിലപ്പോൾ ഒരു 5 മിനിറ്റ് ക്ഷമിക്കണം. സ്വതന്ത്രം എങ്കിലും പേടിക്കണം, ഞാൻ ഇരിക്കും. എനിക്ക് അങ്ങനെ ചിലർക്ക് ഈ അപ്പോഴത്തേക്ക് അഭിഷേകം വരുന്നവരുണ്ട്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് നിർത്താൻ പറഞ്ഞാൽ അപ്പോഴും നിർത്തും, പേടിക്കണ്ട. സ്വതന്ത്രം 5 മിനിറ്റ് കൊണ്ടും പ്രസംഗിച്ച് നിർത്തുന്ന ഗൾഫിലായതുകൊണ്ട് നാട്ടിലും അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇനി 5 മിനിറ്റ് കൂടെ ഉള്ളെങ്കിൽ ഒരു വാക്ക് എൻ്റെ സ്നാനം മാത്രം പറഞ്ഞ് നിർത്താൻ പോവുക. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ സ്നാനപ്പെടുന്ന സമയത്ത് 22 വർഷത്തിന് മുമ്പേ, എൻ്റെ 18ാമത്തെ വയസ്സ്, ഞാൻ സ്നാനപ്പെടുമ്പോൾ ഞങ്ങളോട് 3 പേര് സ്നാനപ്പെടാറുണ്ട്. കട്ടപ്പനയിൽ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർ യോശുവ, അദ്ദേഹത്തിൻ്റെ മകൻ, നെടുമങ്ങാടുള്ള ഒരമ്മച്ചി, 3ാമത് ഞാൻ. അമ്മച്ചിയെ സ്നാനപ്പെടുത്തി കരക്കി എറിയപ്പോൾ അമ്മച്ചി വെള്ളയും കൊടുത്ത് സൂപ്പറാണ് നിൽക്കുന്ന. അപ്പം തന്നെ സ്വർക്കത്തിൽ പോകും പോലെ. അപ്പോഴും സ്നാനപ്പെട്ടതേ ഉള്ളൂ, അടിച്ചു പൊളിച്ച് നിൽക്കുക. നമ്മുടെ ഈ അമ്മച്ചി ഇരിക്കും പോലെ. അമ്മച്ചി അടിയുണ്ടാക്കൂ എന്നോട്. അമ്മച്ചിക്ക് ഇഷ്ടമല്ലാത്ത പറഞ്ഞു കഴിഞ്ഞാൽ പോക്ക് മുതൽ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ നിൽക്കുക അമ്മച്ചി. പാസ്റ്റർ മകന് സ്നാനപ്പെട്ട് അവൻ പാൻസൊക്കെ ഇൻ ചെയ്ത് സൂപ്പറായിട്ട് അവന് നിൽപ്പുണ്ട്. 3ാമതായി ഞാൻ സ്നാനപ്പെടാൻ വെള്ളത്തിനകത്തേക്ക് ഇറങ്ങിച്ചെന്നു. പാസ്റ്റർ ഉപദേശമൊക്കെ പറഞ്ഞ് സ്നാനപ്പെടുത്താൻ കൊണ്ടുപോയി. സ്നാനപ്പെടുമ്പോൾ എനിക്ക് ചിരിയാ. ഒരുപാട് ആൾക്കാർ എൻ്റെ ചുറ്റും നിൽപ്പുണ്ട്. ആൾക്കാരൊക്കെ, ഞാൻ മദ്യപിക്കുമായിരുന്നു. പിന്നെ ഒത്തിരി കാര്യങ്ങൾ, ഇറച്ചി ബിസിനസ്, ഇറച്ചിയൊക്കെ വെട്ടി ഇത്തിരി പശുവിനൊക്കെ ഈ കൈകൊണ്ട് ഞാൻ അറുത്ത് മാറ്റിയിട്ടുണ്ട് എൻ്റെ കൊച്ചു പ്രായത്തെ. എന്നോട് പാസ്റ്റർ സ്നാനപ്പെടുന്നപ്പോൾ എന്നോട് ചിരിക്കുന്നത് എന്താ? ഞാൻ പറഞ്ഞ സന്തോഷം കൊണ്ടാണ്. സ്നാനപ്പെടുമ്പോൾ ചിരിയില്ലേ? ചിലർക്ക് ചിരിയൊന്നുമല്ല. ഇന്ന് മുതൽ ഇനി എങ്ങനെ കളയും ചിലതൊക്കെ എന്നൊരു ചിന്ത. കള്ളത്തനം കളയണം, ചീത്തവിളി കളയണം, ഇതൊക്കെ കളയണമല്ലോ. അതൊരു വിഷമിച്ച് സ്നാനപ്പെടുന്നവരുമുണ്ട്, പാസ്റ്റർ പറഞ്ഞതുകൊണ്ട്. പിന്നെ പോരാട്ടം വരുമെന്ന് പറഞ്ഞ് സ്നാനപ്പെടുന്നവരുണ്ട്. ജോലി കിട്ടാൻ വേണ്ടി സ്നാനപ്പെടുന്നു. കല്യാണത്തിന് വേണ്ടി പൊങ്ങിയിട്ട് സ്നാനപ്പെട്ട് കുടുംബജീവിതം പൊളിഞ്ഞു നടക്കുന്ന പലരും ഉണ്ട്. അതുകൊണ്ട് കല്യാണത്തിന് വേണ്ടി ആരും സ്നാനപ്പെടുന്നത് പോക്ക് മുതലാണ്. സ്വത്രം. പ്രൈസ് ദി ലോർഡ്. അജാലഘടക സംഭവ. ചിലർ കല്യാണത്തിന് വേണ്ടി സ്നാനപ്പെടും. ഒരു 6 മാസം മുമ്പ് നീ നിൻ്റെ ജോലി നോക്കും, ഞാൻ എൻ്റെ ജോലി നോക്കും. അവിടെ സംഭവം തീർന്നു. പെട്ടത് സ്നാനപ്പെട്ട കല്യാണത്തിന് വേണ്ടി. അപ്പോൾ സ്വർഗത്തിൽ പോകാനല്ല. അപ്പോൾ ശ്രദ്ധിക്കണമേ. സ്നാനപ്പെട്ടു. അപ്പോൾ ചിരിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞ് എന്താ ചിരിക്കും? ഞാൻ സന്തോഷം കൊണ്ട് ചിരിക്കുക. സ്നാനപ്പെട്ട് കരക്ക് കയറിയപ്പോൾ ഞാൻ വാവിട്ട് കരഞ്ഞു. സ്നാനപ്പെട്ടത് കൊണ്ടല്ല കരഞ്ഞത്. എൻ്റെ പപ്പയുടെ ഏറ്റവും ഇളയ അനുജൻ ജോസഫ് എന്ന് പറയും. അദ്ദേഹം സൗദിയിൽ ദമാമില. അദ്ദേഹം നമ്മുടെ ഈ ഇരിക്കുന്ന അച്ഛൻ്റെ അത്ര ഉണ്ട്. അച്ഛനൊന്നും ആയില്ല, പ്രായം കുറവാണ്, എന്നാലും ഞാൻ പറഞ്ഞതാണ്. അദ്ദേഹത്തിൻ്റെ അത്രയുള്ള എൻ്റെ പപ്പയുടെ ഇളയ സഹോദരൻ, 5ാമത്തെ. അദ്ദേഹത്തിൻ്റെ അന്ന് 22 വർഷത്തിന് മുണ്ടും എടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഷർട്ടും ഇട്ടപ്പോൾ ഷർട്ട് മുട്ടിന് താഴെ നിൽക്കുന്നു. മുണ്ടിൻ്റെ കര മാത്രമേ കാണാവൂ. അതുകൊണ്ടാണ് കരഞ്ഞ്. പഴയ ഷർട്ടാണ്. മുണ്ടിൻ്റെ ബാക്കൊക്കെ തുന്നി കീറിയിട്ടുണ്ട്. അപ്പോൾ ഈ വലിയ ഷർട്ടും കൂടെ ഇടുമ്പോൾ ഷർട്ട് മുട്ടിന് താഴെ നിൽക്കുന്നു, മുണ്ടിൻ്റെ കര മാത്രമേ കാണാവൂ. ഞാൻ വാവിട്ട് കരഞ്ഞു. അപ്പോൾ പാസ്റ്റർ എന്നെ സ്നാനപ്പെടുത്തിയ ദൈവദാസൻ പറഞ്ഞത്, ശമൂവേലേ, ഷർട്ടും മുണ്ടും പഴയതാണെങ്കിലും നിന്റെ ഹൃദയത്തെ തമ്പുരാൻ പുതുതാക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അന്ന് പഴയ ഷർട്ടും മുണ്ടും എടുത്താണ് സ്നാനപ്പെട്ടെങ്കിലും
ഇന്ന് എണ്ണിയാൽ തീരാത്തതും ഇട്ടാലും തീരാത്തതും എനിക്കും എൻ്റെ കുഞ്ഞുങ്ങൾക്കുമുണ്ട്. ഞാൻ പറഞ്ഞത്, നിന്റെ അകമാണ് തമ്പുരാൻ നോക്കുന്നത്. നീ ഒരു പുതിയ പാനിട്ടുണ്ടെന്നിട്ട് ഒരു ചുക്കുമില്ല. ഒരു സൂപ്പർ വെള്ളയും ഇട്ടാലും ഒന്നുമല്ല. നീ അങ്ങോട്ട് പോകണമെങ്കിൽ നിന്റെ അകം ശരിയാകണം. പ്രൈസ് ദി ലോർഡ്. അങ്ങോട്ട് നിനക്ക് പോകണമെങ്കിൽ നിന്റെ അകം ശരിയായേ പറ്റൂ. നിനക്ക് വിശുദ്ധി ഉണ്ടായിരിക്കണം, നിനക്ക് വേർപാടുണ്ടായിരിക്കണം, നീ സത്യത്തിൽ തന്നെ നിൽക്കണം. വചന അടിസ്ഥാന പ്രകാരം ജീവിച്ചാൽ നിത്യയുടെ അവകാശിയായി മാറും. സ്നാനപ്പെട്ടെന്ന് പേര് പറയുന്ന പെന്തക്കോസ്ത് വിശ്വാസിയെ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരിയുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് പറഞ്ഞു, ഞാനും എനിക്കൊരു കുടുംബമുണ്ട്, ഞങ്ങൾ സ്നാനപ്പെടും. കുടുംബത്തിനകത്തുനിന്ന് സ്നാനപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലരുണ്ട്. കുടുംബത്തിനകത്തുനിന്ന് ചിലരെ സ്നാനത്തിനായിട്ട് 2015 കർത്താവ് ഒരുക്കുകയാണ്. സ്നാനം നടക്കത്തില്ലെന്ന് പറയുന്ന പിശാച് നോക്കി നിൽക്കെ നമ്മുടെ ഈ PMC ചർച്ചിനകത്ത് എണ്ണാൽ തീരാത്ത സ്നാനങ്ങൾ ഇനിയുമുണ്ട്. ഉടമന ജഗനഘടകസി സ്നാനത്തിൻ്റെ മണ്ഡലത്തെ അടച്ചു നിർത്തിയ പൈശാചിയ പോരുകൾ അടിച്ചു മാറ്റിക്കൊണ്ട് ഞാനും നിങ്ങളും ചിന്തിക്കുന്നവരല്ല സ്നാനപ്പെടാൻ പോകുന്നത്. ഇവിടെ ഉള്ള അമ്മമാരുടെ അമ്മമാരും മക്കളുടെ മക്കളും കൊച്ചുമക്കളുമല്ല, പുതിയത് വരാൻ പോവുകയാണ്. ലുദിയായുടെ ഹൃദയത്തെ തുറന്ന ദൈവത്തിന്റെ അഭിഷേകം ഈ പൽക്കാലം നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. ചില ഹൃദയങ്ങൾ തുറന്നു വരട്ടെ. കേട്ട വചനത്തും എല്ലാ കണ്ണുകളും അടച്ച് ആരാധിച്ചാട്ടെ. ചൂടാബാല വൈഡാബാര ബീഗാബാര ബൗഡാമാന ക്ഷാരാബാല വൈഡൽക്കാരം ചൂടമ്പാരം വേദൽ കടകം അസ്തരക്ഷ സൈഡജാന ധീകരാജ അടയമാന ബീഗമാര വേദരക്ഷ സൈഡരെ ഗോ ഷബരബരബല. എല്ലാവരും പ്രാർത്ഥിക്കും. ലുദിയായുടെ ഹൃദയത്തെ തുറന്ന ദൈവ സാന്നിധ്യം ശ്രദ്ധിക്കാൻ അവസരം ഒരുക്കി. ദാനിയേൽ ദർശനത്തിന് മുമ്പിൽ ശ്രദ്ധിച്ചു, സഭ ശ്രദ്ധിച്ചു. എല്ലാ കണ്ണുമടയ്ക്കാം, കേട്ടവരുടെ മുമ്പിൽ പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കും. ചൂടബാല ഘടകം എല്ലാ കുഞ്ഞുങ്ങളും ചില മിനിറ്റുകൾ പെട്ടെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചട്ടെ. ഷാരജാരഘടകരഗതി അർക്കമാനം സംഭവാരകം കണ്ണുനീരുകൾക്ക് വിടുതൽ വ്യാപരിക്കട്ടെ. കണ്ണുനീരുകൾക്ക് വിടുതൽ ഉണ്ടാകട്ടെ. അതരജനഘടകരഗത സംഭവാരഘടക ദീപൽഘടകം ചൂടാമാനം വേദിക്കട്ടം ചൂടമാരഘടകരഗരി അർക്കമാരഘടകസിയാരം. പരിശുദ്ധാത്മാവി പകൽക്കാലം പ്രിയദാസിയോടും കരയുന്ന കണ്ണുനീരുകൾക്ക് മറുപടി അയച്ചു. തിരമാലകളെ മുറിച്ചു കയറുന്ന മത്സ്യത്തെ പോലെ തീരാബ ശംദുരി ജഗൽക്കരം അടകമനഘടകം നിന്റെ മേലും നിന്റെ ഭവനത്തിൻ്റെ മേലും ഒരു അഭിഷേകത്തിൻ്റെ തീ വീണ്ടും പകർന്ന് ധീരാജകൽക്കനഘടകസി വാഴ്ത്തത്തം ബാലൻസ് വയ്ക്കാതെ വീണ്ടും നിവർത്തിയാക്കാൻ പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മ. ഒരു കാലഘട്ടം അനുഭവിച്ച കണ്ണുനീരിൻ്റെ നടുവിൽ ധീരജാലഘടകരഹസി ഓർക്കുന്നുണ്ടോ? എണ്ണിയാൽ തീരാത്ത അത്ഭുതങ്ങൾ ചെയ്ത് ശിവലഘടക ജനഘടകം ഈ മണ്ഡലത്തിൽ വന്നെത്തുമെന്ന് ചിന്തിച്ചതല്ല. വീണ്ടും എൻ്റെ ആത്മാവ് നിന്നെ വിളിച്ചിറക്കിയത് പൊളിച്ചു കളയാനല്ലെന്ന് ദൈവത്തിൻ്റെ ആത്മാവ്. പുറമേ നീ സംസാരിക്കുന്നു, കാര്യങ്ങൾ പറയുന്നുവെങ്കിലും ഹൃദയത്തിൻ്റെ അന്തർഭാഗത്ത് എഴുതി വെച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ ചില വിഷയങ്ങൾ കരയുന്നുണ്ട്. റികബല ഘടക ജഗനം. കർത്താവ് എന്നെൻ്റെ വിഷയങ്ങൾക്ക് വിടുതലുണ്ടാകും, എന്നെൻ്റെ കുടുംബതലത്തിനകത്ത് ഒരു അത്ഭുതം നടക്കുമെന്നൊക്കെ ദീപാര സന്ദര ബൗഡമാന അർക്കമാന ഘടകൽക്കന വൈഡമാന ഘടകരക ജനഘടകസിയ അർത്ഥക്ഷാരം ചൂടാമാനം എഴുതി വെച്ച് പ്രാർത്ഥിച്ച് കരയുന്ന വിഷയത്തിൽ 2015 മറുപടി അയക്കാനുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ദൂത് അറിയിക്കുന്നു. ഉടമന ഘടകരകതനി വൈഷസി പ്രത്യേകിച്ച് നീ ആരോടും പറയാ ചില അർദ്ധരാത്രികളിൽ അതുരാമനയാ രഗജൽ ഘടകം ദൈവമുഖത്തേക്ക് നോക്കി ചോദിച്ച് കരയുന്ന ചോദ്യങ്ങൾക്കകത്ത് മറുപടി വെളിപ്പെടുത്താൻ ഉണ്ട് എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പൽക്കാലം ആലോചന അറിയിക്കുന്നു. ഉണരുക അടകജരാതി വൈഷസി ജീവിക്കമാരഘടകര. ഓർക്കുന്നുണ്ട്, തകർന്നു പോകേണ്ട സ്ഥാനത്തും എൻ്റെ ആത്മാവ് കരം പിടിച്ചെഴുന്നേൽപ്പിച്ച അസ്തൽ ഘടക ജനഘടകം തലപൊങ്ങി എഴുന്നേൽക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചപ്പോൾ എൻ്റെ വിടുതൻ്റെ കരം നീട്ടിയത് അതര ജനഘടക സ്യാരം പരാജയപ്പെടുത്തുവാനല്ല ഈ ദിവസങ്ങളിൽ ദൂരാഭാരം ബൗഡം ജാരം ധീരൽ ഘടകം കഴിഞ്ഞ 2014 ഈ 15 തുടക്കത്തിലും ഒക്കെ പറയപ്പെട്ടിരിക്കുന്ന ആലോചനകൾ നിവർത്തിയാകുവാൻ അതര ജനഘടക സംധരാജകൽക്കര വൈഡമന് ശ്രദ്ധിച്ചു പ്രാർത്ഥിച്ചു വീണ്ടും മുൻപോട്ട് പോകാൻ തയ്യാറായാൽ അടകാരകസ് എത്രയോ വിഷയം വരുന്നതിന് മുമ്പ് സംഭവിക്കുമെന്ന് പറഞ്ഞതൊക്കെ അറിയിച്ചത് പ്രാർത്ഥിച്ചപ്പോൾ അനർത്ഥം മാറ്റി. അടകരക ജനഘടം നിലവിളി ഭവനത്തിനകത്ത് എടുത്തു മാറ്റി. അർക്കമാനഘടകം നിന്നെ സൂക്ഷിച്ചത് ഉടവോർക്കുന്നുണ്ട്, അനുഭവിച്ച വേദനകൾ അടകാജകൽക്കര വൈഡമാന മരണപാശങ്ങൾ ചുറ്റിയ സ്ഥാനത്ത് എഴുന്നേൽപ്പിച്ചതിൻ്റെ ആത്മാവ് വീണ്ടും ശക്തിയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിരജാരകം നിന്റെ വിദ്യാഭ്യാസ മണ്ഡലമെല്ലാം പൊളിഞ്ഞ് തകർന്നു പോകേണ്ട സ്ഥാനത്ത് അടകരകസി
അർഹതയില്ലാത്ത മേഖലയിൽ നിന്നെ കൊണ്ടെത്തിച്ച് ധീരജാല ഘടകരഹസ്യാരം ഇതുവരെ എത്തിച്ച എൻ്റെ ആത്മാവിൻ്റെ കരം വീണ്ടും ചൂടാ നിന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചാൽ നടുവിൻ്റെ ഒരു വശം മുതൽ ഉദരത്തിൻ്റെ ഒരു ഭാഗം വരെ ഇടയ്ക്ക് വേദനയിടുന്ന അസ്വസ്ഥതകൾ അടകജനാദി വൈഷസ്യാര ഘടകരാദി അന്തൽക്കമന വേദന കൊണ്ടിട്ട് പിന്നത്തതിലൊരു ഓപ്പറേഷന് പോലും വിധി എഴുതുമെന്ന് വാദിക്കുന്ന പോരുകളും അസ്വസ്ഥതകളും ഈ പകൽക്കാലം ഉടയുവാൻ ശക്തിയോടെ പ്രാർത്ഥിച്ചാൽ നിന്നിൽ പകർന്നിരിക്കുന്ന അഭിഷേകത്തിൻ്റെ ശക്തി മുഖാന്തരം ശത്രുവിൻ്റെ നുഖത്തെ ഉടച്ച് അടകജനാദി വൈഷസി തക്ക സമയങ്ങളിൽ ആത്മാവിൻ്റെ വിടുതൽ നിന്റെ മേൽ പകരുവാനുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓർക്കുന്നുണ്ട്. നിന്റെ മാതാപിതാക്കൾ അനുഭവിച്ച കണ്ണുനീരുകൾ, അവരുടെ വേദനകൾ, അടകാരകജൽക്കട വൈഡകാരകടകസി എല്ലാ മണ്ഡലം പൊളിഞ്ഞപ്പോഴും അതാരകസി നിന്നെ നിലനിർത്തിയതിൻ്റെ ആത്മാവിൻ്റെ കരമ ഈ ദിവസങ്ങൾ വൈഡാര ശമ്പല ബൗഡ അതരകൾക്കര വാഴ്ത്തത്ത പ്രകാരം കഴിഞ്ഞ കാലഘട്ടങ്ങൾ കരഞ്ഞതുപോലെ മണിക്കൂറുകൾ രാത്രി കാലങ്ങളിൽ പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യം. ദൈവത്തിൻ്റെ ആത്മാവ് ആ പ്രാർത്ഥനയുടെ തീ നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ അടകൽ കമന വിഗമന ഘടക പ്രാർത്ഥിക്കാനിരിക്കുമെങ്കിലും വേണ്ടുപോലെ പ്രാർത്ഥിച്ച് ജയമെടുക്കാൻ കഴിയാതെ അതുരജാന ഘടകസി അതുരാജകൾക്കര പോരിടുന്ന അസ്വസ്ഥതകൾ ഈ പകൽക്കാലം ഉടയേണ്ടതിന് വളരെ പ്രാർത്ഥിക്കാൻ തയ്യാറായ ഒരു പ്രത്യേകമായ വിടുതൽ കുടുംബതലത്തിൻ്റെ മേൽ വെളിപ്പെട്ട് വരുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ദൂതറിയിക്കുന്നു. ഉണരുക, രകാജനം വൈഷം ഭാരം ചൂടാരാതി വാഴ്ത്തത്വം ബാലൻസ് വയ്ക്കത്തില്ല എന്നും പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. ഉണരുക, പാരമ്പര്യത്തിൻ്റെ അവകാശവാദങ്ങളെ അഴിച്ചുടച്ച് അതരജനഘടക ശബ്ദരാജനകസി ജീവനുള്ള ദൈവത്തെ സേവിക്കുന്നു എന്നുള്ളത് നിന്റെ ഭവനത്തിന്റെ ഇടത്തും വലത്തും പാർക്കുന്നവർ അതിശയം കുറത്തക്ക നിലവാരത്തിൽ എൻ്റെ ആത്മാവിന്റെ വിടുതലിന്റെ കരം വെളിപ്പെടുമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൂതറിയിക്കുന്നു. ഉണരുക, കരയുക, അനുഗ്രഹം പ്രാപിക്കുക. എല്ലാവർക്കും പ്രാർത്ഥിക്കാം. ഒരു മിനിറ്റ് കൂടെ എല്ലാവരും പ്രാർത്ഥിച്ചാണ്. ശാദരാധികാര ഘടകം, അർക്കമാന ഘടകം, ശബ്ദനാധികാല ഘടകം, വൈഡാരാധി ഷൂകൾ ഘടക ജഗൽക്കമന വൗഷമന ഘടകം. പരിശുദ്ധാത്മാവ് പകൽക്കാലം പ്രിയമോനോട് ധിപരാജകന അജകാരകജൽ ഘടകജനാധിക വൈഷസിയാരം അർക്കമാനം ചൂടഭാര ഘടകം അധുരമന ജനഘടകരഗതി ഷാദരേതികൾ കമനാദി. ഈ ദിവസം നിന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ജീവരാജാന ഘടകം വീണ്ടും എൻ്റെ പാദപിടത്തിലേക്ക് അടുത്തു വരാൻ തയ്യാറാകുമെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പ് നിന്റെ മേലുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. ഹജകൽക്കമന വിദ്യാഭ്യാസം നിനക്കൊരു ഇൻ്റർവ്യൂകൾ വെളിപ്പെടുന്ന സമയം ഇത് അടുത്തടുത്ത് വരികയാണ്. ഷീബാരകത്തിൽ അനേകായിരങ്ങൾ ഇൻ്റർവ്യൂവിന് വേണ്ടി നിൽക്കും. അതിനിടയിൽ നിന്നെ ഞാൻ തിരഞ്ഞെടുത്ത് അടകാജനകൽക്കമന വൗഷസിയാര ഘടകം ദാനിയലിന്റെ മേൽ അത്ഭുതം ചെയ്ത് മൂന്നാമനിൽ ഒരുവനായി തിരഞ്ഞെടുത്തതുപോലെ അപ്തുരബലഘടകരകതരിനെ തിരഞ്ഞെടുത്ത് വിജയത്തിന്റെ മണ്ഡലത്തിലേക്ക് നയിക്കാൻ എനിക്ക് പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ദൂതറിയിക്കുന്നു. റീവാരകജൽക്കമൻ ഒരു പ്രത്യേക ഹപ്തുനീ ജഗൽക്കര ഘടകരകസി അതാരകളും നന്മകളും യാത്രയുടെ പദവികളും നിനക്ക് വേണ്ടി ഒരുക്കി. ധീരജാല ഘടകരകതനി ഇന്നത്തെ സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ പാത്ര ഒരു അഭിഷേകത്തിന്റെ തീ വീണ്ടും ഏറ്റുവാങ്ങാൻ തയ്യാറാകുമെങ്കിൽ ഹോളിനകത്തേക്ക് മുട്ടുകുത്തിയത് പരാജയമല്ല. അപ്തുനാരം ക്ഷാരഭാരം ബീകൽക്കമനം ജനഘടകം അടകജനാധിക വൈഷസ്യാര ഘടകം. ഭവനത്തിൻ്റെ ഉള്ളറയിൽ പ്രാർത്ഥിക്കാൻ മുട്ടുകുത്തുമെങ്കിലും മണിക്കൂറുകൾ പ്രാർത്ഥിക്കാൻ കഴിയാതെ ഏകാഗ്രത നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങൾ അഴിയേണ്ടതിന് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കാൻ നിന്നെ തന്നെ സമർപ്പിക്കാൻ തയ്യാറായാൽ 2015 മറക്കാനാകാത്ത ഒരു അത്ഭുതം നിന്റെ മേൽ ചെയ്യാനുണ്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആലോചന അറിയിക്കുന്നു. ഉടമനരകജന ഘടകജനാദി നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുടെ കണ്ണുനീരുകൾ തന്നെയാണ് വിടുതലിന് കാരണമെന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് വൽക്കലം വ്യക്തമായ ആലോചന അറിയിക്കുന്നു. ഉണരുക, അചാരം ശാരം ഭാരം ചൂടാഭാരം വേദൽ ഘടകം അടകജനാദി ദാനിയലിനെ തിരഞ്ഞെടുത്തതുപോലെ ദാനിയലിന് വിരുദ്ധമായി ഗൂഢാലോചന ഉണ്ടായിരുന്നത് പോലെ അന്തൽ കമന ഘടകം അതിൽ ചില എതിരുകൾ പുറമേ ചിലരൊക്കെ ചിരിക്കുന്നു എങ്കിലും അകം കൊണ്ട് വെറുപ്പ് വെച്ച് പെരുമാറി അസൂയപ്പെടുകയും എതിരായി നിൽക്കുന്ന ചില വ്യക്തികളുണ്ട്. കൂട്ടുകുരുക്കിനകത്ത് കൂട്ടുകാരുടെ കുരുക്കിനകത്ത് നീ അകപ്പെട്ടു പോകാതിരിപ്പാൻ അതാരകൾക്കന നിന്നോട് സംസാരിക്കുന്നവരും കൂട്ടുകൂടാൻ വരുന്നവരും ആരെന്ന് തിരിച്ചറിഞ്ഞ് അടകജനാദികൾക്കമന ഘടകം കളയേണ്ടത് കളഞ്ഞിട്ട് പ്രാർത്ഥിച്ചു വരാൻ തയ്യാറായാൽ ഈ 2015 ഒരു വിടുതൽ നിന്റെ മേൽ നടക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. ക്ഷാരഘടക ജനഘടകരകനി നിനക്ക് വേണ്ടി സംസാരിക്കേണ്ട അധികാരികളോടും പ്രഭുക്കന്മാരോടും സംസാരിക്കുന്ന വർഷമാണ് 2015 എന്ന ദൈവത്തിൻ്റെ ആത്മാവ് ഈ പകൽക്കാലം ആലോചന അറിയിക്കുന്നു. ഉണരുക, ഉണരുക, ശക്തമായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥന കുറവുണ്ട് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ചു കരഞ്ഞാൽ അധരജനഘടകസി അഭിഷേകത്തിൻ്റെ തീ നിന്റെ മേലും വെളിപ്പെടുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൂതറിയിക്കുന്നു. ഉണരുക, കരയുക, അനുഗ്രഹം പ്രാപിക്കുക. എല്ലാവർക്കും പ്രാർത്ഥിച്ചാൽ എല്ലാവരും പ്രാർത്ഥിക്കാം. ഷാരാജകന ഹതുരാമനയാജകൽ കരാതി പോയ റൂട്ടുകൾ വന്ന വഴികളൊക്കെ പറഞ്ഞാലും ഒരിക്കലും തീരാത്ത നിലവാരത്തിൽ ഭവനത്തുനിന്ന് ഉണച്ച് നാട് വിട്ടോട്ടിച്ചതിനെ തകർത്ത് കളയാൻ പിശാച് പദ്ധതിയിട്ട കാലത്ത് ജീവനാപത്ത് വരുത്താതെ നിലനിർത്തിയിരിക്കുന്നതിന്റെ ആത്മാവിന്റെ കരമെന്ന് പരിശുദ്ധാത്മാവ് ദാസനെ വൈകാരകസി
പിന്നെ ജോലി മണ്ഡലങ്ങളിൽ പോലും എത്രയോ ആവർത്തി പൊളിച്ചു കളയാം. ഉടമന ജനഘടകം സമ്പരാതി അർക്കമാന പെരിസ്ത്യരുടെ ശക്തികൾ അതരാജകൽക്കല വൈശസ്യായം വിസകാറ്റിന് വിരുദ്ധമായി എഴുന്നേറ്റതുപോലെ അന്തർക്കാരാമൂട ജോലി മണ്ഡലത്തിൽ പ്രതികൂലത്തിന്റെ കാര്യം പലത് എഴുന്നേറ്റപ്പോൾ വിലയൊട്ടതിന്റെ കരമുള്ള ദൈവത്തിന് ആത്മാവാലുകൾ അറിയിച്ചു. അടകമന വേദൽക്കടകമയ ഒരു സൈക്കിൾ പോലും ഇല്ലാതെ സ്ഥിതി എത്രയോ അത്ഭുതകരമായി മാറ്റി. ഓർക്കുന്നുണ്ടോ? ശാരംഭാരം ചൂടൽ ഘടകം അടകകന ഘടകസി. എന്നാൽ ഈ ദിവസത്തിന്റെ ദാസരെ ശക്തവാഗ്നത്തിന് താഴ്ത്തി പ്രാർത്ഥിച്ച പാതിലേക്ക് കടന്നു വന്നാൽ അടകകന ഘടകസി വാഗ്ദത്തം പാലിച്ചുവരുന്നില്ല എന്റെ നാമത്തിന് ചിലവിട്ടതും ചിലവാക്കിയത് പരാജയപ്പെടുവാൻ അല്ലെന്ന് ദൈവാത്മാവും കഴിയുന്നു. ഘടകം ഇന്ന് പകൽക്കാലം ശരീരത്തിൽ ഒരു വിടുതൽ കിടക്കാൻ പ്രാർത്ഥിക്കാൻ അത്യാവശ്യമാണ്. അൽത്താമാന പുറമേ നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് മനുഷ്യർക്ക് തോന്നിയാൽ ഈ കൊണ്ടു നടക്കുന്ന ഒരു ബലഹീനതയുണ്ട്. നിരകരകരകരകതി സന്തര അതിന്റെ മേൽ പലപ്പോഴും കരയുന്നത് ദൈവമേ എന്റെ ആ വേദന എന്ന് മാറും, ആ ബലഹീനത മാറിയെങ്കിൽ കൊള്ളാമായിരുന്നു. ഉടവരുന്നവൻ ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല, എന്റെ ദൈവത്തോടല്ലാതെ ഇരുന്നു പലപ്പോഴും ചോദിക്കുന്നത് ആ സുരക്ഷ പകൽക്കാൻ പ്രാർത്ഥിച്ചാൽ ഘടകം വിളിച്ചവൻ പരാജയപ്പെടുത്തി കളയാനുള്ള ദൈവത്തിന്റെ ആത്മാവ് ആർക്കും പിടികൊടുക്കാതെ പിടികിട്ടാക്കുള്ളിയായി പോയ കാലഘട്ടത്തിൽ വിളിച്ചിറങ്ങി അതധികാരഘടക സന്തുലിതകൾക്ക് അഭിഷേകത്തിന്റെ സാന്നിധ്യം പകർന്ന് കൊണ്ടത്തിൽ പരാജയപ്പെടും. ഈ മകളിൽ അതുലാമനയാരകളിൽ അച്ചസി ചുതക്കര ഘടകരകന അന്തരഘടകരകളിൽ ഈരാരകത്തര നാട്ടിന്റെ ഒരു ഭാഗത്ത് സൂചിയിട്ട് കുത്തും പോലെ അസ്വസ്ഥതയിട്ട് ഒതുക്കി കളയാൻ ശ്രമിക്കുന്ന ബലഹീനത ഈ മകൾക്കാലം ഉടയുവാൻ ശക്തമായി പ്രാർത്ഥിച്ച വചനത്തിന്റെ ശക്തികൾ വെളിപ്പെടുമെന്ന് ഉണരുക. വാഗ്ദത്ത നിവർത്തി വെളിപ്പെടുത്താനുണ്ട്. വീരം ഭാരം മൗനം ഭാരം അടകൽക്കാല ലോകത്തിന്റെ ഭാരപ്പെട്ട് വിശ്വസിക്കുമെങ്കിൽ വചനത്തിന്റെ ശക്തിന്റെ ഹാർട്ടിന്റെ മേൽ വെളിപ്പെടുത്തും. അത് മാത്രമല്ല വയറിന്റെ ഒരു ഭാഗത്തും തോർത്ത് നനച്ച് മുറുക്കും പോലെ അടിക്കടി അസ്വസ്ഥപ്പെടുന്ന പിടിമുറകളെ അടിച്ചു മാറ്റി സൗഖ്യത്തിന്റെ നിലവിൽ വെളിപ്പെടുത്തുവാനുണ്ട് എന്ന് ദൈവാത്മാവാണികൾ അറിയിക്കുന്നു. ഉണരുക ഉണരുക കടയാ മനയാജകരം അടകൽക്കമരമൗട് ഭവനത്തിന്റെ ഇടത്തും വലത്തും മുൻപും ബാക്കും ഒക്കെ പ്രതികൂലമാണെങ്കിലും ഈ പറക്കുന്ന റൂമിനകത്ത് എന്റെ ആത്മാവിന്റെ സാന്നിധ്യം പലവട്ടം ഇറങ്ങിയിട്ടുണ്ട് എന്ന് ദൈവാത്മാവാണെങ്കിൽ അത് നേരിട്ട് അനുഭവിച്ച വ്യക്തിയാണ്. ഇതിന്റെ കുടുംബത്തിൽ അനുഭവിച്ച വേദന അറിയുന്നുണ്ടോ? സ്വസ്ഥതയില്ലാതെയാക്കി മാറ്റി അതാരകൽക്കര വൈരാരകസി ഐക്യതയെപ്പെടുത്തി തകർക്കാൻ പദ്ധതി ഇട്ടപ്പോഴും എന്റെ ആത്മാവിന്റെ അഴിവത്തെ വിടിവെച്ചത് മറക്കേണ്ടായെന്ന് ദൈവാത്മാവാണെങ്കിൽ ഉണരുക, ശക്തമായി കരയുക, അനുഗ്രഹം പ്രാപിക്കുക. പരിശുദ്ധാത്മ പ്രിയദാസനോട് അർക്കബല ഘടക ജനഘടകം അബ്ദൽക്കമൻ എന്റെ ദാസനെ ദൂരാചാരി അച്ഛേ സൈഡേ വേദൽക്കാരം ദൂരമാലം എണ്ണിയാലും പറഞ്ഞാലും തീരാത്ത അത്ഭുതങ്ങൾ നിന്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവം ചെയ്തു കഴിഞ്ഞിരിക്കുക. പക്ഷേ ഈ ദിവസങ്ങളിൽ നിന്റെ രക്തത്തിനകത്ത് രോഗമിട്ട് പോരാടിയിരിക്കുന്ന അടകരകജന ബലഹീനത ഈ പകൽക്കാലം അഴിയുവാൻ അത്തുരമറ്റം വേദിക്കട്ടം പ്രൗഢാരകജം ശരീരം കുഴഞ്ഞു വീഴുന്നത് പോലെ അനുഭവമുണ്ട്. ചികിത്സകൾ പലതും നടത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന അർക്കമാരകടമായ രോഗബന്ധനം ഇന്ന് പകൽക്കാലം അഴിയേണ്ടതിന് എന്റെ ദാസനെ പ്രാർത്ഥിക്കാൻ തയ്യാറായ എന്റെ നാമത്തിൽ പ്രയോജനപ്പെടുത്താൻ പറഞ്ഞിട്ടില്ല. പരാജയത്തിന്റെ വാക്കുകൾ പറയുമ്പോൾ ചികിത്സകൾ നടത്തണമെന്ന് പറയുമ്പോൾ ഈ കഴിച്ച മെഡിസിനോ കഴിക്കാൻ പോകുന്നതിനോ അല്ല വിടുതൽ. വിശ്വസിക്കാൻ തയ്യാറായ എന്റെ കൃപയുടെ കരം ഈ പകൽക്കാലം എനിക്ക് അവയവങ്ങളോട് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ രോഗത്തെ അഴിക്കാൻ ശ്രദ്ധ ആ
ആർക്കും ദോഷം ചെയ്യാൻ പോകാത്തതുകൊണ്ട് കർത്താവിനെ പിടിക്കണം. അകത്തുനിന്ന് വിടുന്നവരൊക്കെ വിശ്വസിക്കും. കത്തിവെക്കാൻ അനുവാദം കൊടുക്കാതെ ഓപ്പറേഷൻ പരിശുദ്ധാത്മ നടത്തിയെങ്കിൽ ഈ വയറിനകത്തൂടെ ജസ്റ്റിനകത്തൂടെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഞരമ്പുകൾക്കത്തുള്ള ബ്ലോക്കുകൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. ആ പോരുകൾ പകൽക്കാലം അഴിയട്ടെ. വചനത്തിന്റെ ശക്തി, വചനത്തിന്റെ ശക്തി ഈ പാൽ ഇറങ്ങിച്ചെല്ലട്ടെ. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ വചനത്തിന്റെ ശക്തി. പിടിവിച്ചേ മതിയാകത്തുള്ളൂ. എന്നെ തന്നെ താഴ്ത്തുകയാ. ഈ സഭയുടെ കരച്ചിൽ ഇന്ന് രാത്രി ദാസനെ വിടുവിക്കണമേ. ഞങ്ങളെല്ലാവരും കുറവുള്ളവരാണ് കർത്താവേ. ഞങ്ങളെ കുറവൊന്ന് ക്ഷമിച്ചിട്ട് അദ്ദേഹത്തിന്റെ ജീവന്റെ ഉടമസ്ഥരായ ദൈവശക്തി ഉടമന ഹദരഘടക അർക്കനഘടക ജഗൽക്കരാതി അർക്ക പ്രൗഢവര തീയ ഓ തൂരാബ ഷാരാബ മൗഡാര ഹത്താര അർക്കലഘടകരഗതി ചൂഗൽ ഘടകരഗജന വൈഡവര വലവ അംതര മികവൽ കമരഘടകം ധീരാജകൽക്കര വൈഡകരെ താഴ്ത്തുകയാണ്, താഴ്ത്തുകയാണ്, താഴ്ത്തുകയാ. ഘടകൽക്കരാതി തുരവക്ഷം വേദവരക്ഷം വൈഡക്കട്ടം ഭീകവര യേശുവിന്റെ ശക്തി പരിശുദ്ധാത്മാവി പകൽക്കാലം പ്രിയദാസനോട് ഹമനാജകനം ചൂടവാരകം അംതുരിഘടകരകതൽ കമന വൈശസിയാരം വികാലഘടകരക ചോദിച്ച അനവധി വിഷയത്തിൻ്റെ മേലെ ആത്മാവിൻ്റെ കരം നിനക്ക് അനുകൂലമായി ചലിച്ച് തീരജാലകം പ്രതികൂലമെന്ന് ചിന്തിച്ച സ്ഥാനത്തിൻ്റെ മഹത്വത്തിൻ്റെ കരം ഇറങ്ങി വന്ന് ഒരു പത്രോസിനെ പോലെ ബന്ധിക്കാൻ പിശാച് പദ്ധതി ഇട്ടപ്പോൾ ബന്ധനങ്ങളെ ഞാൻ അഴിച്ച് പുറത്തിറക്കി. ഷുഡബലഘടക ജനഘടകം എൻ്റെ ദാസനെ വൈഡകരകധന ഘടകം ഹൈരോദാബും കൂട്ടരും പത്രോസിനെ കൊല്ലാൻ പദ്ധതിയിട്ടതുപോലെ നിൻ്റെ വിദ്യാഭ്യാസ തലത്തിൽ നീ അറിയാത്തതായ പല കുരുക്കുകൾ കൊണ്ടിട്ട് അടകരകജന നിനക്ക് വിരുദ്ധമായിരുന്നേറ്റ ഗൂഢാലോചനകളുടെ നടുവിൽ എൻ്റെ പ്രവൃത്തിയുടെ കരം നിനക്ക് അനുകൂലമായി ചലിപ്പിച്ച് നിന്നെ ഇതുവരെ എത്തിച്ചത് ഉടമനഘടകരഹസി നിന്നെ ഉടച്ചു കളയാനല്ല, നിന്നിൽ കൂടി ഒരു ദൈവപ്രവൃത്തി 2015 വെളിപ്പെടാനുണ്ട്. ധീരജാല ഘടകം ചുടകംബരകം വേദിക്കടകം ചൂടൽക്കടകരകതനി അതുരജാനഘടകരഹസി യോസേപ്പിനെ ഒരു പ്രത്യേക രീതിയിൽ മാനിച്ച് അനേകായിരങ്ങൾക്ക് ആഹാരം വിളമ്പാൻ ഒരുക്കിയതുപോലെ അർത്ഥരഘടകരഹസിയാരമൂടം ഒരഭിഷേകത്തിൻ്റെ തീ നിൻ്റെ മേൽ വെളിപ്പെടുത്തി ചിലർക്കൊക്കെ ചില നന്മകൾ വിളമ്പത്തക്ക നിലവാരത്തിൽ എൻ്റെ പ്രവൃത്തിയുടെ കരം നിൻ്റെ വിഷയത്തിൻ്റെ മേൽ ചലിക്കാൻ പോകുന്നുവെന്ന് ദൈവത്തിൻ്റെ ആത്മദൂത് അറിയിക്കുന്നു. ശിബിരി ഘടകരഗതി നിൻ്റെ വിദ്യാഭ്യാസമോ സൗന്ദര്യമോ അനുസരിച്ചല്ല ഈ 2015 ഞാൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുന്നത്. ഉടമന ഘടകരഗതരി ഭൗഷസി നിൻ്റെ കുഞ്ഞുപ്രായത്തിൽ നിനക്ക് വേണ്ടി കരഞ്ഞവരുടെ കണ്ണുനീരുകൾ തീപാരാതി വേദൽ കടകരകരി. അതും മാത്രമല്ല, ഓർക്കുന്നുണ്ട് അപകടം 2014 നിന്നെ വിട്ട് മാറ്റി. തികൽക്കരകടകരകതര വൈഷസിയാരഘടകരകം അത്തുനാരകൽക്കരം നിന്നെ വിടുവിച്ചെടുത്ത കാര്യം മറക്കേണ്ട എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. കഷ്ടതയും പൊട്ടക്കണറും പ്രതികൂലങ്ങളും യോസേപ്പിന് അനുഗ്രഹമായി മാറിയതുപോലെ നീ അനുഭവിച്ച കൊടുങ്കാറ്റ് പോലെയുള്ള പ്രതികൂലത്തിൻ്റെ ശോധനകൾ പരാജയത്തിനായിട്ടല്ല, വിടുതൽ വെളിപ്പെടുത്താനുണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. അജകൽ ഘടകരകതരി മികപ്രൗഷസിയാര ഘടകരകസി പക്ഷേ പുറമേ കൊണ്ട് ചിരിച്ച് പറഞ്ഞ് ഫലിപ്പിക്കുകയും വിശ്വസിപ്പിക്കുകയും ചെയ്ത മനുഷ്യരെ നീ വിശ്വസിക്കരുത്. അതൊക്കെ നിനക്ക് പരാജയപ്പെട്ടു പോകും. പക്ഷെ നിന്നോടുള്ള വാഴ്ത്തത്വം ഒരുപാടുണ്ട്. അത് വിശ്വസിച്ച് ശക്തിയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ
ദീപല ഘടകം നീ ഇറങ്ങുന്ന യാത്രകളെ തടഞ്ഞ് ചുടവര ഘടകസി അധുരജാന ഘടകരകസിയാന ഭൗഷസി ധീരംഭാരം ചൂടാമാനം വൈഷസിയാരം ഇസബേലും കൂട്ടരും പ്രൗഷസി ചൂടവാര ഘടകരകതനി അധരജാന ഘടകം ഇറങ്ങിത്തിരിച്ചതുപോലെ വഴിയരികെ തടഞ്ഞ് യാത്രകളെയും നന്മകളെയും മുടക്കിയിരിക്കുന്ന പ്രതിബന്ധനങ്ങളെ ഞാൻ അഴിച്ചു മാറ്റി. അടകജനാദി നീ ചെന്നെത്താത്ത മണ്ഡലത്തിലേക്ക് 2015 ഉടവന ഘടകസി നിനക്കായി ഒരുക്കി വയ്ക്കും യാത്രകളെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൂതറിയിക്കുന്നു. പരാജയത്തിൻ്റെ വർഷമല്ല 2015, ശക്തമായി എൻ്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന വർഷമാണ്. ഉടവലരകതിൽ കമാനപൗക്ഷം വേദിക്കടകം ചൂടപാരഘടകം അന്ധരാജകന ഘടക രഹസ്യാര വൈഷസി അന്തൽക്കാരം. എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടം, കഴിഞ്ഞ കാലഘട്ടം ഓർക്കുന്നുണ്ടോ? എങ്ങനെ ഞാൻ എക്സാം എഴുതും, എന്ത് ചെയ്യും, പഠിച്ചിട്ട് പോയാൽ എഴുതി പൂർത്തീകരിക്കാൻ കഴിയാതെ മറന്നുപോകുന്ന അവസ്ഥ എങ്ങനെയൊക്കെയാകുമെന്ന് ചിന്തിച്ചപ്പോഴൊക്കെ എൻ്റെ മഹത്വവും വെളിപ്പെട്ടതുപോലെ എൻ്റെ ദാസനെ നിന്നെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് പ്രാർത്ഥനാ കുറവ് ഏറ്റുപറഞ്ഞ് എൻ്റെ പാദത്തിലേക്ക് അടുത്തു വരാൻ തയ്യാറായാൽ ധീരാജകൽ ഘടകരകതനി അധാര ഘടകരകസി കുറിച്ചു വച്ചോ. നീ ചിന്തിക്കുന്ന രീതിയിലല്ല എൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുന്നത്. ഉടവരം മനുഷ്യരുടെ ആഗ്രഹപ്രകാരവുമല്ല. ചൂടഭാരം നിൻ്റെ ബന്ധുക്കളെയോ ചാർച്ചക്കാരെയോ വീട്ടുകാരുടെ ചിന്തയുമല്ല. ചിന്തകൾക്കപ്പുറമായി ഞാൻ നിന്നെ മാനിച്ചു. ശിവരഘടകരകതനി പരിധിക്കപ്പുറം മുൻപോട്ട് പോകാതിരിക്കാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങളെ അഴിച്ചു മാറ്റി. ബുടബലഘടകം നിൻ്റെ ചിന്തയേക്കാൾ, നിൻ്റെ ഭവനത്തിനകത്തുള്ള വ്യക്തികളുടെ ചിന്തയേക്കാൾ വ്യത്യസ്തമായ നിലപാടത്തിനെ മാനിക്കാൻ പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മാവ്. വിശ്വസിക്കുന്നവർ പരാജയപ്പെടുത്തും. ശക്തമായി ദൈവത്തിൽ വിശ്വസിച്ച് വീണ്ടും പ്രാർത്ഥിച്ച് അടകരകസി ഒന്ന് ഉണർന്നു വരാൻ തയ്യാറായാൽ ധീരജാലഘടകം ഈ ഹാളിനകത്ത് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ കണ്ണുനീരുകൾക്ക് മറുപടി ഉണ്ടാകുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൂതറിയിക്കുന്നു. ഈ ഹാളിനകത്ത് നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചവരുടെ കണ്ണുനീരുകൾ കിടപ്പുണ്ട്. നീ അറിയാതിരിക്കെ നിനക്ക് വേണ്ടി കരഞ്ഞവർ അടകജനാധിപക്ഷി ഒരു നന്മയുണ്ടായെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് പോലും ചോദിക്കുന്നവരുടെ ചോദ്യത്തിന് മറുപടി നിന്റെ മേൽ ഉണ്ടെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ദൂതറിയിക്കുന്നു. ഓർക്കുന്നുണ്ടോ? വടകസിയാര ഘടകം ബൈക്കിൻ്റെ നടുവിൽ അധുരാജന ഘടകസി ഓടിച്ചു പോകുന്ന മറ്റൊരുത്തൻ കയറിപ്പോകുന്ന നീ അങ്ങനെ ആക്സിഡൻറ്റിൽപ്പെടുത്താൻ നോക്കിയ കെട്ടുകളും ഞാൻ അടിച്ചു മാറ്റിയിട്ടുണ്ട്. വീണ്ടും ചൂടഭാര ഘടകരകതനവൈഷസിയാരം വാഹനയാത്രകളിൽ ശക്തമായി ശ്രദ്ധിക്കുകയും അജനസി പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് അത്യാവശ്യമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ ദൂതറിയിക്കുന്നു. ഉണരുക, ശക്തമായി കരയുക, അനുഗ്രഹം പ്രാപിക്കുക. എല്ലാവർക്കും പ്രാർത്ഥിക്കാമല്ലോ. ഷൂടാരാധി അടകാമനയ ജഗൽക്കരാധി വൈഷസി ധൂരജാല ഘടകം ശബ്ദരാധി അർക്കമാന ഘടകം പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം പ്രിയ മോനോട് ധൂരജാലം പ്രൗഷസിയാര ഘടകരകതൻ അന്ധരാജനം തലമുറ വാഴ്ത്തത്ത തലമുറയാക കൊണ്ട് ചൂടാമാന ഹപ്തുരാജകരം ശക്തമേയ ശുശ്രൂഷയുടെ കലവറകൾ അടകജന ഘടകസി ഈ മകൻ്റെ മേൽ വെളിപ്പെട്ട് വരുമെന്ന് പരിശുദ്ധാത്മ ആലോചന അറിയിക്കുന്നു. പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അപ്പനെ നോക്കി, അമ്മയെ നോക്കി, ബന്ധുക്കളെ നോക്കി, സഭയെ നോക്കി ദൂത് പറയുന്ന ഒരു മകനാക്കി അടകജന ഘടകസി പ്രവചനാത്മാവിൻ്റെ ഒഴുക്ക് ഈ മകൻ്റെ മേൽ പകരുവാൻ പദ്ധതി ഉണ്ടെന്ന് പരിശുദ്ധാത്മ ദൂതറിയിക്കുന്നു. ധീരജാല ഘടകം ചുടകംബരകം വൈഡൽക്കമരം ജനിച്ചപ്പോൾ തന്നെ നശിപ്പിക്കാൻ പിശാച് പദ്ധതിയിട്ടപ്പോൾ പ്രാർത്ഥനയിൽ കൂടി കിട്ടിയ ഈ തലമുറ തകരത്തില്ലെന്ന് ദൈവാത്മാവ് ആലോചന അറിയിക്കുകയാണ്. അടകാരം മാതാപിതാക്കൾ എത്താത്ത വിദ്യാഭ്യാസ പദവിയും അവർ ചെന്നെത്താത്ത രാജ്യങ്ങളിൽ ശുശ്രൂഷിക്കുന്ന ഒരു മകനുമാക്കി മാറ്റി അന്ധരജന ഘടകരകം ഷൈഡജാന ഘടകം ചൂടാമാനം കുറിച്ചു വച്ചോ. അപ്പനെ നോക്കി, അമ്മയെ നോക്കി, ബന്ധുക്കളെ സഭയെ നോക്കി പ്രവചിക്കുന്ന ഒരു മകനാക്കി ചൂടവാര ഘടകസി അന്തൽക്കമനം ചൂടവാര ഘടക ജനാധി അധുരജാനം ക്ഷാരഘടകം വാതകരക്ഷസിയ അർക്കവാര ഘടകരഹസ്യാരം ഭൗഷസി ചൂടാരഗതി അതലേരഗജം ക്ഷാരജാരഘടകരക സംധരാരകൽക്കര അബ്ദുനാരകൽക്കരം അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തി മാത്രമല്ല, ദൈവവചനത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ ഇടയിൽ വിളിച്ചു പറയുന്ന, ഇടയിലിറങ്ങി ശുശ്രൂഷിക്കുന്ന ഒരു മകനാക്കി ഇവൻ്റെ വിദ്യാഭ്യാസം ഇരിക്കുമ്പോൾ തന്നെ ഇവനെ അഭിഷേകം ചെയ്യുമെന്ന് ദൈവത്തിൻ്റെ ആത്മദൂത് അറിയിക്കുന്നു. റീബല ഘടകം ചൂടവരകസി അത് സാധാ ദൂതല്ല. സംഭവിക്കാൻ പോണത് യോഹന്നാന് വെളിപ്പെട്ടതുപോലെ സംഭവിക്കാൻ പോണ വിഷയങ്ങൾ ഈ മോനിൽ കൂടി വെളിപ്പെടും. ഇവൻ്റെ കുടുംബത്തിനകത്ത്, ഭവനത്തിനകത്ത് ഇനി ശുശ്രൂഷയ്ക്ക് ആളില്ലാതെ പോകത്തില്ല. കർത്താവിൻ്റെ വരവ് വരെ തലമുറ കൈമാറുന്ന ഒരു ശുശ്രൂഷയുടെ കലവറ ഈ കുടുംബത്തിൽ വെളിപ്പെട്ട് വരുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഈ പകൽക്കാലം ദൂതറിയിക്കുന്നു. ഉണരുക, അടകജനാദി വൈഷസി കുഞ്ഞിന് വേണ്ടി ശക്തിയോടെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ അധരജാന ഘടകരക സംധുനാര ഘടകരകസി അധാരകം SLC വിദ്യാഭ്യാസം മുമ്പ് 7, 8, 9 ഈ വിദ്യാഭ്യാസ തലത്തിൽ വെച്ച് തന്നെ അവനെ ശരിക്കൊരു തികഞ്ഞ കൃപാവരത്തോടെ അഭിഷേകം ചെയ്ത് ദുരബല ഘടകരക ദൂത് തിരിച്ചറിയുവാൻ അഭിഷേകം ചെയ്യും. സംഭവിക്കാൻ പോണത്
എന്നുള്ളതാണ്. ഇവനിൽ കൂടി വെളിപ്പെടാൻ പോകുന്ന ദൈവാത്മാവ് ദൂതറിയിക്കുന്നു. ഉണരുക, ശക്തമായി കരയുക, ധികൽക്കമനകം പ്രാർത്ഥന പരാജയമല്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആലോചന അറിയിക്കുന്നു. ഉണരുക, കരയുക. അനുഗ്രഹം എല്ലാവർക്കും പ്രാർത്ഥിക്കാമല്ലോ. ചൂടാവാര ശത്രുരാര ഭേദകൽക്കരാതി. 1 മിനിറ്റ് കൂടെ എല്ലാവരും പ്രാർത്ഥിച്ചോട്ടെ. യേശുവിന്റെ നാമത്തിൽ ദൈവശക്തി. ഈ മോൻ ആരത്? ആരെ കുഞ്ഞ്? നല്ല പ്രാർത്ഥിക്കട്ടോ, ശക്തമായി പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഇനി കർത്താവിൻ്റെ വരവ് വരെ ശുശ്രൂഷയ്ക്ക് ആളില്ലാതെ പോകത്തില്ല. പ്രസംഗിക്കുന്ന എൻ്റെയും കേൾക്കുന്ന നിങ്ങളുടെ കാലം കഴിഞ്ഞാലും ഇവരുടെ കാലഘട്ടത്തിൽ അത്ഭുതങ്ങൾ നടക്കും. ഇവൻ്റെ തലമുറയുടെ മേൽ അത്ഭുതങ്ങൾ നടക്കും. കർത്താവിൻ്റെ വരവ് വരെ അങ്ങനെ ശുശ്രൂഷ കൈമാറുന്നൊരു വെളിപ്പാട് കർത്താവിനെ കാണിക്കും. ദൈവത്തോട് ചോദിച്ചു വാങ്ങിച്ച കുഞ്ഞാണ്, തകർന്നു പോകത്തില്ല. പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കാനും പരിശുദ്ധാത്മനെ തീ കൊച്ചു പ്രായത്തിൻ്റെ മേൽ ഇറങ്ങി വരാൻ പോവുകയാണ്. അടകജനാദി വൈഷസി. നിങ്ങളുടെ കാലം കഴിയും, പ്രസംഗിക്കുന്ന എൻ്റെ കാലം കഴിഞ്ഞാലും കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഇവനും ഇവൻ്റെ കുടുംബത്തിനും തലമുറ കർത്താവിൻ്റെ വരവ് വരെ ശുശ്രൂഷ കൈമാറുന്നൊരു വെളിപ്പാട് ദൈവാത്മനെ കാണിക്കുന്നുണ്ട്. കാരണം ജനിക്കുന്നതിന് മുമ്പ് ഉദരത്തിൽ വെച്ച് നശിപ്പിക്കാൻ പിശാച് പദ്ധതി ഇട്ടപ്പോൾ ഉപവാസത്തിൽ കൂടി കുട്ടിയ കുഞ്ഞാണിത്. അടക ജനഘടക സംധര. ജനിച്ചപ്പോഴും ഡോക്ടേഴ്സ് പരാജയം പറഞ്ഞപ്പോൾ തന്ന് ദൈവമാകൊണ്ട് ദോഷം വരത്തില്ല. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന വെളിപ്പാടിന്റെ ശുശ്രൂഷ മകന്റെ മേൽ പകരും. അത് പ്രവചനമായി കത്തിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഷീബാര. നമ്മൾ ഇന്ന് പകൽക്കാലം അല്പസമയം ആരാധിക്കാൻ പോകും. ഒരുപാട് സമയം കൂടി എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. ഒരു ചില മിനിറ്റുകൾ മാത്രം. ശക്തരെ വരാവൂ. പൊളിക്കാൻ വേണ്ടി ആരും വരെയും ചെയ്യരുത്. അതുകൊണ്ട് പൊളിപ്പല്ല, ഇതൊരു പണിയപ്പെടെ നടക്കാൻ പോവുകയാണ്. നമ്മൾ ചില സെക്കൻഡുകൾ കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു ഇതുവരെ, ഓ ഇത്രത്തോളം ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി നടത്തണേ തിരുഹിതം പോ. ദൈവം നമ്മെ നിറുത്തിയതാൽ ദൈവമെല്ലാം തന്നതല്ലേ. ഓ നിന്നതെല്ലാം നാം ദൈവം നമ്മെ നിറുത്തിയതാൽ നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടും പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നാഥനു സ്തുതി പാടിടാം. ഓ ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഓ ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ആമേൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഓ ഇനിയും ഓ ഇനിയും നടത്തണേ തിരുഹിതം പോ. ആമേൻ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ സോദരങ്ങളോ അകന്നങ്ങു മാറിയിടുമ്പോൾ ആമേ സാധ്യതകളോ അസ്തമിച്ചു. ഉടവരം തല മൗടവരക്ഷൽ വൈഡകരാജ ദീഗൽ ഘടകം അടയാരഗജം ദീഗസ്കാന മൗക്ഷസ്യാര മൗടവരാജ സ്നേഹം പ്രൗഢവരം തല മൗടവരസ്തുര ദീഗവരക്ഷ സൈഡകരം ശക്തിയോടെ ഓ തീ മൗടവരം തൽ വൈഡകരക്ഷ സൈഡകരാതല മൗടാര ദീവൽ ഘടകം പ്രൗഢാരം അത്തക്ഷാര മൗഡ രഗജ 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 മൗഷ രഗരെ യേശുവേ സാദല ഘടകം പ്രൗഢവരഗജം ചൂടൽ ഘടകം തീ. ഓ വിടുതലകൾ വ്യാപരിക്കട്ടെ. അത്തുരവക്ഷല മൗഢവരാധ ദീവൽക്കാര വൈഡകരാജ കത്തുകയ അത്താ രക്ഷ മൗഡാര ദീവൽക്കാര മൗഡാരെ ദൂരവരക്ഷം സാരകരം ആവനവേദം വേദിക്കടകം ചൂടാരാധി യേശുവിന്റെ നാമത്തിൽ ഒത്താരക്ഷ മൗഡാ രാജ കത്തട്ട് 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 തീ ഹം സാ ദീവൽക്കാര മൗഡസ് അക്ഷ സൈഡാരാധി ചൂടവരത്തുര വേദി വേദികരക്ഷം സാലെ തീ കത്തട്ട് ശക്തിയോടെ എല്ലാ കെട്ടുമഴിയുകയാണ്. ഉച്ചവരക്ഷം പ്രൗഢവരക്ഷം വീതിക്കടകം അഴിയട്ടഴിയട്ടഴിയട്ട് ദൂരൽക്കാരം പ്രൗഢസാര ഈ ശരീരത്തിന്മേൽ ദൈവശക്തി ഇറങ്ങി
ധൂരബാല വൈഡാബാര തീയായി ധൂരവലക്ഷം മാതകരക്ഷം ദീഗബാബ രക്തം ജയം രക്തം ജയം രക്തം ജയം രക്തം ജയം യേശുവിൻ രക്തം യേശുവിൻ രക്തം വൈഡാ രാജ ധൂരബാല വൈഡാ ബാര ബാര ബാല ബൗഡാ ജാന. ഓ ഏലിയാവിന്റെ യാഗത്തിൽ തീയിറങ്ങിയ ഏലിയാവിന്റെ യാഗത്തിൽ തീയിറക്കിയ ദൈവമേ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തി ഈ ഹോളിൽ ചലിക്കട്ടെ. ഓ ഹോ 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 തിളച്ച വെള്ളത്തിൽ നിന്ന് ആവി പൊങ്ങുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ തീ കത്തുകയാണ്. തിളച്ച വെള്ളത്തിൽ നിന്ന് ആവി പൊങ്ങുന്നത് പോലെ പരിശുദ്ധാത്മാവിന്റെ തീ കത്തുകയാണ്. ഘടകജന ഘടകജന ഘടകരകരി വിദ്യാഭ്യാസ തടസ്സം മാറട്ടെ. ചില മുഴയുള്ളവർ പ്രാർത്ഥിക്കുക. മുഴ മാറട്ടെ മുഴയുള്ളവർ പലരുണ്ട്. പലരിവിടെ ഇരിപ്പുണ്ട്. പകൽക്കാലം പ്രാർത്ഥിക്കുക. ആ മുഴയുടെ ഭാഗത്തിൽ ദൈവത്തിന്റെ ശക്തി. ഊടബാല ധീരജാല രഗജാല ഹർക്കല ബൗഷാല ഹസ്ക രഗജ ഊടബാല ദീഗലഗ. യെസ് 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 ജൂഡാബ ശതരാദരാദി ഹടകൽ ഘടക ജനഗധനി. എല്ലാ കണ്ണുകളും അടയ്ക്കാൻ പ്രാർത്ഥിക്കും. പ്രത്യേകിച്ച് മുഴയുള്ളവർ കൈവച്ചാട്ടെ. പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇവിടെ നിൽപ്പുണ്ട് ചിലര്. ഇല്ലെന്ന് പറയരുത്. ഉള്ളവർ കൈവച്ച് പ്രാർത്ഥിക്കുക. ദൈവദാസന്മാരെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വിടുവിക്കാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ശിവർ അങ്ങനെയുള്ളവർ ശക്തിയോടെ പ്രാർത്ഥിക്കുക. മറ്റുള്ളവരെല്ലാവരും ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നാട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ റാസോ ഹമാന ഹത്തുനി അർക്കമനം പ്രൗഢവൽക്കനം ചികംബരാദി അർക്കൽക്കനാദി ആലകസി. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ചൂടാവ സന്തുന പാമ്പിനെയും തേളിനെയും ശത്രുവിന്റെ സകല ബലത്തിൽ ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം നൽകപ്പെട്ടിരിക്കുന്നു എന്ന വചനപ്രകാരം ഈ മുഴകളുള്ളവർക്കായി പ്രാർത്ഥിക്കുകയാണ്. തീങ്കൽ മെഴുകുരുകുന്നത് പോലെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ മുഴകൾ അഴിഞ്ഞു മാറട്ടെ. മുഴകൾ അഴിഞ്ഞു മാറട്ടെ. മുഴകൾ അഴിഞ്ഞു മാറട്ടെ. മുഴകൾ അഴിഞ്ഞു മാറട്ടെ. ഇപ്പോൾ തന്നെ പരിശുദ്ധന്റെ തീയും പരിശുദ്ധാത്മാവിന്റെ ഓപ്പറേഷനും മുഴയുടെ മേൽ നടക്കട്ടെ. യെസ് അഴിയട്ടെ 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 അഴിയട്ടെ. അകത്ത് അഭിഷേകത്തിലെ തീ തുളച്ചിറങ്ങട്ടെ തുളച്ചിറങ്ങട്ടെ തുളച്ചിറങ്ങട്ടെ. ആ മാശയത്തിനകത്ത് ബന്ധിച്ച മുഴയുടെ ആത്മാവേ യേശുവിന്റെ നാമത്തിൽ അഴിയുവാൻ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ കത്തിവയ്പ്പിക്കാൻ ശ്രമിക്കുന്ന കെട്ടുകളെ അഴിക്കുകയാ. കത്തിവയ്പ്പിക്കാൻ ശ്രമിക്കുന്ന കെട്ട് അഴിക്കുന്നു. കത്തിവയ്പ്പിക്കാൻ ശ്രമിക്കുന്ന കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ അഴിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അഴിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ അഴിയുകയാണ്. അത്ഭുതങ്ങളെ ചെയ്തതിനായി സ്തോത്രം. യേശു നാമത്തിലാണ്. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ ശക്തിയോടെ. നമ്മുടെ കണ്ണുകളെ നമുക്ക് ദൈവസണ്ടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഉപവാസത്തിന്റെ 5ാമത് പകൽക്കാലം കർത്തൃവാരവിടത്തിലായിരിക്കാൻ, കർത്താവിന്റെ പൊന്നുമുഖത്തേക്ക് നോക്കുവാൻ, സർവശക്തനായ ദൈവത്തെ സ്തുതിപ്പാൻ, ആരാധിപ്പാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നൽകുന്ന നല്ല നല്ല സാവകാശങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുക. ദൈവസല്ലായിരിക്കാൻ, വിഷയങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കർത്താവ് തന്റെ വലിയൊരു ബുദ്ധിനെ നമ്മുടെ മധ്യ അയച്ച് ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ മധ്യ ഐശ്വര്യമായി ചെയ്തെടുത്ത, അനുഗ്രഹമായി ചെയ്തെടുത്ത എല്ലാ ശുശ്രൂഷകൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ദർശനം ശ്രദ്ധ വയ്ക്കണമെന്ന്, പ്രാർത്ഥനയിൽ ശ്രദ്ധ വേണമെന്ന്, ഹല്ലേലൂയ വചനത്തിൽ ശ്രദ്ധ വേണമെന്ന് പരിശുദ്ധ ആത്മാവ് നമ്മെ ഓർപ്പിക്കാനിടയായല്ലോ. വ്യക്തിപരമായി പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടപെട്ടല്ലോ. അല്ല, വചനത്തിന്റെ ഏടുകൾ ദൈവാത്മാവ് സംസാരിച്ചല്ലോ. ദൈവ ശബ്ദം കേൾപ്പിക്കുക മാത്രമല്ല, ജീവിതം കർത്താവിന്റെ കരം വെച്ച്, യേശുവിന്റെ ആണിപ്പാടുള്ള കരം വെച്ച് കർത്താവ് എല്ലാ വിടുതലുകളെ ഓർത്ത് അല്പസമയം നമുക്ക് എല്ലാവർക്കും ഒന്ന് സ്തോത്രം ചെയ്യാമല്ലോ. കർത്തൃത്വത്തിനെ കർത്താവ് അധികാരപ്പെടുത്തേണ്ടതിന്, ശുശ്രൂഷകളെ മാനിക്കേണ്ടതിന്, അനേകരെ തീർന്നു വെള്ളത്തിൽ വലിച്ചെടുക്കുന്ന ശക്തമേറിയ അഭിഷേകത്തിനായി, ആത്മതലത്തിനായി പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രികാലം കർത്താവ് കരങ്ങൾ എടുക്കണനായി, വരും ദിവസങ്ങളിൽ കർത്താവ് അയക്കുന്ന രാജ്യങ്ങളിൽ ശക്തിയോടെ കർത്താവ് ഉപയോഗിക്കുവാൻ, ശുശ്രൂഷ മേടുകളെ മാനിക്കുവാൻ ഇടയാകണനായി പ്രാർത്ഥിക്കുക. ദൈവദാസന്മാരെ ദൈവജനത്തെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് ഒന്നിച്ച് ദൈവസ്ഥലായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നല്ലോ. പൂർണ്ണമായി വസിക്കുന്ന, ഭാഗ്യമായി വസിക്കുന്ന എല്ലാ കർത്തൃദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തുന്നതിന് ഏറെ ദൈവകൃപയാൽ കർത്താവ് നിറയ്ക്കണനായി കർത്താവിന് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവ് അയച്ച എല്ലാ അത്ഭുതങ്ങൾക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ.